പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി സിസ്റ്റർ സാലി മോഹനാണ്. തൻ്റെ ജീവിതാനുഭവം നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് ഏവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ സാലി മോഹനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസി പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്ന? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓക്കെ, എൻ്റെ പേര് സാലി മോഹൻ. ഞാൻ പൂന കെടുകാവ് എന്ന് പറയും, ഒരു ചെറിയൊരു വില്ലേജാ. അവിടെ ഞാൻ താമസിക്കുന്നത്. ഹസ്ബൻഡ്, രണ്ട് പിള്ളേര് മാരേജ്, അവര് കല്യാണം കഴിഞ്ഞു. അവര് ഒരാൾ ബാംഗ്ലൂരിലെ, ഒരാൾ നാട്ടിൽ തന്നെയാ. അങ്ങനെ മോനൊരു കുഞ്ഞുണ്ട്. പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. ആകട്ടെ, തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ള നല്ല ഓർമ്മകൾ ദൈവനാമത്തിന് വേണ്ടി പറയാം. ഓക്കെ, പ്രൈസ് ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പാസ്റ്റർ ദാനിയേൽ ജോൺ പാസ്റ്ററും മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ പാത്താമുട്ടം എന്ന് പറയും, കോട്ടയത്തിനടുത്ത് പാത്താമുട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു ചെറിയൊരു ഗ്രാമത്തിലായിരുന്നു എൻ്റെ ജന്മം. ചെറുപ്പം മുതലേ ഒരുപാട് കഷ്ടങ്ങളെ, പ്രയാസങ്ങളെ, ദുഃഖങ്ങളെ, ബുദ്ധിമുട്ടുകളെ, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എൻ്റെ ബാല്യകാലമായിരുന്നു. കാരണം എൻ്റെ പിതാവ് ഒരു ഭയങ്കര മദ്യപാനിയായിരുന്നു. ഞാനൊരു ഓർത്തഡോക്സ് കുടുംബത്തിൽ നിന്നായിരുന്നു. എനിക്ക് യേശുവായിട്ടോ അല്ലെ യേശുവിനോടുള്ള യാതൊരു ബന്ധവും എനിക്കില്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു അനുഭവം, അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയായിരുന്നു എൻ്റെ ബാല്യകാല ജീവിതം. എല്ലാവർക്കും അറിയാം, ഒരു മദ്യപാനി ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന്റെ അവസ്ഥ എന്താണെന്നുള്ളവർ എല്ലാവർക്കും അറിയാം. എൻ്റെ പിതാവ് ഒരു മദ്യപാനി മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ ലഹരി പദാർത്ഥങ്ങൾക്കും ഒരു അടിമയായിരുന്നു. വീട്ടിൽ സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല. അങ്ങനത്തെ ഒരു ബാല്യകാലമായിരുന്നു എൻ്റെ ജീവിതത്തിലെ. ആ സമയത്ത് എനിക്ക് എല്ലാ കാര്യങ്ങളോടും ഭയങ്കര വെറുപ്പും എനിക്ക് ദേഷ്യവും, എനിക്ക് ഒന്നിനോടും ഒരു സ്നേഹവും അങ്ങനെയുള്ള ഒരു കാരണം എനിക്ക് വീട്ടിൽ നിന്ന് ഒരു സ്നേഹമോ ഒരു കാര്യങ്ങളോ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പിതാവെന്നുള്ള ഒരു സ്നേഹം എനിക്ക് കിട്ടാത്തതുകൊണ്ട് എനിക്ക് എല്ലാവരോടും എനിക്കൊരു വെറുപ്പ് ഉള്ള ഒരു ബാല്യകാലമായിരുന്നു എൻ്റെ. അങ്ങനെ അധികം പഠിത്തത്തിനൊന്നും പോകാൻ പറ്റില്ല. കാരണം അതിനുള്ള സാഹചര്യം ഒന്നും എൻ്റെ ഭവനത്തിൽ നിന്ന് എൻ്റെ പിതാവ് ഒരുക്കി തന്നിട്ടില്ല. അങ്ങനെ എനിക്ക് ഒരു സഹോദരി, എൻ്റെ മൂത്തത്, പിന്നെ ഇടയ്ക്കെത്തിയ ഒരു ആങ്ങള, അങ്ങനെ 3 പിള്ളേരാണ്. അങ്ങനെ ഒരുപാട് കഷ്ടതയിൽ കൂടി എൻ്റെ പിതാവ് മദ്യപിച്ചിട്ട് വന്ന് ഞങ്ങളെല്ലാവരും ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. ഒത്തിരി ഉപദ്രവവും കാര്യങ്ങളും. നാട്ടിലെ മഴയുടെ കാര്യം അറിയാം, മഴയത്തല്ല ഞങ്ങളെ ഇറക്കി നിർത്തും. അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ദുഃഖത്തിൻ്റെതായ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു വന്ന എൻ്റെ ബാല്യകാലം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്, അതിനു മുമ്പായിട്ട് 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ അമ്മയുടെ അനിയത്തി, അവരെല്ലാം കത്തോലിക്കരായിരുന്നു. പുള്ളിക്കാരത്തെ കത്തോലിക്ക ഒരു അമ്മയായിരുന്നു. അവിടെ വെച്ച് എന്തോ കാരണം കൊണ്ട് പുള്ളിക്കാരത്തെ ആത്മഹത്യ ചെയ്തതാണോ എന്തുവാണോ നമുക്കറിയത്തില്ല. അപ്പോഴത്തേക്കിന് എൻ്റെ ഫാദർ അവരെല്ലാം അവിടെ ചെന്ന് എൻ്റെ വല്യമ്മച്ചി വീട്ടിൽ കൊണ്ടുവന്നു. എൻ്റെ അമ്മയുടെ അമ്മ, അവർ IPC വിശ്വാസിയായിരുന്നു. പരിശുദ്ധാത്മാവിനെ അഭിഷേകമൊക്കെ പ്രാപിച്ചായിരുന്നു ഈ വല്യമ്മച്ചി. അപ്പോഴത്തേക്കിന് ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിന് പറഞ്ഞു, ഇതുപോലെ എനിക്ക് ആരാധന നടക്കുന്നിടത്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും, എനിക്ക് ആത്മീയമായിട്ടുള്ള ഒരു കാര്യങ്ങളോടും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ ഓർത്തഡോക്സ് ആണെങ്കിൽ ഞാൻ പള്ളിയിലൊന്നും അങ്ങനെ പോകത്തില്ല, എനിക്കിഷ്ടമില്ല. പിന്നെ ഞാൻ വീട്ടിലിരുന്ന് മറിയയോടും പിന്നെ ഗീവർഗീസ്, ഇവർ 2 പേരായിരുന്നു എൻ്റെ ഫേമസ് ദൈവങ്ങൾ. അപ്പൊ ഇവരോട് എനിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ ഫോട്ടോയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് കരയുകയും മെഴുകുതിരി കത്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അനുഭവമായിരുന്നു എൻ്റെ. പക്ഷേ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എൻ്റെ വല്യമ്മച്ചി വീട്ടിൽ കടന്നു വരുന്നത്. അപ്പൊ എൻ്റെ ചേച്ചി എന്നെക്കാൾ ഏറ്റവും ഓപ്പോസിറ്റ് സ്വഭാവമാണ്. പുള്ളിക്കാരിക്ക് ചെറുപ്പം മുതൽ ആത്മീയ കാര്യങ്ങളോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ എൻ്റെ വല്യമ്മച്ചി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം പറഞ്ഞു, ഇതുപോലെ ആത്മീയ കൂട്ടായ്മയ്ക്ക് പോകണം, എൻ്റെ കൂടെ ആരെങ്കിലും വരാമോ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ചേച്ചി തന്നെ, എൻ്റെ വല്യമ്മച്ചി അവിടെ ഒരു ആത്മീയ കൂട്ടായ്മയെ കൊണ്ടുപോയി. അവിടെ വെച്ച് എൻ്റെ ചേച്ചി ആദ്യം രക്ഷിക്കപ്പെടുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് എൻ്റെ ചേച്ചിയുടെ എന്തോ ആണെന്ന് അറിയത്തില്ല, ചേച്ചിയുടെ കാലിന്റെ മുട്ടിന്റെ താഴെ വലിയ 2 വ്രണങ്ങളുണ്ട്. സ്കൂളിൽ ഇരിക്കുമ്പോൾ പുള്ളിക്കാരത്തെ സെപ്പറേറ്റ് ബെഞ്ചിലാണ് ഇരുത്തത്തുള്ളൂ.
അപ്പൊ അങ്ങനെ ഒരുപാട് മരുന്നുകളും എല്ലാം ചെയ്തിട്ടും ഒരു കുറവും ഇല്ലാതിരിക്കുമായിരുന്നു. അപ്പൊ എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ച, വർഷങ്ങളായി കാല് കരിയാതിരുന്ന ആ വ്രണം പിന്നെ ഒരാഴ്ച കൊണ്ട് ദൈവം അത്ഭുത സൗഖ്യം കൊടുത്തു എൻ്റെ ചേച്ചിക്ക്. അന്ന് താൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ല, ആർക്കും ഇഷ്ടമില്ല. കാരണം കഷ്ടത കൊണ്ട് അതൊരു ഭാഗത്ത്, പക്ഷെങ്കിൽ പെന്തിക്കോസ് ആ അനുഭവം ആർക്കും ഇഷ്ടമില്ല. അപ്പോഴത്തേക്കും എൻ്റെ ചേച്ചിയോട് പറയും നമ്മുടെ പള്ളിയിൽ പോകണം, അല്ലാതെ അതിന് പോകരുതെന്നൊക്കെ പറയും. അപ്പൊ എൻ്റെ വല്യമ്മച്ചി പറയും ഏതെങ്കിലും ഒരു ഇടത്ത് പോകണം, അല്ലാതെ ഈ അവിടെ ഇവിടെ ആയിട്ട് നടക്കരുതെന്ന് പറയും. പക്ഷെ എൻ്റെ ചേച്ചിയോട് എത്ര പറഞ്ഞിട്ടും പുള്ളിക്കാരത്തി കേട്ടില്ല. പുള്ളിക്കാരത്തി ആ അറിഞ്ഞ സത്യത്തിന് വേണ്ടി പുള്ളിക്കാരത്തി നിൽക്കാൻ തീരുമാനിച്ചു. വീട്ടിൽ നിന്ന് ഒരുപാട് പ്രതികൂലങ്ങളൊക്കെ പുള്ളിക്കാരത്തിക്ക് സംഭവിച്ചു. പക്ഷേ പുള്ളിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ. പക്ഷെ ഞാൻ ഏറ്റവും ഓപ്പോസിറ്റ് സ്വഭാവം, ഞാൻ ഒരു ഇച്ചിരി തൻ്റെടിയാ, നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു ഇച്ചിരി തൻ്റെടിയാ ഞാൻ. ആരെങ്കിലും എന്നോട്, കാരണം എനിക്ക് ചെറുപ്പം മുതലേ ഈ ഒരു സ്നേഹം വീട്ടിൽ കിട്ടാത്തത് കൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളോടും ഒരു ദേഷ്യമാണ്. ആരെന്നോട് എന്തോ സ്നേഹമായിട്ട് പറഞ്ഞാലും ഞാൻ അവരോട് അങ്ങനെയുള്ള ഉത്തരവേ പറയത്തുള്ളൂ, എതിരായിട്ടുള്ള ഉത്തരങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം ഈ കർത്താവിൻ്റെ ദാസന്മാർ ഞങ്ങളുടെ വീട്ടിൽ വരികയൊക്കെ ചെയ്യും. അപ്പോൾ വായ്പൂരുള്ള എഴുമറ്റൂരുള്ള ഒരു പാസ്റ്റർ അന്ന് ഞങ്ങളുടെ അവിടുത്തെ ചർച്ചിൽ ഇരിക്കുന്നത്. ആ പാസ്റ്റർ വന്ന് എന്നോട് സുവിശേഷമൊക്കെ പറയും. ഞാൻ പറയും എനിക്കിതൊന്നും കേൾക്കാൻ സമയമില്ല. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കുറേ ആടും പശുവൊക്കെ ഉണ്ട്. ഞാൻ പറയും, ആ പാസ്റ്ററോട് പറഞ്ഞ് എനിക്ക് പിന്നെ ഇതിനൊന്നും വരാൻ എനിക്ക് സമയമില്ല, കുറേ ആടുണ്ട്, അതിനൊക്കെ പുല്ല് പറിക്കാൻ പോകുന്നത് എൻ്റെ കാര്യം, അല്ലാതെ എനിക്ക് നിങ്ങളെപ്പോലെ ഇങ്ങനെ സമയം ചെലവാക്കാനൊന്നും എൻ്റെ കയ്യിൽ ഇല്ലെന്നൊക്കെ ഞാൻ പാസ്റ്ററോട് എടുത്തുത്തരമൊക്കെ പറയുമായിരുന്നു. പക്ഷെ അത് ഞാൻ അന്ന് ഞാൻ ഓർക്കുന്നത് എനിക്ക് എന്തോ ഒരു വലിയ ഇതാണെന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ ദൈവവാത്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്തോ ഒരു തെറ്റുകൾ ഇതൊക്കെ ചെയ്തെന്ന് പിന്നെ എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷെ അന്ന് ഒരു തെറ്റാണെന്ന് എനിക്കത് തോന്നിയില്ല. ഞാൻ ഏതാണ്ട് ഒരു വലിയൊരു ഇതാണെന്നുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ പ്രയാസങ്ങളും നിരാശകളും കടന്നുപോയി. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം, ഞാൻ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനത് തീരുമാനിച്ചു, ഇനി എൻ്റെ ജീവിതം വേണ്ട. ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചു. നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഒതളങ്ങ എന്ന് പറയുന്ന ഒരു സാധനം, അതിൻ്റെ അരി പൊട്ടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചു, എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ കഴിക്കണമെന്നൊക്കെ ഉള്ള പ്ലാനിലൊക്കെ വെച്ചു. അതെല്ലാം ഓരോരോ പ്രാവശ്യം ആരെങ്കിലും കണ്ടുപിടിച്ച് അതെടുത്ത് ദൂരെ കളയും. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കനാണ് ഒരു ദിവസം ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഞങ്ങളുടെ അവിടെ നിന്ന് 3 കിലോമീറ്റർ ദൂരെയാ മന്ദിരം സ്കൂള്. ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എല്ലാ ദിവസവും നോക്കും, ഞങ്ങളുടെ സ്കൂളിന്റെ കുറെ ദൂരമായിട്ട് ഇങ്ങനെ ട്രെയിൻ പോകുന്നുണ്ട്, റെയിൽവേ പാളയമുണ്ട്. അപ്പൊ അതിലൂടെ എന്നും ട്രെയിൻ പോകുന്ന സമയം ഞാൻ നോക്കി വെച്ചു. ഒരു മാസം ഞാൻ നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി 1:25 ഒരു ട്രെയിൻ എല്ലാ ദിവസവും അതിലൂടെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ അന്ന് തീരുമാനിച്ചു, ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പൊ ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസം വേദപാഠത്തിന്റെ ക്ലാസ് ഉണ്ട്. അപ്പം 12:30 ആകുമ്പം സ്കൂൾ വിടും. എന്നിട്ട് പിന്നെ 2:30 കയറ്റത്തുള്ളൂ. അത്രയും എനിക്കൊരു ക്യാപ്പുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു ആ സമയം എടുത്തിട്ട് ഞാൻ റെയിൽവേയുടെ താഴെ പോയി എൻ്റെ ജീവിതം ആത്മഹത്യ ചെയ്യാൻ ഞാൻ പൂർണ്ണമായിട്ട് അങ്ങ് തീരുമാനിച്ചു. അപ്പൊ ഞാൻ അവിടെ ക്ലാസ്സിലിരുന്ന് ഒരു എഴുത്തെഴുതി ഒരു ബുക്കിനകത്ത് വെച്ചിട്ട് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരത്തെ ഞാൻ അവളോട് പറഞ്ഞു, ഈ ബുക്ക് നിന്റെ കയ്യിൽ ഇരുന്നോട്ടെ, ഞാൻ വന്നില്ലെങ്കിൽ നീ ഇത് തുറന്നു നോക്കണം, ഞാൻ വന്നെങ്കിൽ നീ തുറക്കണ്ട, അതുപോലെ തന്നെ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അത് അവിടെ കൊടുത്തിട്ട് ഞാൻ പോയി. എന്നിട്ട് ഞാൻ അവിടെ പോയി 12:45 മുതൽ 6 മണി വരെ നിന്നിട്ട് ഒരു ട്രെയിനും അതിലേക്കൂടെ വന്നില്ല. എനിക്ക് ഭയങ്കര ദേഷ്യം കൂടെ വന്നു, ഇത് മരിക്കാനും സമ്മതിക്കത്തില്ലാത്ത ഒരു ഇതാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി ദേഷ്യവും സങ്കടവും കരഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വീട്ടിൽ വന്നിട്ട് ഞാൻ ആരോടും മിണ്ടിയില്ല. ഇത് ആർക്കും അറിയത്തില്ല, എനിക്കല്ലാതെ ഒരു കുഞ്ഞുങ്ങൾക്ക് ഈ വിഷയം അറിയത്തില്ല. അപ്പോഴത്തേക്കിനുണ്ട് ആ സമയത്താണ് എൻ്റെ കണ്ണിന് എന്തോ ഒരു അസുഖം വന്ന് ഇങ്ങനെ ചെറിയ കുരുക്കൾ വരും കണ്ണിൻ്റെ അകത്ത്. അപ്പോഴത്തേക്കിന് എനിക്ക് വെയിലത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, കണ്ണിൻ്റെ അകത്തോടെ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോഴത്തേന് എപ്പോഴും എൻ്റെ കണ്ണിങ്ങനെ കരഞ്ഞതുപോലെ ഇരിക്കുന്നത്, കാരണം ഈ ഇത് കാരണം എനിക്ക് വെയിലത്തോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കും ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു ഒരു ചെറിയ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറിലെല്ലാം ചെന്നു. അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അങ്ങോട്ട് പോയപ്പോഴത്തേന് ഞാൻ എൻ്റെ മനസ്സിൽ വന്നു, എൻ്റെ അമ്മാമ്മയുടെ കാല് ഇത്രയും വർഷങ്ങളായിട്ട് കരിയാതിരുന്ന് പ്രാർത്ഥിച്ച് എണ്ണ തേച്ച് ഉടനെ അത് ദൈവം വിടുവിച്ചു. അപ്പം ഞാൻ ആ മെഡിക്കൽ കോളേജിൻ്റെ ആ വരാന്ത ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ ജീവനുള്ള ദൈവമാണെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്ന്, അപ്പം ഞാൻ അമ്മാമ്മ ഒരുപാട് കളിയാക്കും, നിനക്ക് വേറെ ഇതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി അമ്മാമ്മയായിട്ട് വഴക്ക് പറയാം. എൻ്റെ മൂത്തതാണ്, എന്നാലും ഞാൻ അമ്മാമ്മയെ ഒരുപാട് ഇതിൽ ചെയ്യും.
എന്നിട്ട് ഞാൻ പറഞ്ഞ അവിടെ ആ വരാന്ത ഇരുന്നോട് ഞാൻ നിശ്ചയിച്ചു, ഞാൻ ഈ ദൈവത്തോട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവമാണെങ്കിൽ, നിനക്ക് ഇത്ര വലിയ ശക്തിയാണെങ്കിൽ, ഞാൻ വീട്ടിൽ ചെന്ന് ആരും കാണാതെ അമ്മാമ്മയുടെ ആ എണ്ണ എടുത്ത് ഇച്ചിരി എൻ്റെ കണ്ണിൽ തേക്കും, ആ ക്ഷണം നീ എനിക്ക് സൗഖ്യം തരണം, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഓപ്പറേഷൻ ചെയ്യാതെ തിരിച്ച് വീട്ടിലിങ്ങി പോന്നു. എന്നിട്ട് ആരും കാണാതെ എണ്ണ എടുത്തിട്ട് തേച്ചിട്ട് ഞാൻ അന്നേരം തന്നെ തൂത്ത് കളയും, കാരണം നീ ഇത്ര വലിയ ശക്തിയല്ലേ, അപ്പൊ ഞാൻ അന്നേരം തന്നെ തൂത്ത് കളയും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അതങ്ങ് തൂത്തു, തേച്ചു ഞാനുണ്ടല്ലോ പുറത്ത് വന്നു. പിന്നെ ഞാൻ അതങ്ങ് കഴുകി കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ കൃപയാൽ അപ്പൊ അതിന് ഒരു 42 വർഷത്തിൽ കൂടുതലായി കാണും, 42 എനിക്ക് ഓർമ്മയില്ല. ഇന്ന് വരെ പിന്നെ ആ കണ്ണിന് അസുഖം ഉണ്ടായിട്ടില്ല. ദൈവം അന്ന് അത്ഭുതം പ്രവർത്തിച്ചു. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞ ശബ്ദം ഞാൻ മാറ്റി, ഞാൻ ദൈവമായിട്ടുള്ള ശബ്ദം ഞാനങ്ങ് മാറ്റി. ഞാൻ പിന്നെ ഈ ലോകത്തിലേക്ക് എനിക്ക് ഭയങ്കര പാഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ സ്കൂളിൽ, ഞങ്ങളുടെ ക്രിസ്ത്യൻ സ്കൂളാണ്, അവിടെ പൊട്ടൊന്നും തൊടാൻ പറ്റത്തില്ല, ക്രിസ്ത്യാനികളായ പെൺകുട്ടികളെ പൊട്ട് തൊടാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ എല്ലാ ദിവസവും 25 പൈസ ഫൈൻ അവിടെ കൊണ്ട് വെക്കും. എന്നിട്ട് എൻ്റെ നെറ്റിയിൽ എന്നും പൊട്ടുണ്ട്. എനിക്ക് പൊട്ട് തൊടാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള എനിക്ക് ഫാഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ ലോകത്തോടുള്ള കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്ക്. അതുപോലെ തന്നെ പിക്ചർ കാണാൻ പോവുക എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം തരുന്നതായിരുന്നു, പിക്ചർ കാണുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ അകപ്പെട്ട് കിടക്കുന്ന സമയത്തായിരുന്നു ഇതുപോലെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയി. അതാരും അറിഞ്ഞില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ഒരു ദിവസം അമ്മാമ്മയുടെ ചർച്ചിൽ ഒരു പാസ്റ്റർ വരുന്നുണ്ട്. അപ്പൊ അമ്മാമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ കൂടെ ആ മീറ്റിങ്ങിനൊന്ന് വരാമോ, നീ മീറ്റിങ്ങിന് ഇരിക്കണ്ട, നീ പുറകിൽ എവിടെയെങ്കിലും വന്ന് ഇരുന്നാൽ മതി, എൻ്റെ കൂട്ടൊന്ന് വന്നാൽ മതി. ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല, എനിക്ക് ഇഷ്ടമില്ല, ഈ കയ്യടിയും പാട്ടും ഒന്നും എനിക്ക് വേണ്ട, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പുള്ളിക്കാരത്തി അങ്ങ് കരയുന്നത് പോലെ എന്നോട് അങ്ങ് അപേക്ഷിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കൂട്ടുകാരത്തി അപ്പുറത്തുണ്ട്, അവിടെ എടുത്ത് ചെല്ല, അവള് വരുവാണെങ്കിൽ ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മാമ്മ ഓടിപ്പോയ പുള്ളിക്കാരത്തോട് പറഞ്ഞു, എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരാമെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി ഉടനെ അങ്ങ് യേസ് പറഞ്ഞു. പുള്ളിക്കാരത്തി കാരണം അവര് CMS ചർച്ചിന്റെ ഇതാണ്, അപ്പൊ അവർക്ക് ദൈവമായിട്ട് കുറെ അടുപ്പമുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഒട്ടുമില്ലല്ലോ. അപ്പം പുള്ളിക്കാരത്തി വരാമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ എനിക്ക് പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ആ മീറ്റിങ്ങിന് ആദ്യമായിട്ട്, ഞാനൊരു പെന്തിക്കോസിന്റെ മീറ്റിങ്ങിന് ആദ്യമായിട്ട് അവിടെ ചെന്നു. എന്നപ്പോഴത്തേക്കിന് ആ വീട്ടിൻ്റെ അകത്തിരിക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് പുറത്താണ് മീറ്റിംഗ് ക്രമീകരിച്ചേക്കുന്നത്. അങ്ങനെ മീറ്റിംഗ് ഇരിക്കുമ്പോഴത്തേക്കിനെ ഞാൻ പറഞ്ഞു, ഞാൻ ഈ മീറ്റിങ്ങിന് ഇരിക്കത്തില്ല, പുറകിൽ ഒരു ഇരുട്ടുള്ള സ്ഥലമുണ്ട്, ഞാൻ അവിടെ പോയി ഒരു മരത്തിന്റെ താഴെ ഞാൻ അവിടെ ഇരിക്കത്തുള്ളൂ, ഞാൻ നിങ്ങളുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്നു. അവർ പാട്ടുപാടി ആരാധന കഴിഞ്ഞു. ആ കർത്താവിൻ്റെ ദാസം വചനം പറയാനായിട്ട് വേണ്ടി, ചിലരൊക്കെ അറിയുമായിരിക്കും, റാന്നി കുഞ്ഞുമോൻചാൻ ഞങ്ങൾ വിളിക്കുന്ന പാസ്റ്റർ, റാന്നി കുഞ്ഞുമോൻചാൻ എന്ന് പറയും. പുള്ളിക്കാരനായിരുന്നു അന്ന് അവിടെ വന്നത്. പുള്ളിക്കാരൻ വചനം പറയാനായിട്ട് വേണ്ടി എഴുന്നേറ്റു. പിന്നെ നേരെ എൻ്റെ അടുത്തോട്ട് വരുക. ഞാൻ ഇരുട്ടത്ത് ഇങ്ങനെ ഇരിക്കുക. നേരെ ഞാൻ ഓർത്ത്, ഈ മനുഷ്യനെ എന്നത്തിന് എൻ്റെ അടുത്ത് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ കാണുക, ഈ മനുഷ്യൻ എന്തിനാ എൻ്റെ അടുത്തോട്ട് വരുന്നത്. ഞാൻ നേരെ തല ഇങ്ങനെ കീഴോട്ട് കുനി അങ്ങ് ഇരുന്ന് എൻ്റെ അടുത്ത് വരണ്ടെന്നുള്ളേ. പുള്ളിക്കാരൻ നേരെ വന്നിട്ട് എൻ്റെ തലയെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു വിരൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, നീ അന്ന് ട്രെയിനിന്റെ താഴെ ആത്മഹത്യ ചെയ്യാൻ പോയിട്ട് അവിടുന്ന് വിടുവിച്ച ദൈവം ഞാനാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ വിഷയം ഞാനല്ലാതെ ഒരു കുഞ്ഞുങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഓർത്ത്, ഈ മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുക, ഈ പുള്ളിയോട് ഇതാരാ പറഞ്ഞത്. ഞാൻ ഒരു പരിചയമില്ല, എൻ്റെ കൂട്ടുകാരിക്ക് പോലും അറിയത്തില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഇത് എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കുന്നതാ. അന്ന് പുള്ളിക്കാരൻ ഒരുപാട് ദൈവാത്മാവിൽ കൂടി എന്നോട്, അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഈ ദൈവാത്മാവിൽ കൂടിയുള്ള സംസാരം ഞാൻ കേൾക്കുന്നത്. അങ്ങ് ഒരുപാട് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. എൻ്റെ ചെറുപ്പം മുതലുള്ള കാര്യങ്ങൾ, ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ, എൻ്റെ മനസ്സിൻ്റെ വിചാരങ്ങൾ, എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരൻ അന്ന് അവിടെ വെച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് പിന്നെ സംസാരിച്ചെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് പുള്ളിക്കാരൻ വചനം പറഞ്ഞു. അത് കഴിഞ്ഞ് ലാസ്റ്റ് പറഞ്ഞു, ആരെങ്കിലും ദൈവത്തെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിലോ ആഹ്വാനം ചെയ്തപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സിൽ ഒരിടത്ത് പറയുന്നുണ്ട്, എഴുന്നേക്ക്, നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. പക്ഷെ പിശാച് എന്നോട് പറയാം, വേണ്ട, അവിടെ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ പിശാചും ജഡവുമായിട്ടുള്ള ഒരു ഭയങ്കര അവിടെ വെച്ച് നടന്നു. ലാസ്റ്റ് ദൈവം വിജയിച്ചു. ആ രാത്രി ഞാൻ എഴുന്നേറ്റ് എൻ്റെ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അന്ന് ഞാൻ ഒരു തീരുമാനം എടുത്തു, നീ ജീവിക്കുന്നു എങ്കിൽ കർത്താവിന് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജീവിതം എനിക്ക് വേണ്ട എന്ന്. അവിടെ വെച്ച് ഞാൻ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു. അതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ വിട്ടുപോയത് ഞാൻ പറയാം. എൻ്റെ ചേച്ചിയുടെ അതിന് മുമ്പായിട്ട് സ്നാനം ഉണ്ടായിരുന്നു. സ്നാനത്തിന് എൻ്റെ ചേച്ചി പറഞ്ഞു, കാരണം വീട്ടിൽ സ്നാനപ്പെടാൻ പുള്ളിക്കാരത്തി ആരും അനുവദിക്കത്തില്ല. അപ്പം
പുള്ളിക്കാരത്തി ഒരു കവറിൻ്റെ അകത്ത് പുള്ളിയുടെ തുണിയെല്ലാം എടുത്ത് വെച്ചിട്ട് എന്നോട് പറഞ്ഞു, പ്ലീസ് എനിക്ക് ആ സ്നാനക്കടവിൽ ഒന്ന് കൊണ്ടുവരണം. ഞാൻ കൊണ്ടുവരത്തില്ല, അത് എൻ്റെ പൊന്നുമോൾ ഓർക്കുകയും വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ എനിക്ക് എൻ്റെ മനസ്സിനകത്ത് എന്തോ ഒരു ഇത് വന്ന് കൊടുത്തേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരത്തെ കൊണ്ട് ആ സ്നാനക്കടവിൽ പോയി അമ്മാമ്മയ്ക്ക് കൊടുത്തപ്പോൾ ഞാൻ നോക്കുന്നത് അമ്മാമ്മ സ്നാനപ്പെട്ട് വെള്ളത്തിന് ഇങ്ങോട്ട് കയറി വരുന്ന ഭാഗം കാണുന്നത്. എനിക്ക് കൺട്രോൾ ആയാലും എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞാൻ അമ്മാമ്മയെ അടിച്ചവിടെ വെച്ച്. എനിക്ക് അത്രയ്ക്ക് ഇത്, കാരണം നമ്മുടെ എന്തോ എനിക്കത് ഇപ്പോൾ എനിക്ക് ഓർക്കുമ്പോൾ ഭയങ്കര ഇതാണ്. അങ്ങനെ പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ടതിൻ്റെ ഏറ്റവും ഒരു എൻ്റെ ചേച്ചിയുടെ കണ്ണുനീരാണ്. പുള്ളിക്കാരത്തി ഒരുപാട് കരഞ്ഞു. അവരുടെ ചർച്ചക്കാർ എനിക്ക് വേണ്ടി അന്ന് മുതൽ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ഞാൻ എന്നെ ദൈവഭാഗത്ത് കൊണ്ടുവരണം എന്നുള്ള ഇതിൽ അവരെല്ലാവരും എനിക്കൊണ്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അങ്ങനെ ദൈവത്തിൻ്റെ 1984 ഒക്ടോബർ 25-ാം തീയതി ഞാൻ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യം ഒരുക്കി. അന്ന് മുതൽ ഇന്ന് വരെയും ദൈവം എങ്ങനെ ദൈവത്തെക്കുറിച്ച് പറയാൻ എനിക്ക് അതിനുള്ള ശബ്ദം എൻ്റെ കയ്യിലില്ല. അങ്ങനെ ദൈവം നടത്തി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും എല്ലാം പോകാനായിട്ട് വേണ്ടി തുടങ്ങി. എൻ്റെ മനസ്സിൽ വലിയൊരു സന്തോഷം, അത് പറയാൻ എനിക്ക് അറിയത്തില്ല. ആ സന്തോഷം ഞാൻ ഇത്രയും നാൾ ആരാധിക്കുകയും വിളിക്കുകയും ചെയ്ത ആ ദൈവങ്ങൾ ആരും എന്നെ വിടുവിക്കാനായിട്ട് വേണ്ടി ആരും കടന്നു വന്നില്ല. ഞാൻ രക്ഷിക്കപ്പെട്ട് വീട്ടിൽ വന്ന ആദ്യമായിട്ട് ചെയ്ത പരിപാടിയാണ് ആ ഗീവർഗീസ് എൻ്റെ ഫോട്ടോയും മറിയയുടെ ഫോട്ടോയും ആദ്യമായിട്ട് എടുത്ത് പൊട്ടിച്ച ഞാനത്. കാരണം ഇതുങ്ങളൊന്നും എൻ്റെ കഷ്ടതയിൽ എന്നെ സഹായിച്ചില്ല. എന്നുമായിട്ട് യാതൊരു ഇതുമില്ല. എൻ്റെ സങ്കടത്തിലോ അല്ലെ എൻ്റെ കണ്ണുനീരിൻ്റെ അവസ്ഥയ്ക്കോ അവരാരും ഒരു ഇതും തന്നില്ല. അതുകൊണ്ട് ഇനി ഇതുങ്ങളെ ഞാൻ ദൈവമായിട്ട് ആരാധിക്കത്തില്ല. അന്നാണ് എനിക്ക് യേശുവായിട്ടുള്ള ഒരു ബന്ധം എൻ്റെ ജീവിതത്തിൽ ആയത്. അങ്ങനെ അന്ന് മുതൽ പിന്നെ എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണം. ഞങ്ങളുടെ അവിടെയുള്ളവരെല്ലാം പറയും ഇവള് ഒരു പ്രാന്തിയായി എന്ന് പറയും. കാരണം യേശുവിന് വേണ്ടി ഞാനൊരു പ്രാന്തിയായി. എനിക്ക് പിന്നെ ആരും ഞാൻ നോക്കത്തില്ല. എവിടെ പ്രാർത്ഥനയുണ്ടോ ഞാൻ പോകും. അന്നൊന്നും പൈസയൊന്നും ഇല്ല, വണ്ടിക്കൂലിയൊന്നും ഇല്ലെങ്കിലും നടന്നാണെങ്കിലും എത്ര കിലോമീറ്റർ ആണെങ്കിലും നടന്നാണെങ്കിലും പോകും. ആദ്യമായിട്ട് അവിടെ പോയിരിക്കും. അങ്ങനെ ഒരുപാട് ദൈവത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്യാനായിട്ട് വേണ്ടി ദൈവം ആ സമയത്ത് എന്നെ സഹായിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് വീട്ടിലെ അവസ്ഥകൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരുന്നു. എൻ്റെ ഫാദറിന് ഒരു ഇതുമില്ല. അത് ഞാൻ വിശ്വാസത്തിൽ വന്നതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവും വിശ്വാസത്തിൽ വന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടു. പിന്നെ അങ്ങനെ ഞങ്ങൾ 3 പേരും ദൈവഭാഗത്ത് വന്നു. അങ്ങനെ പിന്നെ എൻ്റെ പിതാവിൻ്റെ മദ്യപാനത്തിൻ്റെ ഇതുകൊണ്ട് എനിക്ക് പിന്നെ വീട്ടിൽ നിൽക്കുന്ന എനിക്ക് ഇഷ്ടമില്ല. എന്നിട്ട് ഞാൻ ഓർത്തു ഞാൻ ഏതെങ്കിലും ബൈബിൾ കോളേജിൽ പോകുന്ന ഓർത്തുകൊണ്ട് ഞാൻ ഷാരോൺ ബൈബിൾ കോളേജ് നമ്മുടെ തിരുവല്ലായി പോയി. അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അഡ്മിഷൻ മേടിക്കാനായിട്ട് വേണ്ടി ചെന്നു. അമ്മച്ചി എന്നോട് പറഞ്ഞു അടുത്ത തിങ്കളാഴ്ച നീ വരാൻ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. ആ ഞായറാഴ്ച ഞങ്ങളുടെ കല്ലുമല അച്ചായ, ഞാൻ കല്ലുമല ചർച്ചിൻ്റെ ഇതിലാണ്. അച്ചായൻ ഞങ്ങളുടെ ചർച്ചിൽ വരികയും അച്ചായനോട് പറഞ്ഞു നീ അവിടെ പോകണ്ട, ഞാൻ നിന്നെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ മാവേലിക്കരെ കൊണ്ടുപോവുകയും അവിടെ പിന്നെ ഞാൻ 4 വർഷം അച്ചായൻ്റെ ഭവനത്തിൽ താമസിക്കാനൊക്കെ ദൈവം എനിക്ക് കൃപ ചെയ്തു. അവിടെ വെച്ച് ദൈവവേല എന്താണെന്നും യഥാർത്ഥ ഒരു പിതാവിൻ്റെ സ്നേഹം എന്താണെന്നും ഒക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് വേണ്ടി ദൈവം സഹായിച്ചു. കാരണം ആ കർത്താവിൻ്റെ ദാസനിൽ കൂടെ ഒരു പിതാവിൻ്റെ സ്നേഹം എനിക്ക് മനസ്സിലായി. അതുവരെയും കിട്ടാത്ത ഒരു പിതാവിൻ്റെ സ്നേഹം എനിക്ക്, ഒരു ജഗീയ പിതാവിൻ്റെ ഒരു സ്നേഹം എനിക്ക് അവിടെ കിട്ടി. ആത്മപിതാവിൻ്റെ കിട്ടി. പക്ഷേ അങ്ങനെ അവിടെ വെച്ച് 4 വർഷം ഞാൻ അവിടെ താമസിച്ചു. അവിടെ താമസിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ചർച്ചിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഉപവസിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഉപവസിക്കാൻ പോയി 21 ദിവസത്തെ ഉപവാസം എടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഭയങ്കര സന്തോഷം, ഏതാണ്ട് എനിക്ക് ഭയങ്കര ഒരു ഉത്സവം നടക്കുന്നത് പോലെയുള്ള ഒരു ആനന്ദമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ ഞാൻ ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കയറി. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്കിന് ഉപവാസത്തിൻ്റെ 18ാമത്തെ ദിവസം ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവദാസൻ ഹൈറേഞ്ചിൻ്റെ ആ ഭാഗത്തെങ്ങാണ്ടൊന്ന് വന്നതാണ്. അന്ന് തന്നെ ഇത്രയും ജ്ഞാനോ പരിജ്ഞാനോ ഒന്നും ഇല്ല. അപ്പോഴത്തേക്കിന് ആ കർത്താവിൻ്റെ ദാസൻ വന്ന് ഇതുപോലെ എന്നോട് ദൈവാലോചനയിൽ കൂടി പറഞ്ഞു, നീ ഇതുവരെ കേട്ടിട്ടില്ല, നീ ഇതുവരെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഭാഷ പറയുന്നിടത്ത് ഞാൻ കൊണ്ടുപോയി എൻ്റെ വേല ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് കർത്താവിൻ്റെ ദാസനിൽ കൂടി ഒരു ആലോചന വന്നു. അപ്പം ഞാൻ ഓർത്ത് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചത്, എനിക്ക് മലയാളം അല്ലാതെ വേറെ ഒരു ഭാഷ അറിയത്തില്ല. അപ്പം ഞാൻ ഈ കേരളം വിട്ട് ഞാൻ ഇവിടെ പോകാനാ, അത് ഞാൻ അത്ര ഇതെടുത്തില്ല. ആ ദിവസങ്ങളൊക്കെ ഞാനിങ്ങനെ കിടക്കുമ്പോൾ തന്നെ എനിക്ക് സ്വപ്നം വരും. ഓരോ പാട്ടുകളെല്ലാം എൻ്റെ മനസ്സിൽ, ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത പാട്ടുകളെല്ലാം എനിക്ക് ഇങ്ങനെ കർത്താവ് എന്നെ സ്വപ്നത്തിൽ കൂടെ എനിക്ക് പാടും, എന്നെ കേൾപ്പിക്കും.
അത് പിന്നെ ലോകം എനിക്ക് വേണ്ട, ലോകത്തിൻ്റെ ഇമ്പം വേണ്ട, പോകണം യേശുവിൻ പാതയെ നോക്കി, ആ പാട്ടുകളൊക്കെ. അപ്പം ഈ പാട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. ചില വർഷങ്ങൾക്ക് ശേഷമായിട്ട് പിന്നെ ഞാനത് കേട്ട് നമ്മുടെ നിത്യതയിൽ പോയ ഏലിയാമാമ പുള്ളിക്കാരത്തി ഈ പാട്ട് പാടിയത്, കൺവെൻഷൻ പാടിയത് പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാക്കാതുള്ള രക്ഷ ദൂതറിയിച്ചിടുവാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ആ പാട്ടുകളൊക്കെ അതൊന്നും എന്നൊന്നും ഇങ്ങനെ പാട്ടുകൾ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നു അങ്ങനെയൊക്കെ ദൈവം ഇങ്ങനെ എന്നെ സ്വപ്നത്തിൽ കൂടിയല്ല എന്നെ കാണിച്ചത്. അപ്പം ഞാൻ ഓർത്തു ഏതെങ്കിലും ഒരു കർത്താവിന്റെ ദാസനെ കല്യാണം കഴിച്ച് അങ്ങനെ ചെയ്യുന്ന ഇതാക്കി ആയിരിക്കും ദൈവം എന്നെ കാണിക്കുന്നതെന്നൊക്കെ ഞാൻ അന്ന് ഇങ്ങനെ ഓർത്തു. അപ്പം ഞാൻ അന്നേരം നിശ്ചയിച്ചു, ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു കർത്താവിന്റെ ദാസനെ കല്യാണം കഴിക്കുന്നുള്ളൂ, എനിക്ക് ദൈവവേല ചെയ്യണം. അത് ഞാൻ തീരുമാനിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിനകത്തുണ്ട്, ആരെങ്കിലും സ്ത്രീധനം ചോദിക്കുന്നവരാണെങ്കിൽ ഞാൻ അവരെ കല്യാണം കഴിക്കത്തില്ല. കാരണം നമ്മുടെ നാട്ടിൽ സ്ത്രീധനം ഇല്ലാതെ കല്യാണം ഇല്ല. അങ്ങനെ അപ്പൊ എൻ്റെ വീട്ടിലാണെങ്കിൽ സ്ത്രീധനം കൊടുക്കാൻ ഒരു പൈസ പോലും ഇല്ല. എൻ്റെ പിതാവിന് കിട്ടുന്നത് മൊത്തം കുടിച്ചു തീർക്കാനേ ഉള്ളൂ. ഞങ്ങളുടെ പെൺപിള്ളേർക്ക് വേണ്ടിയായിട്ട് പുള്ളിക്കാരനൊന്നും ഞങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടില്ല. അപ്പൊ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് അന്ന് മുതൽ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ദൈവമേ നീ എനിക്ക് കൃപ തരണം, ദൈവത്തിന്റെ കൃപയില്ലാതെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് എൻ്റെ ചേച്ചിയുടെ കല്യാണമൊക്കെ നടന്നു. ഒരു പൈസ പോലും ഇല്ലാതിരുന്ന സമയത്ത് പോലും ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതായിട്ട് ഞാൻ അമ്മാമ്മയോട് പറഞ്ഞ, അമ്മാമ്മ ഈ സാക്ഷി പറയാൻ പറഞ്ഞായിരുന്നു. പക്ഷെ പുള്ളി പറയുന്നത് കാരണം പുള്ളിക്ക് ഭയങ്കര സങ്കടമാണ്. പുള്ളിക്ക് അറിയുന്ന ഒരു പ്രകൃതിക്കാരിയാണ്. അപ്പോഴത്തേക്കിന് പുള്ളിക്കാരത്തി കല്യാണമൊക്കെ നടന്നു. അതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ടായിരുന്നു. കാരണം ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കുമെന്ന് വചനത്തിൽ കൂടെ ഉണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ദൈവത്തെ മാനിച്ചാൽ ദൈവം നമ്മളെ മാനിക്കുമെന്ന് ഞങ്ങൾ അനുഭവത്തിൽ കൂടെ ദൈവം ഞങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ചേച്ചിയുടെ കല്യാണം നടന്നു. ഒരു പൈസ പോലും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ബന്ധുക്കാർ, അച്ചാച്ചൻ്റെ ആൾക്കാരും ഒരുപാട് പേരുണ്ട്, അമ്മയുടെ ആൾക്കാരും ഉണ്ട്. ആരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനോ അല്ലെ ഒരു നേരത്തെ ആഹാരം ഞങ്ങൾക്ക് കൊണ്ട് തരാൻ ആരും ഞങ്ങൾക്കില്ലായിരുന്നു. പക്ഷെ ദൈവം അല്ലാതെ ഒരു കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് അന്നില്ല. അപ്പൊ ഞങ്ങളോട് ഒരു ആശ്വാസ വാക്ക് പറയാനോ, ഞങ്ങളുടെ വീട്ടിലെ ഈ അവസ്ഥകൾ കണ്ട് എല്ലാവരും മാറി നിൽക്കും. പക്ഷെ ആരും ഞങ്ങളെ അടുത്ത് വന്നൊന്ന് തലോടാനോ ഒരു സ്നേഹത്തിന്റെ ശബ്ദം പറയാനോ ഒന്നും ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു. പക്ഷെ ദൈവത്തെ കണ്ടപ്പോൾ മുതൽ ഞങ്ങൾക്ക് ആ ഒരു ദുഃഖം ഞങ്ങൾക്കങ്ങ് മാറി. ഒരു ദൈവിക ധൈര്യം ദൈവം മനസ്സിൽ തന്നു. ആരും ഇല്ലെങ്കിലും ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. ദൈവം നമ്മളെ അനാഥരായിട്ട് വിടത്തില്ല. ദൈവം ഈ കഷ്ടങ്ങളിൽ കൂടി നമ്മളെ നടത്തും എന്നുള്ള ഒരു വിശ്വാസം ദൈവം തന്നു. അങ്ങനെ എൻ്റെ ചേച്ചിയുടെ കല്യാണം എല്ലാം കഴിഞ്ഞു ഒരു 8 മാസം കഴിഞ്ഞപ്പം ഇതുപോലെ എനിക്കൊരു പ്രപ്പോസൽ കൊണ്ടുവന്നു. നമ്മുടെ നിത്യതയിൽ വിശ്രമിക്കുന്ന നൈനാച്ച എന്ന് പറയും അപ്പച്ചൻ ഇവിടെ 19 വർഷമായി പൂനായിൽ ദൈവവേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നത്. അപ്പം അപ്പച്ചൻ നാട്ടിൽ വരുമ്പോൾ തന്നെ നമ്മുടെ അവിടുത്തെ ചർച്ചിലാണ് വരുന്നത്. അപ്പച്ചൻ എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നു. അത് ഇവിടുത്തേതാണ്. മഹാരാഷ്ട്രൻ പുള്ളിക്കാരൻ. അതുപോലെ തന്നെ മുക്തി മിഷൻ, ഇവിടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത മുക്തി മിഷൻ, ചിലരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, പണ്ഡിത രമാബായി മുക്തി മിഷൻ എന്ന് പറയുന്നത്. അവിടെ അനാഥരും വിധവമാരും അങ്ങനെയൊക്കെ ഉള്ളവർ. ഇവിടെയാണ് നമ്മുടെ ഇന്ത്യ ചരിത്രം പഠിക്കുമ്പോഴത്തേക്കിന് 1905 ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങിയ സ്ഥലമാണ് പണ്ഡിത രമാബായി മുക്തി മിഷൻ. അവിടുത്തെ അനാഥനായിട്ട് വളർന്ന ഒരു പയ്യനായിരുന്നു ഈ എൻ്റെ ഹസ്ബൻഡായിട്ട് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ആ പുള്ളിക്കാരൻ്റെ പ്രപ്പോസൽ എനിക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ എന്നത് എനിക്ക് ദൈവവേല ചെയ്യണം, അപ്പൊ എനിക്കൊരു ദൈവദാസനെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു വിചാരത്തിലേ എൻ്റെ ഇത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഒരു വർഷം ആ വിഷയത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു വർഷം അപ്പോഴത്തേക്കാണ് ഈ ഒരു പ്രവചനം എന്നോടുള്ളത്. നീ ഇതുവരെ കേട്ടിട്ടില്ല, നീ ഇതുവരെ കണ്ടിട്ടില്ല, പറഞ്ഞിട്ടില്ലാത്ത ഭാഷ പറയുന്നിടത്ത് ഞാൻ കൊണ്ടുപോയി എൻ്റെ വേല ചെയ്യിപ്പിക്കുമെന്നുള്ള ആ ദൈവത്തിന്റെ ആലോചന അവിടെ നിവൃത്തിയാകാനായിട്ട് വേണ്ടി ദൈവം എനിക്ക് ഒരു പ്ലാൻ ആയിരുന്നു ഇത്. പക്ഷെ ഇത് നമുക്കറിയത്തില്ല, കാരണം നമ്മുടെ വിചാരമല്ലല്ലോ ദൈവത്തിന്റെ വിചാരം. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പുള്ളിക്കാരനെ നാട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ കണ്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞു ഇത്രയും എൻ്റെ വീട്ടുകാരെല്ലാം ഓപ്പോസിറ്റ്, കാരണം എനിക്ക് ഭാഷ അറിയത്തില്ല. അന്യ ഒരു ദേശത്ത് പോയി അവിടെ പോയി അങ്ങനെ എടുക്കും, അവിടെ ആരുമില്ല. ഈ അപ്പച്ചൻ്റെ വീടല്ലാതെ വേറെ ആരുമായിട്ട് എനിക്ക് പരിചയമില്ല. അപ്പോഴത്തേക്കിന് അപ്പച്ചനുമായിട്ടേ പരിചയമുള്ളൂ, വേറെ ആരുമായിട്ട് പരിചയമില്ല. അപ്പോൾ അവിടെ പോയി എങ്ങനെ താമസിക്കുക എന്നൊക്കെ ഓർത്ത് വീട്ടുകാരെല്ലാം എതിരായിരുന്നു. പക്ഷെങ്കിൽ ആ കല്യാണം 1990 ജൂൺ 21 കല്ലിമല വെച്ച് ഒരു പൈസ പോലും ഞങ്ങളുടെ കയ്യിലില്ല, ഒറ്റ പൈസ ഇല്ല. അപ്പോഴത്തേക്കിന് അന്നാണെങ്കിൽ ഭയങ്കര മഴയുടെ സമയത്തോ. അപ്പോഴത്തേക്കിന് കല്യാണം എല്ലാം നിശ്ചയിച്ചു. ജൂൺ 21 കല്യാണം എന്നുള്ള ഇതില്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിലൊന്നുമില്ല. എനിക്ക് സാരി എടുക്കാനോ അല്ല ഒരു തുണി ഡ്രസ്സ് എടുക്കാനോ ഒന്നും എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോഴത്തേക്കിന് ഒരു വിഷമമില്ല, ഒരു നിരാശയില്ല, ഒന്നുമില്ലെന്നുള്ള ഇത്.
അപ്പോഴത്തേക്കിനുണ്ട് ഒരു കർത്താവിൻ്റെ ദാസൻ ദുബൈയിൽ, ഞങ്ങളുടെ അവിടെ കല്ലുമലയിലെ ഒരു കർത്താവിൻ്റെ ദാസനാ. പുള്ളിക്കാരൻ ദുബൈയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി. അവിടെ വെച്ച് ദൈവാത്മാവ് പുള്ളിക്കാരനോട് സംസാരിച്ചു, എനിക്ക് വേണ്ടി അവിടുന്ന് ഡ്രസ്സ് കൊണ്ടുവരണമെന്ന്. അങ്ങനെ പുള്ളിക്കാരൻ അവിടുന്ന് സാരിയും ബ്ലൗസും എല്ലാം എനിക്ക് വേണ്ടി അവിടുന്ന് കൊണ്ടുവന്ന് ഞങ്ങളുടെ ചർച്ചിലെ ഒരു അങ്കിളുടെ വീട്ടിൽ, ആ അങ്കിൾ ഇന്ന് നിത്യതയിൽ പ്രവേശിച്ച് അമേരിക്ക വെച്ച് ആ അങ്കിളുടെ കൈ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സാലിയുടെ കൊടുക്കണമെന്ന് പറഞ്ഞു ഈ ഡ്രസ്സ്. അപ്പം പിറ്റേ ദിവസം എൻ്റെ കല്യാണമാണ്. തലേദിവസം വരെ എനിക്ക് ഡ്രസ്സില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ ഓർത്ത് ഉണ്ട് അതിൻ്റെ അകത്തൂടി അങ്ങ് പോകാം എന്നുള്ള ഇതിലിരിക്കുമ്പോഴത്തേക്കിനാ. അപ്പം പിറ്റേ ദിവസം രാവിലെ ആ അങ്കിളിൻ്റെ മോൻ വന്നിട്ട് പറഞ്ഞു, സാലിയെ തമ്പിച്ചായ നിനക്ക് കൊണ്ട് തന്നതാന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൈ തന്നു. ഞാൻ തുറന്നു നോക്കുമ്പോൾ എൻ്റെ അളവിലെടുത്ത് തയ്പ്പിച്ചതുപോലെയുള്ള ബ്ലൗസ്. അതിനാൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം എനിക്ക് അവിടുന്ന് ദൈവം തന്നു. അങ്ങനെ ദൈവത്തിന്റെ കരുതല്, കാരണം ദൈവം ഭയങ്കര, നമുക്ക് ദൈവത്തെക്കുറിച്ച് പറയാൻ എനിക്ക് ശബ്ദമില്ല, കാരണം അതുപോലെ ഞാൻ അനുഭവിച്ചറിഞ്ഞു ദൈവത്തെ. അങ്ങനെ പിറ്റേ ദിവസം കല്യാണം നടന്നു. കല്യാണത്തിനാണെങ്കിലും ഒരു പൈസയില്ല. കല്ലുമല അച്ചായൻ, അവിടുത്തെ മാവേലിക്കര ചർച്ച, കല്ലുമല ചർച്ചുകാരാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചത്. അതിനൊക്കെ ഞാൻ എല്ലാവരോടും നന്ദിയാണ്, ദൈവത്തോട് ഒത്തിരി നന്ദിയുണ്ട്. അങ്ങനെ 90-ൽ കല്യാണം നടന്നു. കല്യാണം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന്, കല്യാണം നടന്നു ജൂലൈ 3-ാം തീയതി അവിടുന്ന് ആദ്യമായിട്ട് ഞാൻ ട്രെയിനിൽ കയറുക. ജൂലൈ 3-ാം തീയതി, അതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല. മുഴുവൻ കരച്ചിലായിരുന്നു ട്രെയിനിലിരുന്ന് മൊത്തം. കാരണം എങ്ങനെയുള്ള സ്ഥലത്ത് പോവുക, അതിന്റെ മെയിൻ കാരണം പുള്ളിക്കാരൻ മഹാരാഷ്ട്രയിൽ, ഞാൻ മലയാളി, എനിക്ക് മലയാളം അല്ലാതെ ഒന്നും അറിയത്തില്ല. ആ പുള്ളിക്കാരന് മറാഠി അല്ലാതെ ഒന്നും അറിയത്തില്ല. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പൊ ഞങ്ങൾ സംസാരിക്കുന്നത് എങ്ങനെയാ, അങ്ങനെ ഭയങ്കര ഒരു ഇതായിരുന്നു. ട്രെയിനിലാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റത്തില്ല, കാരണം അറിയത്തില്ല, ഭാഷ അറിയത്തില്ലല്ലോ. പുള്ളിക്കാരൻ എന്നോട് സംസാരിക്കണമെങ്കിലും പുള്ളിക്ക് ഭാഷ അറിയത്തില്ല, എനിക്ക് പുള്ളിക്കാരനോട് സംസാരിക്കണമെങ്കിൽ ഭാഷ അറിയത്തില്ല. അന്ന് ജയന്തിക്ക് 3 ദിവസം എടുക്കും നമുക്ക് ഇവിടെ വരണമെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ വീട്ടിൽ വന്ന് 5-ാം തീയതി ഇവിടെ ഡോണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ട്രെയിനിൽ ഇറങ്ങി വൈകിട്ട്. അപ്പം നമ്മുടെ ഒരു കർത്താവിൻ്റെ ദാസൻ ഉണ്ടായിരുന്നു അവിടെ, ഒരു മലയാളി, വാക്കുടിച്ചാന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി വന്ന് അവരുടെ വീട്ടിൽ അന്ന് ഞങ്ങൾ രാത്രി ഉറങ്ങി. അപ്പം അച്ചായൻ ഞങ്ങളുടെ ഇടയ്ക്ക് ഇരുന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, പറയാനുള്ള കാര്യങ്ങൾ ഒരാൾ ഇങ്ങനെ സംസാരിക്കും. അത് കഴിഞ്ഞ് പിന്നെ 6-ാം തീയതി ഞങ്ങൾ ഇവിടെ പൂനായിൽ, ഞാൻ ഇപ്പം താമസിക്കുന്ന അവിടുത്തെ ഒരു വാടക വീട്, കൊച്ചൊരു വീടായിരുന്നു. വാടക വീട്ടിൽ ഞങ്ങൾ ആദ്യമായിട്ട് താമസിക്കാനായിട്ട് വിട്ടു. എന്നാൽ ഒരു സാധനവും ഞങ്ങളുടെ കയ്യിൽ ഇല്ല, കാരണം പുള്ളിക്കാരനും അനാഥയായിരുന്നു. പുള്ളിക്കാരൻ്റെ കയ്യിലും ഒന്നുമില്ല. പുള്ളിക്ക് ഹോസ്റ്റലിൽ പഠിച്ച് പുള്ളിക്കാരൻ IT ഒക്കെ പാസ്സായി ജോലിക്ക് വേണ്ടി ജസ്റ്റ് പുറത്തോട്ട് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരനും ആരുമില്ല. അപ്പം ഞങ്ങൾ കുടുംബജീവിതം തുടങ്ങിയത് ഒന്നുമില്ലായ്മയിൽ നിന്നായിരുന്നു. ഒന്നുമില്ല, കാരണം എൻ്റെ വീട്ടുകാർ ഒന്നും തരാനില്ലായിരുന്നു, പിന്നെ ഇവിടെ പുള്ളിക്കാരൻ്റെ കയ്യിലും ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഒരു കൊച്ചു വാടക വീട്ടിൽ ഞങ്ങൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം തുടങ്ങി. അതിൻ്റെ തൊട്ടടുത്ത ഈ ഞാൻ പറഞ്ഞ അപ്പച്ചനും അമ്മച്ചിയൊക്കെ താമസിക്കുന്ന അമ്മച്ചി ഇവിടെ മുക്തിമിഷനിലെ ഡോക്ടറായിരുന്നു. അപ്പൊ എന്തോ കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അപ്പച്ചൻ വരും. അപ്പച്ചൻ എല്ലാ ദിവസവും രാവിലെ ഞങ്ങളുടെ വീട്ടിൽ വരും. എന്നിട്ട് ചോദിക്കും എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും, അത് ഞാൻ അങ്ങോട്ട് ട്രാൻസ്ലേഷൻ ചെയ്യാം. ഇങ്ങനെയായിരുന്നു, കാരണം ഞങ്ങൾക്കൊന്നും പറയാൻ അറിയത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ഓരോ ദിവസങ്ങൾ അങ്ങനെ പോയി. ഒരു 4 മാസം കഴിഞ്ഞ് കാണും. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മൂത്ത കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ഇവിടുത്തെ ആഹാരങ്ങളോ അല്ലെ ഇവിടുത്തെ മണങ്ങളോ ഒന്നും എനിക്ക് ഇഷ്ടമില്ല. നമ്മുടെ നാട്ടിൽ ഒരു സമ്മന്തി ആണെങ്കിലും നമുക്ക് ചോറ് കഴിക്കാനായിട്ട് വേണ്ടി പറ്റും. ഇവിടെ ഈ മല്ലിയില അതും ഇതും ഒക്കെ കൂടി ആയിട്ട് ഇതിന്റെ മണം ഒന്നും എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ഭയങ്കര ഇതായിരുന്നു, എനിക്ക് ഭയങ്കര അസുഖങ്ങളായി. അത് ഞാൻ ഹോസ്പിറ്റലിൽ കല്ലുമല അന്നൊന്നും മരുന്നുകളൊന്നും എടുക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ എങ്ങും പോയൊന്നുമില്ല, ഒരു ചെക്കപ്പിനും പോയില്ലൊന്നുമില്ല. അപ്പോൾ 8 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനോട് ഒരു ദിവസം രാവിലെ നോക്കുമ്പോഴേ എനിക്ക് ലീക്കായി, എനിക്ക് പറ്റത്തില്ല. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് വെള്ളം മൊത്തം പോയി, ഞാൻ ലീക്കായിട്ട് എന്നെ അവിടെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഉണ്ട് നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷെ 4 ദിവസം ഒത്തിരി സഹിച്ചു. ഞാൻ മരണം വരെയും കണ്ട ഒരു നിമിഷമായിരുന്നു. അങ്ങനെ ഏതായാലും ദൈവം അതിൽ നിന്ന് തന്നെ വിടുവിച്ചു. അങ്ങനെ ഒരു കുഞ്ഞിനെ ദൈവം തന്നു. അതിനെ ആൺകുഞ്ഞായിരുന്നു. വീട്ടിൽ വന്നതിൻ്റെ 15-ാമത്തെ ദിവസം മനസ്സിലായി ആ കുഞ്ഞിന് ഹാർട്ടിന് പ്രശ്നമാണെന്ന്, ഹാർട്ടിന് ഹോളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ട് നാട്ടിൽ കടന്നു വന്നു. നാട്ടിൽ വന്ന് 9 മാസം കുഞ്ഞിനെയും കൊണ്ട് ഞാൻ നാട്ടിലായിരുന്നു. ISA മെഡിക്കൽ കോളേജിൻ്റെ അപ്പുറത്തെ പിള്ളേരുടെ ഹോസ്പിറ്റലിലെ അവിടെ എല്ലായിടത്തും ഞാൻ കൊണ്ട് നടന്നു. അത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനാണ് 9 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ
മലേറിയ ആയിട്ട് കൂടുതൽ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ടെലിഗ്രാം വന്നു. അന്നൊക്കെ ടെലിഗ്രാം ആയിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു കുഞ്ഞിൻ്റെ കാര്യം. ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെയും കൊണ്ട് യാത്ര ചെയ്യരുത്, ട്രെയിനിൽ എന്തും സംഭവിക്കാം. കാരണം ആ കുഞ്ഞിൻ്റെ കണ്ടീഷൻ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും നോക്കാനുണ്ടെങ്കിൽ പറഞ്ഞു. അങ്ങനെ അന്ന് എൻ്റെ ആങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നു. ആങ്ങളെയും ഫാദറും എൻ്റെ അമ്മയും എല്ലാം കൂടെ കുഞ്ഞിനെ നോക്കാമെന്ന് ഏറ്റു. എനിക്ക് മനസ്സോടെ ഞാൻ ഇങ്ങി പോന്നു, പൂനായിൽ വന്നു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പിന്നെ അവിടുന്ന് ദൈവം പുള്ളിക്കാരനെ വിടുവിച്ചു. പുള്ളിക്കാരൻ വീട്ടിൽ വന്നു. എല്ലാം കഴിഞ്ഞ് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഞാൻ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ, കാരണം മൂത്ത കുഞ്ഞ് അവിടെ ആയിപ്പോയി. എന്നിട്ട് എപ്പോഴും എനിക്ക് കുഞ്ഞിനെ കുറിച്ചുള്ളൊരു ചിന്ത. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പൈസയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നൊക്കെ 300 രൂപ മതി നാട്ടിലൊന്ന് പോകാനായിട്ട് വേണ്ടി. പക്ഷെ അതുപോലും അന്നത്തെ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഇല്ലാതെ ഒരു അനുഭവമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. പക്ഷെ ഈ വിഷയങ്ങളൊന്നും ഞാൻ ആരോടും പറയത്തില്ല. എൻ്റെ പണ്ട് മുതലുള്ളൊരു കാര്യമാണ്. ഞാൻ ദൈവത്തെ അറിഞ്ഞു അന്ന് മുതലുള്ള എൻ്റെ ഒരു വിഷയവും ഞാൻ ആരോടും പറയത്തില്ല. ഞാൻ സ്വന്തമായിട്ട് ദൈവവും ഞാനും മാത്രം. അന്ന് ആണെങ്കിലും ഇന്നാണെങ്കിലും രാത്രിയിൽ എഴുന്നേറ്റ് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഞാൻ രാത്രി എഴുന്നേറ്റ് ഇന്ന് പ്രാർത്ഥിക്കും. എൻ്റെ എല്ലാ കാര്യങ്ങളും സങ്കടങ്ങളും ഞാൻ ദൈവത്തോടെ പറയത്തുള്ളൂ. ഞാൻ മനുഷ്യരുടെ മുമ്പിൽ കരയാൻ പോകുന്നത് എനിക്കിഷ്ടമില്ല. അങ്ങനെ എൻ്റെ കുഞ്ഞിനെ അവിടെ ആക്കി വെച്ച് ഇവിടെ അങ്ങനെ വന്ന് ഒരു 7 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ഞാൻ പ്രഗ്നൻ്റ് ആയി. ആ സമയത്ത് ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെയായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഭാഷയുടെ പ്രശ്നമുണ്ട്. അങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് ഒത്തിരി വിഷയങ്ങളുടെ ഇതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വേറെ ആകാനായിട്ട് വേണ്ടി അങ്ങ് തീരുമാനിച്ചു. പുള്ളിക്കാരൻ തന്നെ തീരുമാനിച്ചു, നമുക്കൊന്നുമില്ല. അപ്പം തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ദൈവമായിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് നീ എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. അപ്പം നീ പറയാതെ അപ്പം എനിക്കിഷ്ടമില്ലാതെ ഞാൻ ഇവിടുന്ന് പോകത്തുമില്ല. അങ്ങനെ ഞാൻ ദൈവമായിട്ടൊരു വഴക്കുണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ ഇത് വഴക്കുണ്ടാക്കുന്ന ഞങ്ങൾ രണ്ടുപേരും മാത്രം അറിയുന്നു, വേറെ ആർക്കും അറിയത്തില്ല. അപ്പം പുള്ളിക്കാരൻ തീരുമാനിച്ചു, ഞങ്ങളുടെ കല്ലുമല അച്ചായൻ ബോംബെക്ക് വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു ജൂലൈ 12-ാം തീയതി എങ്ങാണ്ടാ. അപ്പം 15-ാം തീയതി ഇവിടെ വരുന്നുണ്ട്. അപ്പം അച്ഛൻ എന്ന് ബോംബെക്ക് എവിടെ വന്നാലും എൻ്റെ അടുത്ത് വന്ന് എന്നെ കാണാതെ പോകത്തില്ല. അച്ഛൻ്റെ ഒരു മോളായിട്ട് എന്നെ കരുതിയിട്ടേക്കുന്നത്. അപ്പോഴത്തേക്കിന് അച്ഛൻ എന്നോട് പറഞ്ഞു 15-ാം തീയതി അവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ തീരുമാനിച്ചു എന്നെ 15-ാം തീയതി അച്ഛൻ്റെ കൂടെ അങ്ങ് നാട്ടിൽ പറഞ്ഞു വിടണം. പിന്നെ യാതൊരു ഇതും ഇല്ലെന്നാ. അപ്പം ഞാൻ ഈ വിഷയം അറിഞ്ഞിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. കാരണം എന്തിനാ വിടുന്നെന്നും ചോദിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് കരയാൻ തുടങ്ങി. 12-ാം തീയതി ആയപ്പം അച്ഛൻ ബോംബെ വന്നു. ആ രാത്രി ദൈവം പുള്ളിക്കാരൻ്റെ മനസ്സിൽ ഇടപെട്ടു. പുള്ളിക്കാരൻ എന്നോട് വന്ന് ക്ഷമ പറഞ്ഞു, ഞാൻ നിന്നെ ഒരിക്കലും വിടത്തില്ലെന്നും പറഞ്ഞു. കാരണം നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. കാരണം നമ്മൾ മനുഷ്യരുടെ അടുത്ത് നമ്മൾ അവിടെ ഇവിടെയെല്ലാം ഓടിപ്പോയി കരഞ്ഞു പിഴിഞ്ഞു ഇരിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ദൈവമായിട്ട് കടന്നോളൂ. നമ്മളെ ദൈവമല്ല ഇവിടെ കൊണ്ടുപോകുന്നത്. എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് ദൈവം ഇരിമ്യാവ് പറയുന്നത് പോലെ എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ട് എന്നെ ഓടിച്ച് ഇവിടെ കൊണ്ടുവന്നതാണ്. അപ്പോഴത്തേക്കിന് ഇനിയും ഞാൻ പോകണമെങ്കിൽ ഞാൻ പോകത്തില്ല. ഞാൻ അന്ന് ദൈവമായിട്ട് ഒരു കരാർ എടുത്തു, മരിക്കുന്നെങ്കിൽ ഈ മഹാരാഷ്ട്രയിലാണ്, ജീവിക്കുന്നെങ്കിലും മഹാരാഷ്ട്രയിൽ, ഈ നാട്ടിലോട്ടൊരു ഇതില്ല എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു, മനസ്സിലാക്കി. അപ്പോൾ തന്നെ പിശാച് എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നിന്നെ കൊണ്ടുവന്നതുപോലെ തന്നെ നിന്നെ അങ്ങ് ഞാൻ പറഞ്ഞു വിടൂ എന്നൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമ്മുടെ പക്ഷത്ത്, ദാവീദ് പറയുന്നത് ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമ്മൾ എന്തിനെ പേടിക്കണം. ദൈവം നമ്മളോട് കൂടെയുണ്ട്. പ്രതികൂലം അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും സംഭവിക്കത്തില്ലെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ദൈവം തന്നിട്ടുണ്ട്. അന്ന് മുതൽ ദൈവം ഞങ്ങളുടെ ജീവിതത്തെ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ ഇതുപോലെ ആ കുഞ്ഞ് ഇതുപോലെ 8-ാമത്തെ മാസത്തിലാണ് അവന് 8 മാസം കഴിഞ്ഞ് 9-ാം മാസം തുടങ്ങിയപ്പോഴത്തേക്കും ആ കുഞ്ഞിന് ഡെലിവറി കഴിഞ്ഞു. ആ ഡെലിവറിയുടെ സമയത്ത് ഭയങ്കര ഇതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മരണം. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായി, ഒരു കുഞ്ഞ്. അപ്പം മൂത്ത മോൻ ആ സമയത്ത് ഈ രണ്ടാമത്തെ കുഞ്ഞുണ്ടായി 4 മാസം കഴിഞ്ഞപ്പോഴത്തേന് നിത്യതയിൽ പോയി മൂത്ത മോനെ. അപ്പൊ ഞാൻ അതിനെ കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ ആയിരുന്നു. മരിച്ചതുപോലെ ഞാൻ അറിഞ്ഞില്ല. അന്നൊന്നും ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല, ടെലിഗ്രാം ആയിരുന്നു. അത് മരിച്ച അടക്കം എല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ടെലിഗ്രാം എനിക്ക് കിട്ടുന്നത് തന്നെ. അപ്പോഴത്തേക്കിന് ഞാൻ എടുത്ത് കുഞ്ഞ് പോയിന്ന്. പക്ഷെ ഇന്ന് വരെ അതിനെ എവിടെ ഇട്ടെന്നോ എന്നും ഞാൻ നോക്കിയിട്ടില്ല. കാരണം എനിക്കൊരു വിശ്വാസമുണ്ട് ആ കുഞ്ഞ് ഇന്ന് ദൈവസന്നിധിയിലുണ്ട്. ഞാൻ പോകും, ഞാൻ ദൈവസന്നിധി ചെല്ലുമ്പോൾ ആ കുഞ്ഞിനെ നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞായിട്ട് ഞാൻ അവിടെ കാണും എന്നുള്ളൊരു വിശ്വാസം എൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ശവക്കോട്ടയിൽ പോയെങ്കിൽ എവിടെ ഇട്ടെന്നോ എങ്ങനെ ഇട്ടെന്നോ ഒന്നും ഞാൻ ഇന്നുവരെയും തിരക്കിയിട്ടില്ല. ഞാൻ പോയി കണ്ടിട്ടുമില്ല. ഞാൻ ഓർക്കുമായിരുന്നു ഒരു കുഞ്ഞ് മരിച്ചപ്പോഴത്തേക്കിന് ആ അമ്മ അടുത്തില്ലാത്ത ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കും വേണമെങ്കിൽ. ഞങ്ങൾ രണ്ടുപേരും പോയില്ല, അപ്പനും അമ്മയും പോയില്ല. അവരാ കാര്യങ്ങളെല്ലാം നടത്തിയതും.
അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ കുഞ്ഞുണ്ടായി. 4-ാമത്തെ മാസം മോൻ പോയി. ആ, ഈ എൻ്റെ 2-ാമത്തെ ഡെലിവറിക്കും ഭയങ്കര പ്രയാസമായിരുന്നു. അന്ന് ഇവിടെ മുക്തിമിഷനിൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞ ഹോസ്പിറ്റലിലാണ്. അന്ന് ഇവിടെ സിസറിൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 4 ദിവസമായിട്ടും ഭയങ്കര വേദന, പക്ഷെ കുഞ്ഞ് പുറത്തോട്ട് വരുന്നില്ല. അങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇരുന്നപ്പോഴത്തേക്കിനും അമ്മച്ചി ഇവിടെ ഡോക്ടറായിട്ടിരിക്കുന്ന അമ്മച്ചി എന്നോട് വന്ന് പറഞ്ഞു, സാലി ഇന്നും കൂടെ നോക്കും, ഇന്ന് പറ്റിയില്ലെങ്കിൽ സാലിയെ പൂനെക്ക് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി എനിക്ക് ഭാഷ അറിയത്തില്ല, അവിടെ ചെന്ന് ഡോക്ടർമാരും നഴ്സുമാരൊക്കെ എന്നോട് വല്ലതും ചോദിക്കണം, ഞാൻ അവരോട് എന്തോ പറയുന്നത് എന്നോർത്ത് ആ രാത്രി ഇതുപോലെ ഇന്ന് 4-ാമത്തെ രാത്രിയാണ്. പിറ്റേ ദിവസം നേരം വിളക്കുമ്പോൾ എന്നെ പൂനെക്ക് വിടുമെന്ന് അമ്മച്ചി പറഞ്ഞു. ആ രാത്രി ഞാൻ ഒട്ടും ഉറങ്ങില്ല. ഞാൻ ദൈവസന്നിധി ഇന്ന് കരയാൻ തുടങ്ങി. വേദനയുണ്ട് ഒരു ഭാഗത്ത്, കരയാൻ തുടങ്ങി. അങ്ങ് കരഞ്ഞ് രാത്രി 2:30 ആയപ്പോഴത്തേക്കിന് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അമ്മച്ചി ചുമ്മാതെ അങ്ങോട്ടൊന്ന് വന്നതാ. അപ്പൊ അമ്മച്ചി വന്ന് എന്നെ നോക്കിയപ്പോഴത്തേനുണ്ട് ഡെലിവറി. ആ സമയത്ത് ദൈവം എന്നോട് പറഞ്ഞു, ഈ കുഞ്ഞിന്റെ പേര് നീ ജെയ്സൺ ഇടണമെന്ന് പറഞ്ഞു. കാരണം ഇതൊരു വിജയമാണ് നിന്റെ ജീവിതത്തിൽ നിന്ന്. കാരണം അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ രണ്ടുപേരും വേറെ പോകാനൊക്കെ ഒരുങ്ങിയതല്ല. ആ അവസ്ഥയിലൊക്കെ ദൈവം ഒരു വിജയം തന്നത്. അതുകൊണ്ട് ഇവനെ ജെയ്സണിന് പേരിടണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത്, ഞാൻ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ കേൾക്കണമെന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ നമ്മുടെ മുക്തിമിഷനിൽ ജോലി ചെയ്യുന്ന ഒരു ചിന്നമാമയുണ്ട് നാട്ടില്. അപ്പം പുള്ളിക്കാരത്തി നാട്ടിലെ കല്യാണം കഴിഞ്ഞ നാട്ടിൽ അന്ന് ഇവിടെ ഉണ്ട്. പുള്ളിക്കാരത്തി രാവിലെ വന്ന് എന്നോട് പറഞ്ഞു, സാലി കുഞ്ഞിനെ ജെയ്സണിന് പേരിടണമെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരത്തിയുടെ മനസ്സിൽ ദൈവം ആ പ്രേരണ തന്നെ കൊടുത്തു. അങ്ങനെ എൻ്റെ 2-ാമത്തെ മോനെ ജെയ്സണിന് പേരിട്ടു. എന്നെ പരിചയപ്പെടുത്തി ലാലി സിസ്റ്ററിന്റെ മരുമകനായിട്ട് ഇപ്പം എൻ്റെ മോനെ. അങ്ങനെ 2-ാമത്തെ മോൻ കിട്ടിയ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒരു കുഞ്ഞ് നിത്യതയിൽ പോയി. അന്നേരം ഞാൻ ഓർത്തു, ദൈവമേ എനിക്ക് തന്നെ കുഞ്ഞുങ്ങൾ. അപ്പം ആദ്യത്തെ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് ഒരു ഇച്ചിരി എൻ്റെ മനസ്സ് ഇച്ചിരി ഒരു ഇതായിപ്പോയി. കാരണം ദൈവം എനിക്ക് തന്ന കുഞ്ഞ് ഇങ്ങനെ അസുഖങ്ങളായി, പിന്നെ ഇങ്ങനെയായി, ഒരു ഇതായിപ്പോയി. ഞാൻ ദൈവമായിട്ടുള്ള കരാറൊക്കെ ഒരു ഇച്ചിരി ഇതാക്കി. അപ്പോഴത്തേക്കും 2-ാമത്തെ കുഞ്ഞിനെ തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ദൈവമായിട്ടുള്ള ആ കരാറ് പിന്നെ ദൈവം എനിക്ക് തന്നു. ഒന്ന് പോയെങ്കിൽ ഒന്നിനെ ദൈവം എനിക്ക് തന്നല്ലോ എന്നുള്ള ആ നന്ദിയോടുകൂടി പിന്നെ ഞാൻ എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം പിന്നെ മുമ്പോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ, ഞാൻ പറഞ്ഞല്ലോ ഭാഷയുടെ പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി, ദൈവമേ നീ എന്നെ ദൈവവേലയ്ക്കായിട്ട് ഇവിടെ കൊണ്ടുവന്നതാ. ഇപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു 5 വർഷത്തോളം ആകുന്നു. നീ എനിക്ക് ഭാഷ അറിയത്തില്ല. ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ ജീവിതം വേണ്ട. ഒന്നെങ്കിൽ നീ എന്നെ ശുദ്ധീകരിച്ച് നീ എടുക്കുക, അല്ലെങ്കിൽ നീ എന്നെ ഭാഷ പഠിപ്പിക്കുക. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നീ ചെയ്യേ. എനിക്ക് കുറെ തിന്നണം, കുടിക്കണം, അല്ലെ വീട്ടുജോലികൾ ചെയ്യണം, അങ്ങനെയല്ല. അത് ചെയ്യണം, അത് വേണം, വേണ്ടെന്നല്ല. പക്ഷെങ്കിൽ നീ എന്നെ എന്ത് ഉദ്ദേശത്തോടു കൂടി വിളിച്ച് വേർതിരിച്ചോ ആ ഉദ്ദേശം എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമാക്കണം. ഒരാത്മാവിനെയെങ്കിലും ദൈവസന്നിധി നേടാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ജീവിതം വ്യർത്ഥമാ. അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട. നീ അതുകൊണ്ട് ഞാൻ ശുദ്ധീകരിക്കണം, നീ എന്നെ എടുക്കണം, അല്ലെ എന്നെ ഭാഷ പഠിപ്പിക്കണം. ദൈവമായിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്ന് മുക്തിമിഷനിലെ ടൈലറിങ്ങിന്റെ കോഴ്സ് ഉണ്ട്, മറാഠി കോഴ്സ്. അപ്പൊ ഞാൻ ഓർത്തു അവിടെ പോയി എനിക്ക് മറാഠി ഒന്നും അറിയത്തില്ല, എന്നാലും ജോയിന്റ് ചെയ്യാം, ഏതെങ്കിലുമൊക്കെ ഇച്ചിരിയൊക്കെ ഭാഷ പഠിക്കാൻ പറ്റുമല്ലോ എന്നുള്ള ഇതിൽ ഞാൻ അവിടെ പോയി ജോയിന്റ് ആയി. അങ്ങനെ 1.5 വർഷം അവിടെ പഠിച്ചപ്പം കുറെ ശബ്ദങ്ങളൊക്കെ എനിക്ക് കിട്ടി. ഇങ്ങനെ അവരിപ്പോ ചോദിക്കുന്നതിന് ഉത്തരം പറയാനൊക്കെ ഒരുവിധമൊക്കെ, എന്നാലും കണ്ടിന്യൂ ആയിട്ട് നമുക്ക് പറയാനൊന്നും അറിയത്തില്ല. കണ്ടിന്യൂ ആയിട്ട് നമ്മൾ മലയാളം സംസാരിക്കുന്ന പോലെ സംസാരിക്കാനൊന്നും അറിയത്തില്ല. 1-2 ഭാഷകളൊക്കെ പഠിക്കാൻ പറ്റി. അങ്ങനെ പോകാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ ആത്മാവ് നിറഞ്ഞ. അപ്പൊ എനിക്ക് ആരാധനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയൊന്നും ആരാധനയ്ക്ക് ആരും, ഇവിടെ അങ്ങും അടുത്തെങ്ങും ആരും ഇല്ല, ഒരു മലയാളികൾ പോലും ഇല്ല. അതുപോലെ തന്നെ മുക്തിമിഷനിൽ പണ്ട് ദൈവാത്മാവ് ഇറങ്ങിയത്, ഇന്ന് അവിടെ ആരാധനയൊന്നുമില്ല, ഒരു ബ്രദറിന്റെ ഉപദേശമായിട്ട് പോകും അവരെ. അപ്പം എന്നെ പഠിപ്പിക്കുന്ന ടീച്ചർ നല്ലപോലെ ആരാധിക്കുന്ന. ഞങ്ങൾ രണ്ടുപേരും ക്ലാസ്സിനേക്കാളും കൂടുതൽ ആരാധിക്കാം. പുള്ളിയുടെ റൂമിൽ പോയിരുന്നോണ്ട് ഞങ്ങൾ 2 പേരും ഇരുന്നോണ്ട് ആരാധിക്കും. എനിക്ക് ആരാധിക്കാനുള്ള ഇതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് പഠിക്കാനും അനുഭവിക്കാനും ഒക്കെ ദൈവം സഹായിച്ചു. അങ്ങനെ ഇത് കഴിഞ്ഞു 2000 ആയി. 2000 ആയപ്പോഴത്തെ ഞാൻ ദൈവമായിട്ട് പിന്നെ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. എനിക്കിത് വേണ്ടപ്പം 10 വർഷമായി. ഞാൻ പറ്റത്തില്ല ദൈവമേ, എനിക്ക് ഒന്നെങ്കിൽ നീ എന്നെ എന്തെങ്കിലും ചെയ്യാൻ. അതിനോടെ ഒരു മോളും കൂടെ ദൈവം എനിക്ക് തന്നു. 4 വർഷം കഴിഞ്ഞപ്പം ഇന്നിപ്പോൾ ആ മോളുടെ കല്യാണം നടന്നു. അവള് നാട്ടില് ചിലരൊക്കെ അറിയുമായിരിക്കും, എബി പാസ്റ്റർ, പത്തനാപുരം പാസ്റ്റർ എബി പാസ്റ്റർ ഒരു കൺവെൻഷൻ പ്രാസിങ്ങിന് പുള്ളിക്കാരൻ്റെ മൂത്ത മോനുമായിട്ട് എൻ്റെ മോളുടെ കല്യാണം നടന്നു. ഇന്ന് അവർ കുടുംബമായിട്ട് നാട്ടിലുണ്ട്. അങ്ങനെ
കല്യാണം പിന്നെ ആ സമയത്ത് ഞാൻ ദൈവമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ രാത്രി 1:30 ആകുമ്പം പ്രാർത്ഥിക്കാൻ എഴുന്നേക്കും. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞുമ്പോഴത്തേന് ആ സമയം ഞാൻ ദൈവത്തിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്നതാ. ഒരു ദിവസം ഞാൻ ഇങ്ങനെ രാത്രി 1:30 ആയപ്പം പ്രാർത്ഥിക്കാനായിട്ട് വേണ്ടി എഴുന്നേറ്റു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനായിട്ട് തുടങ്ങിയത് എനിക്കറിയാം. എൻ്റെ കണ്ണിൽ കൂടി അങ്ങ് കണ്ണുനീര് ഒഴുകുക. എന്നതിനാണെന്നൊന്നും എനിക്കറിയത്തില്ല. 1 മണിക്കൂർ ഞാനിരുന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു TV പോലും ഇതെൻ്റെ മുമ്പിൽ. അപ്പോഴത്തേക്കിന് അതിൻ്റെ അകത്തെ പൊട്ട് തൊട്ടവരും അല്ലാത്തവരും എല്ലാം ഒരുപാട് പേരെ എന്നെ ഇങ്ങനെ കാണിക്കുക. എൻ്റെ കണ്ണ് തുറന്നിരിക്കുക, പക്ഷെ ഇങ്ങനെ കാണിക്കുക. എന്നിട്ട് പറയും, ഇതുങ്ങളുടെയൊക്കെ നാശത്തിന് ഉത്തരവാദി ആരാ? ഒരു എസ്തേറിനെ പോലെ നീ ഇവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യാൻ നീ തയ്യാറാണോ എന്ന് ഒരു വലിയൊരു ശബ്ദം എൻ്റെ ചെവിക്കകത്ത്. ആ സമയത്ത് എനിക്കറിയത്തില്ല, ആ അനുഭവം എനിക്ക് ഇപ്പോഴും വിവരിക്കാൻ പറ്റത്തില്ല. ആ അനുഭവം വന്നു. ഞാൻ ഉടനെ തന്നെ മുട്ടയിൽ അങ്ങ് ഇരുന്ന് ഞാൻ കമഴ്ന്ന് അങ്ങ് വീണിട്ട് ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി എന്ത് വേണേലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ നീ എന്നെ ഭാഷ പഠിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ 1:30 എഴുന്നേറ്റ് ഞാൻ 4:30 വരെ ആ ഒറ്റ ഇരിപ്പ് അവിടെ അങ്ങ് ഇരുന്നു. അന്ന് രാത്രി ഉറങ്ങിയില്ല. ആ ഒരു അനുഭവം എനിക്ക് ഇപ്പോഴും വർണ്ണിക്കാൻ പറ്റത്തില്ല. അതുപോലെ അതിന് മുമ്പ് എനിക്കറിയാവുന്ന നാട്ടിലെ പാസ്റ്റർമാരെ, ചർച്ചകളെ എല്ലാവർക്കും വേണ്ടി പേരായിട്ട് പ്രാർത്ഥിക്കാം. പക്ഷെ ഞാൻ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കാരണം എനിക്ക് അതിനോടുള്ളൊരു ഇത് വന്നിട്ടില്ലായിരുന്നു. അന്ന് എനിക്ക് ഭയങ്കര ഒരു ഇതായിപ്പോയി. ആ അനുഭവം എനിക്ക് ഇപ്പോഴും വർണ്ണിക്കാൻ പറ്റത്തില്ല, ഒരു അനുഭവം. അത് ഞാൻ നേരം വെളുത്തു. പുള്ളിക്കാരന് രാവിലെ പൂനെക്ക് ജോലിക്ക് പോകണം. ഞാൻ എല്ലാ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി, ഡബ്ബ എല്ലാം ഉണ്ടാക്കി പുള്ളിക്ക് കൊടുത്ത് വിട്ടേച്ച് എൻ്റെ മുമ്പിൽ ഒരു പുള്ളിക്കാരത്തെ താമസിക്കും. ഞാൻ പുള്ളിക്കാരത്തെ വിളിച്ചു. അപ്പൊ എനിക്ക് ഇച്ചിരി അറിയത്തുള്ളൂ. അതിനോട് അറിയാവുന്ന ഭാഷയിൽ ഇംഗ്ലീഷും ഹിന്ദി എല്ലാം കൂടെ മിക്സ് ചെയ്ത് പുള്ളിക്കാരത്തോട് പറഞ്ഞു, ഇതുപോലെ ഒരു രാത്രി എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരത്തിൽ ദൈവത്തിന്റെ ആ സ്പർശം ഉണ്ടായിട്ടോ പുള്ളിക്കാരത്തെയും കരയാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും കൂടെ മുറ്റത്തിരുന്ന് 1 മണിക്കൂർ ഇങ്ങനെ ഞങ്ങൾ കരയുന്ന എന്തിനാന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. അങ്ങനെ ആ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു അത് ഞങ്ങളുടെ ജീവിതത്തിൽ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത്, ഇനി എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഭാഷ അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ ഞാൻ പറ്റത്തില്ല. വീട്ടിനകത്ത് ഒരു മുറിക്കകത്തിരുന്നതുകൊണ്ട് ഭാഷയുടെ പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും പ്രയോജനപ്പെടണം എന്നുള്ളൊരു മനസ്സിനകത്ത് ഒരു പ്രേരണ എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുക്തി മിഷനിൽ ഒരു ഡോക്ടർ ഗുപ്ത എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഇപ്പം നിത്യതയിൽ വിശ്രമിക്കുന്നു. പുള്ളിക്കാരത്തി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു, ലേഡീസ് മീറ്റിംഗാ. അപ്പൊ ആ പുള്ളിക്കാരത്തി നോട്ടീസ് കൊണ്ട് തന്നിട്ട് പറഞ്ഞു, നീ വരണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ വന്നിട്ട് എന്നെ എടുക്കാൻ, അവിടെ മറാഠിയും ഇതൊക്കെ കടിച്ചപ്പെട്ടാത്ത മറാഠിയൊക്കെ പറയുന്നത്, അവിടെ വന്നാൽ എനിക്കൊന്നും മനസ്സിലാകത്തില്ല. അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിരിഞ്ഞു. പക്ഷെ പ്രാർത്ഥിച്ചു, ആ വിഷയത്തിന് ആ മീറ്റിംഗ് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അവിടെ വരുന്നവർക്ക് വേണ്ടി അനുഗ്രഹമായി തീരട്ടെ എന്ന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാ എന്നോട് പറഞ്ഞു, നീ അവിടെ പോകും, മലയാളം നിനക്ക് എങ്ങനെ മനസ്സിലാക്കുന്നോ അങ്ങനെ ഞാൻ ആ മറാഠി നിന്നെ മനസ്സിലാക്കുമെന്ന് ദൈവാത്മാവ് എന്നെ കാണിച്ചു. ആ പ്രകാരം ഞാൻ ആ 3 ദിവസത്തെ മീറ്റിങ്ങിന് അവിടെ പോയി. മീറ്റിംഗ് എനിക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു. 3-ാമത്തെ ദിവസം അതുപോലെ തന്നെ ഒരു ദൈവവേലയ്ക്ക് വേണ്ടി ആർക്കെങ്കിലും സമർപ്പിക്കാനുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. ഞാൻ അന്ന് എഴുന്നേറ്റിരുന്ന തന്നെ പുതുതായിട്ട് പിന്നെ ദൈവസന്നിധി ഞാൻ സമർപ്പിച്ചു, ഞാൻ ദൈവവേല ചെയ്യുമെന്ന്. അന്ന് അവിടെ വെച്ച് ഞാൻ വേറെ 4 പേരുമായിട്ട് പരിചയപ്പെട്ടു. അപ്പൊ അവരും ഒരാളതിനകത്ത് ബൈബിൾ ട്രെയിനിങ്ങിൽ എടുത്തായിരുന്നു. വേറെ 3 പേര് അവർ ചേടത്തി, അനിയത്തി, നാത്തൂന, അങ്ങനെ അപ്പൊ ഞാൻ അവിടെ വെച്ച് തീരുമാനിച്ചു, നമ്മൾ ആഴ്ചയിൽ ഒരിടത്ത് എങ്ങനെയെങ്കിലും ഒന്നിച്ച് കൂടി വരണം, നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ അന്ന് അവിടെ വെച്ച് തീരുമാനം എടുത്തു. അങ്ങനെ വെള്ളിയാഴ്ച ദിവസം ആ പിള്ളേരുടെ വീട്ടിൽ വെച്ച് ഇവിടെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ തുടങ്ങി. പ്രാർത്ഥന കേട്ടുകൊണ്ട് അയൽവക്കംകാരും അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങി. ആത്മാവിന് വലിയ ശക്തി അവിടെ വെളിപ്പെടാൻ തുടങ്ങി. അപ്പൊ എൻ്റെ കൂടെ വരുന്നത്, എനിക്ക് പാടാനും അറിയത്തില്ല, അതുപോലെ തന്നെ വചനം പറയാനോ ഒന്നും നമുക്കറിയത്തില്ല. ഞാൻ പോകുന്നിടത്തന്നെ എനിക്ക് ആരാധിക്കാനുള്ള ഒരു ഇതിലാണ് ഞാൻ പോകുന്നത്. അപ്പൊ എൻ്റെ കൂടെ ഉള്ള ഒരു പുള്ളിക്കാരത്തി, അവള് ജൂലി എന്ന് പറയാം, അവള് ബൈബിൾ ട്രെയിനിങ് എടുത്തതാ. അപ്പൊ ആരാധനയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവൾ ഒരു 1/4 മണിക്കൂർ നേരം ദൈവവചനം സംസാരിക്കും. അങ്ങനെയാ 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് 2 മാസം കഴിഞ്ഞു പ്രാർത്ഥനയ്ക്ക്. അപ്പോഴത്തേക്കിന് മുക്തി മിഷനിലെ പാസ്റ്റർ അവരെല്ലാവരും ഒബ്ജക്ഷൻ എടുക്കാൻ തുടങ്ങി, നിങ്ങൾ വേറെ ചർച്ച് തുടങ്ങാൻ പോവുക, അങ്ങനെ എങ്ങനെയാണെന്നെല്ലാം കൂടെ ഭയങ്കര ഇതുണ്ടായി. ഞങ്ങൾ പറഞ്ഞു, ചർച്ച് തുടങ്ങുമല്ല, ഞങ്ങളെ ഒരു ആത്മീയമായിട്ടൊരു കൂട്ടായ്മ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ആ പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥന എടുക്കുക, നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക, അതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ വചനം പറയരുതെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് അന്ന് അതിൻ്റെ പരിജ്ഞാനൊന്നും എനിക്കറിയത്തില്ല, വചനം എന്തിനാ പറയുക, കാരണം വചനം പറഞ്ഞ സത്യം മനുഷ്യർക്ക് മനസ്സിലാകും.
മനസ്സിലാകും. കാരണം അവർ അന്യഭാഷയിൽ ഇപ്പൊ ആരാധിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ല. അപ്പൊ അത് മറ്റുള്ളവർക്ക് വെളിപ്പെടരുത്, അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കും പുള്ളിക്കാരൻ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല. അപ്പൊ ഞങ്ങള് പ്രാർത്ഥനയ്ക്ക് പോകും. അങ്ങനെ വന്നിരിക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ ദൈവാത്മാ എന്നോട് പറഞ്ഞു, ഞാൻ ജോലി ആ സ്ഥാനത്തുനിന്ന് മാറ്റി നിന്നെ അവിടെ ആക്കാൻ പോവാന്ന്. ഞാൻ പറഞ്ഞു, ദൈവമേ അത് നടക്കത്തില്ല, കാരണം ജോലിക്ക് സുന്ദരമായിട്ട് മറാഠി സംസാരിക്കും, ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ എന്തോ പറയാനാ, എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദൈവം നമ്മളോട് പറഞ്ഞെങ്കിൽ അത് സത്യമേ പറയത്തുള്ളൂ, ദൈവം ഒരിക്കലും കള്ളം പറയത്തില്ല. 2 മാസം കഴിഞ്ഞപ്പോൾ അവള് ഒരു ബൈബിൾ ട്രെയിനിങ്ങിന് വേണ്ടി പിന്നെ അവൾ അങ്ങ് പോയി. ആ സ്ഥലത്ത് ഞങ്ങൾ പറഞ്ഞു, നമുക്ക് വചനം പറയാൻ ആരും ഇല്ലെങ്കിലും നമുക്ക് പോയി പാട്ട് പാടാം, ആരാധിക്കാം, ആരുടെയും വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്ക് എഴുന്നേറ്റ് പോരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെയും ആ പ്രാർത്ഥനയ്ക്ക് പോയി. പ്രാർത്ഥന അപ്പോൾ ഒരുപാട് പുതിയ പുതിയ ആൾക്കാർ, ഹിന്ദുക്കൾ വന്നുകൊണ്ടിരിക്കുക. അവരുടെ 2 മുറി, കിച്ചൺ എല്ലാം നിറഞ്ഞ ആൾക്കാർ, ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. എന്നും ദൈവത്തിന്റെ എന്തോ ഒരു പ്രവർത്തികൾ അവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അന്ന് ആ ജോലിയിൽ ആദ്യത്തെ പ്രാർത്ഥന അവിടെ ചെന്ന് വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ ആരാധന എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ദൈവത്തിന്റെ ഒരു വലിയ ഒരു ശക്തി എൻ്റെ മേൽ വന്നിട്ട് എന്നെ എഴുന്നേൽപ്പിച്ചിട്ട് അന്ന് ആദ്യമായിട്ട് മറാഠി സംസാരിച്ചു. ഞാൻ അവിടെ ഇരുന്ന ആൾക്കാരുടെ പേരെടുത്ത് ദൈവം സംസാരിച്ചു. എനിക്കറിയത്തില്ല, അവരുടെ പേര് പോലും എനിക്കറിയത്തില്ല, പക്ഷെ ദൈവാത്മാവ് അവരുടെ വിഷയങ്ങളെല്ലാം അന്ന് വെളിപ്പെടുത്തി. പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് ആ വചനം, യെശയ്യായുടെ പുസ്തകത്തിനകത്തെ ഒരു വചനമായിരുന്നു അന്ന് ഞാൻ ആദ്യമായിട്ട് എടുത്തത്. പിന്നെ ആ വചനത്തിൽ കൂടെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനുണ്ടോ ഒരുപാട് പേരുടെ പേരുകൾ ദൈവാത്മാവ് വെളിപ്പെടുത്തി, അവരുടെ വിഷയങ്ങൾ വെളിപ്പെടുത്തി. അത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നടന്ന ഒരു ദൈവത്തിന്റെ ഒരു വിടുതലായിരുന്നു, ആദ്യമായിട്ട് നടന്ന ഒരു അവസ്ഥയാണ്. അത് കഴിഞ്ഞ് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഇരുന്ന് കഴിഞ്ഞപ്പം അവർ വന്ന് എന്നോട് മറാഠി ചോദിച്ചിട്ട് എനിക്കൊന്നും പറയാൻ അറിയത്തില്ല, എനിക്ക് മറാഠിയെ അറിയത്തില്ല. അപ്പൊ അവര് പറഞ്ഞു, നീ കള്ളത്തരം പറയുക. ഞാൻ പറഞ്ഞു, കള്ളത്തരം അല്ല, എനിക്ക് അറിയത്തില്ല. കാരണം ആ സമയത്ത് ദൈവാത്മാവ് സംസാരിച്ചു, അതുകൊണ്ട് അങ്ങനെ മുമ്പോട്ട് പോയി. അത് പിന്നെ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. ആ പ്രാർത്ഥന പിന്നെ ഞങ്ങള് ആഴ്ച 2 ദിവസമാക്കി, 3 ദിവസമാക്കി, ഇപ്പൊ ആഴ്ച എല്ലാ ദിവസവും പ്രാർത്ഥന. എല്ലാ ദിവസവും പ്രാർത്ഥനയുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥന എല്ലാ ദിവസവും കൂടിവരവുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എന്തായാലും ഓർത്ത് ഇവിടെ ഏതെങ്കിലും ഒരു ചർച്ചുമായിട്ട് ഇനി ജോയിന്റ് ചെയ്യണം, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. അപ്പൊ ആൾക്കാരൊക്കെ ഒരുപാട് വരാൻ തുടങ്ങി. അങ്ങനെ ഉള്ള അവസരം ഇരിക്കുമ്പോഴത്തേക്കിനാണ് ഒരു ദിവസം അവിടെ പ്രാർത്ഥനയ്ക്ക് എന്നുകൊണ്ടിരിക്കുമ്പം ഒരു റോമൻ കത്തോലിക്കുന്ന ഒരു പുള്ളിക്കാറ്റി അവിടെ വന്നു, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നു. അന്ന് ദൈവാത്മാവിന്റെ എന്തോ ഒരു വലിയൊരു നടത്തിപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുക. അന്ന് ദൈവാത്മാവ് സംസാരിച്ചു, നിങ്ങളുടെ പ്രഥമ സന്തതിയെ പിള്ളേരെ നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, അവരുടെ ജീവിതത്തിൽ എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണിച്ചു. അപ്പൊ ഞങ്ങളെല്ലാവരും ഇരുന്നുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പൊ ഈ പുള്ളിക്കാരത്തി ഇങ്ങനെ നോക്കിയിരിക്കുക. ഞാൻ അവരോട് 2-3 പ്രാവശ്യം പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കും, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി കേട്ടില്ല. പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് അന്ന് എന്തോ സംഭവിക്കുന്നതായിട്ട് ദൈവം കാണിച്ചു. അത് ദൈവാത്മാവിൽ കൂടെ അവിടെ സംസാരിച്ചു. അന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരത്തി വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കുക, അവൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയതാ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അവനെ വിടണം, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷെ പ്രാർത്ഥിക്കാൻ എനിക്കൊരു നടത്തിപ്പായിട്ട് കാണുന്നില്ല, കാരണം എന്തോ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായിട്ട് ദൈവം എന്നെ കാണിച്ചു. അപ്പോഴത്തേക്കിന് ഞങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴത്തേനും അവര് എൻ്റെ കൂടെ ആരാധനയ്ക്ക് അവിടെ എടുത്തു പോയി പ്രാർത്ഥിപ്പിച്ചു. ഞാനിങ്ങി പോരും, എനിക്ക് അന്ന് അർജന്റ് വീട്ടിൽ പോരണമായിരുന്നു. അപ്പൊ ഞാനിങ്ങി പോന്നു. ഇത് വെള്ളിയാഴ്ച നടക്കുന്നു. പിന്നെ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്കൊരു മെസ്സേജ് വന്നു, അവരുടെ മോനെ കിണറ്റി വീണ് മരിച്ചു പോയെന്നും പറഞ്ഞുകൊണ്ട്, ഈ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ. അപ്പൊ അതൊരു ഭയങ്കര ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അന്ന് ഞാൻ ഈ അപ്പച്ചൻ, ഞാൻ പറഞ്ഞു എന്നെ ഇവിടെ കല്യാണം നടത്തി ഇവിടെ കൊണ്ടുവന്ന അപ്പച്ചൻ്റെ മോനുമായിട്ടാണ് ഞാൻ അന്ന് പുള്ളിയുടെ അണ്ടറിനകത്ത് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന പോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ വരണമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ എന്നെ അന്ന് നമ്മൾ മനുഷ്യരിൽ വിശ്വാസം ഇട്ടെങ്കിൽ നമ്മൾ ലജ്ജിക്കുന്ന ദൈവവചനം എരിമാവിന്റെ പുസ്തകത്തെ പറയുന്നത് കറക്റ്റാ. നമ്മൾ മനുഷ്യരിൽ ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത്, അവരെ ആശ്രയിക്കരുത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ അത്ഭുതകരമായിട്ട് വിടിവിക്കും. അപ്പൊ ഞാൻ വെള്ളിയാഴ്ചയായിരുന്നു എൻ്റെ ഉപവാസമായിരുന്നു. ഞാൻ വെള്ളിയാഴ്ച മുതൽ ഉപവാസമായിരുന്നു എൻ്റെ. ഞായറാഴ്ച ഈ ഉച്ചയ്ക്ക് സംഭവം നടക്കുന്നു. ഞാൻ അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ ഓടിപ്പോയി. അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഭയങ്കര ആൾക്കൂട്ടമാണ്. അപ്പോഴത്തേക്കിന് ഈ സ്ത്രീ അവരുടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ആരാണ്ട് ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന ആന്റി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവർ അവിടെ നിന്ന് ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വന്നാൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ബലി കൊടുക്കണോന്ന് ചോദിച്ചു. ഇങ്ങനെ ഒരു ഇത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ പെട്ടെന്ന്
പെട്ടെന്ന് ദൈവം എനിക്ക് ധൈര്യം തന്നു. കാരണം ഇത്രയും മനുഷ്യര്, അപ്പൊ എനിക്ക് ശരിക്കും ഭാഷ അറിയത്തില്ല, പക്ഷെ ദൈവം എന്നെ അവിടെ വെച്ച് ധൈര്യപ്പെടുത്തി. ദൈവം എനിക്ക് അവിടെ സംസാരിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. അവരോട് യോഗ്യമായിട്ടുള്ള ഉത്തരം തരാനായിട്ട് വേണ്ടി ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം നടന്നു. ആ കൊച്ചിന്റെ അതെന്റെ ജീവിതത്തിൽ വലിയൊരു ഇതായിരുന്നു. അപ്പൊ എല്ലാ ഹിന്ദുക്കളൊക്കെ അവിടെ വന്ന് അവർക്കൊക്കെ ഭയങ്കര ഇതായിപ്പോയി. കാരണം അവർ പറഞ്ഞു ഇവരുടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ബലി കൊടുക്കണമെന്ന്. അങ്ങനെയുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു അവിടെ ഒരു നുണ പ്രചരിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഞങ്ങളെ കാണുമ്പോഴത്തേന് പേടിച്ചോടി, നമ്മളോട് മിണ്ടത്തില്ല. പേടി അവർക്ക് നമ്മളോട് മിണ്ടാനായിട്ട് വേണ്ടി. കാരണം ഇവരെന്തെങ്കിലും സംസാരിച്ചെന്ന് അതുപോലെ തന്നെ അങ്ങ് സംഭവിക്കും എന്നുള്ള ഒരു ഇതായി അവരുടെയൊക്കെ. അങ്ങനെ ഒരു ഇതായി കഴിഞ്ഞപ്പോഴത്തേന് അവിടെ പിന്നെ അവിടുത്തെ പ്രാർത്ഥന, എന്തായാലും അവിടെ പ്രാർത്ഥന നടത്തും. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു എവിടെയെങ്കിലും ഒരു ചർച്ചുമായിട്ട് ജോയിന്റ് ചെയ്യണം എന്നുള്ള ഇതിലിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ KP യോഹന്നാന്റെ അന്നത്തെ പഴയ ആരാധനയൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. അവരുമായിട്ട് ഒരു വർഷം ഞങ്ങൾ ജോയിന്റ് ആയി. പക്ഷെ എനിക്ക് എങ്ങനെ വെച്ചാൽ ഞാൻ കല്ലുമല താമസിച്ചായതുകൊണ്ട് സത്യവചനം അത് ഭയങ്കര ഇതായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതായതുകൊണ്ട് ഈ ലൂസായിട്ട് കേൾക്കുന്ന എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് എന്തോ ഒരു ഇതുപോലെ, കാരണം സത്യവചനം അത് സത്യമായിട്ട് ആ സത്യത്തോടും അതിന്റെ ശക്തിയോടും കൂടെ നമ്മൾ കേട്ടും അനുസരിച്ചും അത് പറഞ്ഞുമൊക്കെ വന്നിട്ടുള്ളതായതുകൊണ്ട്, അല്ലാതെ ഒരു ലൂസായിട്ടുള്ള ഒരു അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. ഒരു വർഷം ഒരു രീതിയിൽ അവിടെ പോയിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വിചാരിച്ചു നമുക്ക് സ്വന്തമായിട്ട് ഒരു ചർച്ച അങ്ങനെ തുടങ്ങണമെന്നുള്ള പ്ലാനില്ല. അപ്പൊ എന്റെ വീട് നേരെ മുക്തിമിഷന്റെ മുമ്പിലാണ്. അപ്പൊ എന്റെ വീടിന്റെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇന്നിപ്പോ സ്വന്തമായിട്ട് വീടൊക്കെ ദൈവം നമുക്ക് തന്നു. അവിടെ ഇന്നിപ്പോ ആരാധനയെല്ലാം ദൈവം ഇപ്പം നടത്തുന്നുണ്ട്. അതിന് പാട്ട് ഞാൻ ഇവിടെ വേണ്ട, മുക്തിമിഷന്റെ മുമ്പിലായിട്ട് എനിക്ക് ഒരു ചർച്ച തുടങ്ങാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ എന്റെ ആദ്യമായിട്ട് നമ്മുടെ പ്രേയറിൽ കൂടെ വന്ന് ഒരു ഫാമിലി ഉണ്ട്, ഒരു ഹിന്ദു ഫാമിലിയാ. അവര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിലോട്ട് നമുക്ക് പ്രാർത്ഥന മാറ്റാവുന്ന, അവരുടെ എല്ലാ ഞായറാഴ്ച അവരുടെ വീട്ടിലോട്ട് പ്രാർത്ഥന മാറ്റാൻ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അവിടെ പ്രാർത്ഥന തുടങ്ങി, അവിടെ ചർച്ച് തുടങ്ങി. അവിടുന്ന് പിന്നെ അപ്പച്ചൻ്റെ മോൻ ഒരു സ്ഥലം മേടിച്ച് ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ അവിടെ പിന്നെ ചർച്ച് തുടങ്ങി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ചില വിഷയങ്ങളുണ്ടായപ്പോഴത്തേക്കിനെ കല്ലുമല അച്ചായൻ അത് തീർക്കാൻ വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ചായൻ എന്നോട് പറഞ്ഞു, നീ ഇനി അവരുമായിട്ട് പ്രവർത്തിക്കണ്ട, നീ മേടിച്ച നിന്റെ സ്ഥലത്ത് തന്നെ നീ പ്രവർത്തിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ ദൈവത്തിന്റെ കൃപയിൽ 2005 ഇവിടെ ചർച്ച തുടങ്ങി. എന്നാൽ 2002 ജനുവരി 10 ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ചർച്ച് തുടങ്ങി. അവിടെ ഇപ്പൊ നമ്മുടെ വീട്ടിലോട്ട് വന്നത് 2005 ചർച്ച് ഇവിടെ തുടങ്ങി. അന്ന് മുതൽ ദൈവകൃപയാല് ഒരുപാട് പേര് വന്ന് ആരാധിക്കുന്നു. ഒത്തിരി സ്ഥലത്ത് ദൈവം കൊണ്ടുപോയി ദൈവത്തിന്റെ പ്രവൃത്തിയൊക്കെ ചെയ്തെടുക്കാനായിട്ട് വേണ്ടി ദൈവം സഹായിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ ആദ്യമായിട്ട് വിശ്വാസത്തിൽ വന്ന ആ ഫാമിലി, അവരുടെ വീട്ടിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു സംഭവം ഉണ്ടായ ഒരു ഇതാണ് അത്. ഒരു വെള്ളിയാഴ്ച ഞാൻ ഇതുപോലെ നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ ദൈവം ഒരു കാഴ്ച കാണിച്ചു. ഒരു സ്ത്രീയെ ഒരു മനുഷ്യൻ ഇങ്ങനെ എടുത്തോണ്ട് വരുന്നു പ്രാർത്ഥനയ്ക്ക് വേണ്ടി. അപ്പോൾ അവർക്ക് നടക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ എടുത്തോണ്ട് വരുന്നു. ഞാനത് വ്യാഴാഴ്ച രാത്രി കാണുന്നു. വെള്ളിയാഴ്ച നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്. അപ്പൊ ഞാൻ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്ലേ പായൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കണ്ടതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ ഇങ്ങനെ എടുത്തോണ്ട് വരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, അപ്പം എന്നോട് ദൈവം പറഞ്ഞു അവർക്ക് ഏഴ്സ് ആണെന്നുള്ള വിവരം ശരിക്കും എന്നോട് പറഞ്ഞു. അപ്പോഴത്തേക്കിന് അവരെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, ഇവർക്ക് എന്തോ അസുഖം? അന്നേരം പറഞ്ഞ് പനിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പനിയല്ല, ദൈവം എന്നെ ഇന്നലെ രാത്രി നിങ്ങളെ കുറിച്ച് കാണിച്ചു. അപ്പം വേറെ ആരുമില്ല, വിശ്വാസികൾ വേറെ ആരുമില്ല, ഇവർ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഈ പുള്ളിക്കാരത്തേക്ക് ഇതല്ല അസുഖം. അയാൾ പറഞ്ഞു അല്ല ഇതല്ല അസുഖം. ഞാൻ പറഞ്ഞു ഇതിന്റെ റിപ്പോർട്ട് എനിക്ക് കാണണമെന്ന് പറഞ്ഞു. കാരണം ദൈവസന്നിധി വന്നാൽ കള്ളത്തരം പറയരുത്. കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പ്രവർത്തിക്കത്തില്ല. കാരണം ഞങ്ങൾ മനുഷ്യനാ, ഞങ്ങളിൽ കൂടി ഒന്നും നടക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെ ഉള്ളൂ, അത് ദൈവമാണ്. ദൈവമായിട്ട് നമ്മുടെ റിലേഷൻ നല്ലതല്ലെങ്കിൽ പിന്നെ ദൈവം പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ടുള്ള സത്യം ഉള്ളതുപോലെ പറയണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുള്ള സത്യം പറയാൻ പറഞ്ഞു. അവർ പറഞ്ഞില്ല. അവർ പറഞ്ഞു അവസാനം വരെ അയാൾ പറഞ്ഞു ഇല്ല ഇത് പിന്നെ അങ്ങനെയൊന്നും അല്ല, നിങ്ങൾക്ക് അത് തോന്നിയതാ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവര് 5 ദിവസമായി ഒന്നും കഴിക്കത്തുമില്ല, ഒന്നും കുടിക്കത്തുമില്ല, നടക്കാനും പറ്റത്തില്ലായിരുന്നു. അന്ന് പ്രാർത്ഥനയ്ക്ക് വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇവിടുന്ന് 1.5 കിലോമീറ്റർ അവർ നടന്നു പോയി.
അങ്ങനെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു അവിടെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞു, ആ പിന്നെ പുതുതായിട്ട് വന്ന അവരുടെ വീട്ടിൽ പ്രാർത്ഥന, പിന്നെ ഫാമിലി അവർ വിശ്വാസത്തിൽ വന്ന അവരുടെ വീട്ടിൽ ഞങ്ങൾ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വെച്ചു. അപ്പോൾ ഈ സ്ത്രീയുടെ ഭർത്താവ് എന്നോട് പറഞ്ഞു അവരെ അവിടെ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊണ്ടുവരണ്ട, കാരണം നിങ്ങൾ സത്യം പറയത്തില്ല. സത്യം പറയാതെ ഇവർക്കൊണ്ട് ഉപവസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ല. നിങ്ങൾ സത്യം പറ, നിങ്ങൾ അവിടെ റിപ്പോർട്ട് കൊണ്ടുപോകാം. കാരണം ഈ അസുഖമാണ്, അത് ആർക്ക് വേണമെങ്കിലും വരാവുന്നതാ. അത് പിന്നെ അവരത് പാപം ചെയ്താണെങ്കിൽ പാപം ചെയ്ത കാര്യം ദൈവം ക്ഷമിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, അജ്ഞാന കാലത്ത് ചെയ്തത് ഓരോ കാര്യങ്ങളും ദൈവം ക്ഷമിക്കും. അതുകൊണ്ട് ഇവർ അറിയില്ലായ്മ ചെയ്തത് അത് എന്താണെന്ന് പറഞ്ഞാലും ദൈവം ക്ഷമിക്കും. അപ്പൊ അതിന് എൻ്റെ ചർച്ചിൽ ഇവിടെ വരുന്നവർക്ക് 3-4 പേർക്ക് എയ്ഡ്സ് രോഗികൾ ദൈവം അത്ഭുതം പ്രവർത്തിച്ചത് ഇന്നും ജീവനോടെ ഉണ്ടാവും. പക്ഷെ ഇവിടെ വരുന്നവർക്ക് ആർക്കും അറിയത്തില്ല അവർക്ക് ഈ അസുഖമാണെന്നുള്ള പേര് ഞാൻ ആരോടും പറയത്തില്ല. അവർ വന്ന് എന്നോട് പറഞ്ഞു, ഞാനും അവരോട് പറഞ്ഞത് ആരോടും പറയരുത്. കാരണം ഞാൻ കാണുന്നത് പോലെ എല്ലാവർക്കും വേറൊരാൾ കാണുന്നത് അവരെ അതുപോലെ. കാരണം അവർ നമ്മുടെ എടുത്ത് വരുമ്പോഴത്തേക്കും അവരെ ആ കണ്ണുകൊണ്ട് നോക്കുമ്പോഴത്തേനും അവരുടെ മനസ്സ് വിഷമിപ്പിക്കാൻ അത് എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ ആരോടും പറയണ്ട, ദൈവം നിന്നെ സൗഖ്യമാക്കിയല്ലോ, അത് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നും ജീവനോട് നമ്മുടെ ഇവിടെ ആരാധനയ്ക്ക് വരുന്നുണ്ട് അവര്. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. കാരണം മരിക്കാൻ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് വന്നതാ. പക്ഷെ ദൈവം അവർ അത്ഭുതമായിട്ട് വിടുവിച്ചു. ഇന്ന് അവർ 3-5 വീട്ടിൽ ജോലി ചെയ്ത് അവർ ജീവിക്കുന്നു. അതുപോലെ ദൈവം ആരോഗ്യം കൊടുത്തു. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, ഇവരുടെ സാക്ഷി, ഇവരുടെയൊക്കെ സാക്ഷി ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ സത്യം പറ. പക്ഷെ അവർ പറഞ്ഞില്ല. എന്നിട്ട് എൻ്റെ അനുവാദം ഇല്ലാതെ തന്നെ അവരെന്നടുത്ത് അവിടെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ 3-ാമത്തെ ദിവസം പ്രാർത്ഥന തീർന്നു. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, ആ സ്ത്രീ അവിടെ കിടന്ന് മരിച്ചു പോയെന്നും പറഞ്ഞുകൊണ്ട്. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം ഇവിടെ ഹിന്ദുക്കളുടെ ഭയങ്കര നിയമങ്ങൾ, ഇവരുടെ മറാഠ എന്ന് പറയുന്ന ജാതി ഇവിടുത്തെ ഏറ്റവും വലിയ ഇതാ. അപ്പൊ എൻ്റെ അടുത്ത് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്ന് അവര് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട അവർ ആ ജാതിയിൽപ്പെട്ടവരാ. നമ്മൾ ജാതി നോക്കുന്നില്ലെങ്കിൽ അവർ ഇവിടുത്തുകാർക്ക് അതൊരു പ്രധാനമാണ്. അപ്പൊ അവരുടെ വീട്ടിൽ കിടന്ന് ഇത് സംഭവിച്ചത് കൊണ്ട് അവരുടെ ആൾക്കാർ, അവർക്കൊക്കെ ഒരുപാട് റിലേറ്റീവ്സ് ഒക്കെ ഉള്ളതാ. ഭയങ്കര ബഹളമായി, ഭയങ്കര ഇതായി അവരുടെ വീട്ടിൽ കിടന്ന് മരിച്ചത് കൊണ്ട്. അപ്പൊ ഞാൻ അന്നും ഈ അപ്പച്ചന്റെ മോന്റെ അണ്ടറിലാ ജോലി ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെന്ന് അവരുടെ വീട്ടിൽ ചെന്നു. ഞാൻ പറഞ്ഞു, ഇന്ന പോലെ ആദ്യത്തെ ആ കേസിന് വന്നില്ല, അത് സാരമില്ല, അത് ഞാൻ ഹാൻഡിൽ ചെയ്തു, ഇതിനെങ്കിലും വരാൻ പറഞ്ഞു. കാരണം ഇവിടെ അവിടെ ഭയങ്കര ആൾക്കാരാ, ഇതിനകത്തൂടെ ഒന്ന് വരാൻ പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു, നീയും പോകണ്ട, ഞാനും വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അവിടെ വെച്ച് എനിക്ക് ഭയങ്കര അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി മനുഷ്യരെ ഞാൻ വിശ്വസിക്കത്തില്ല, മനുഷ്യരുടെ യാതൊരു ഇതിലും ഞാൻ ഇനിയും ഇത് ചെയ്യത്തില്ലെന്നുള്ളവർ അന്ന് ഞാൻ അവരുടെ വീട്ടിൽ വെച്ച് തന്നെ ഞാൻ നിശ്ചയിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്നെ അവർ ജീവനോട് വെക്കുവാണെങ്കിൽ അത് ദൈവനാമ മഹത്വം, അല്ല ഇനിയും ഇവർക്ക് വേണ്ടി മരിക്കാനാണെങ്കിൽ ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് 5-6 മണിയായി സന്ധ്യയ്ക്ക് 6 മണിയായി. എൻ്റെ പിള്ളേരൊന്ന് കുഞ്ഞു പിള്ളേരായി. ഇവിടെ ഒരു അമ്മച്ചിയുണ്ട്, ഞാൻ അമ്മച്ചി ഏൽപ്പിച്ചേച്ച് ഞാൻ അവരുടെ വീട്ടിൽ ആ വഴിക്കൂടെ 1.5 കിലോമീറ്ററാണ്. ഞാൻ കരഞ്ഞോണ്ട് ഞാൻ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ ഒരുപാട് മനുഷ്യരവിടെ കൂടി നിൽക്കുക. ഞാൻ എൻ്റെ ദൈവമേ ഇതെന്നാ, ഇതിനകത്തോട്ട് പണ്ടാന്ന് പറഞ്ഞ കടുന്നലിൻ്റെ കൂടിൻ്റെ അകത്തോട്ട് ചെന്ന് കയറുന്നത് പോലെ ചെല്ലുവാ. ചെന്നപ്പോഴത്തേക്കിനുണ്ട് ആ വീട്ടുകാരാണെങ്കിൽ ഒന്നും മിണ്ടുന്ന പോലും. അവരുടെ വീട്ടിൽ കിടന്നല്ലേ ഇത് മരിച്ചത്, അതോ ഏഴ്സ് അല്ലേ, അവിടുത്തെ എല്ലാവർക്കും അങ്ങ് മനസ്സിലാകുകയും ചെയ്തു. അപ്പോഴത്തേന് എന്നോട് ഈ അപ്പച്ചൻ്റെ അമ്മച്ചി പറഞ്ഞായിരുന്നു, അമ്മച്ചി ഡോക്ടറായിട്ട് പറഞ്ഞായിരുന്നു, സാലി ചെന്നാൽ ഉടനെ അവരെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിനകത്ത് ഉടനെ കെട്ടണം, അല്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ അണുക്കളെല്ലാം പുറത്ത് വരുന്നു എന്നൊക്കെ എന്നോട് അമ്മച്ചി പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനോട് ഞാൻ ഇവരെ കണ്ട് ആരും ആ റൂമിലോട്ട് വരാനും തയ്യാറല്ല. അപ്പോൾ 2 വലിയ പ്ലാസ്റ്റിക് മേടിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, വാ ഇവരെ നമുക്ക് ആരും വരാൻ തയ്യാറല്ല. അവരുടെ ഭർത്താവ് വരാൻ തയ്യാറില്ല, ആങ്ങളെ വരാൻ തയ്യാറില്ല, ആരും അങ്ങോട്ട് അടുക്കാൻ തയ്യാറ്. കാരണം എല്ലാവർക്കും പേടി. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, എനിക്ക് പേടിയില്ല, കാരണം എൻ്റെ കൂടെ ദൈവമുണ്ട്, നീ വരാൻ പറഞ്ഞു. അങ്ങനെ അവരെ അതിനകത്ത് മൂടി കെട്ടി 2 പ്ലാസ്റ്റിക് ഇതിനകത്ത് മൊത്തം കെട്ടി എല്ലാം വെച്ച് അവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ അന്ന് മൊബൈലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഈ ചെറിയ മൊബൈലിനകത്ത് എനിക്ക് മൊബൈലൊന്നും ഉപയോഗിക്കാനൊന്നും അറിയത്തില്ല, എൻ്റെ കയ്യിൽ മൊബൈലൊന്നുമില്ല. അപ്പോഴത്തേക്കും അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു, നമ്മുടെ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ നാട്ടിൽ പറയും, ഇവർ പറയും സർപ്പഞ്ച് എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സർപ്പഞ്ച് വരും, അത് ഭയങ്കര ആളാണ്, ബഹു നിന്നെ കാണിക്കും, ഇനി നിന്റെ വേലയൊന്നും ഇവിടെ നടക്കത്തില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. ഇവരെന്നെ അങ്ങ് ഭയങ്കര, ഞാൻ അവിടെ നിന്ന് അവർ ഒരു അക്ഷരം ഇടില്ല, ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ദൈവമേ നീയാ ഇവിടെ എന്നെ കൊണ്ടുവന്നത്, ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും നിനക്കറിയാം, ഇതിനകത്ത് എൻ്റെ എത്ര ഇതുണ്ടെന്നുള്ളവരോ നിനക്കറിയാം, അതുകൊണ്ട് ഈ വിഷയം ഞാൻ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഞാൻ സർപ്പഞ്ചായിരുന്നാലും കൊള്ളാം, എന്നെ പഞ്ചായിരുന്നാലും നീ അത് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവകരങ്ങളിലേക്ക് കൊടുത്തിട്ട് ഞാൻ അവിടെ മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കുക. ഇപ്പം രാത്രി അന്നൊരു തണുപ്പിൻ്റെ ഒരു സമയം, ഞാൻ പുറത്തിങ്ങനെ ഇരിക്കുക. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിനുണ്ട് ഇവരുടെ സർപ്പഞ്ച് എന്ന് പറയാൻ പുള്ളിക്കാരനും കുറേ ആൾക്കാരും കൂടെ അവരുടെ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കിനും എല്ലാവരും അന്നേരം ഓടി. അയാൾ എന്നെ പറയുന്നത് കേൾക്കാനായിട്ട് വേണ്ടി, എന്നെ ചീത്ത പറയുന്നതോ അല്ല അടിക്കുന്നതോ ഒക്കെ കാണാനായിട്ട് വേണ്ടി ഒരുപാട് ആൾക്കാർ അവിടെ കൂടി നിൽക്കുക.
അപ്പോഴത്തേക്കിനും അവരൊരു കൊച്ചുമുറി അതിൻ്റെ അകത്തോട്ട് അവരെല്ലാവരും കയറി. അപ്പോഴത്തേനും ഒരാൾ വന്ന് പറഞ്ഞു, നിന്നെ വിളിക്കുന്നു, വരാൻ പറഞ്ഞു. ഞാൻ യേശു രക്തയെ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് മനസ്സിനകത്ത് യേശു രക്തയെ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറി ചെന്നു. അങ്ങോട്ട് കയറി ചെല്ലുകയും അയാൾ എന്നെ ഇങ്ങോട്ട് കാണുകയും ഒറ്റ ഓട്ടം അയാൾ എഴുന്നേറ്റു. അയാൾ ഓടുന്നതിനകത്ത് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഇയാളെ നീ ഓടുന്നത്, ഞാൻ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ അയാളുടെ കൂടെ വന്നവരെല്ലാം അയാളുടെ പുറകെ ഓടിപ്പോകുന്നു. അത് ഞാനും പുറത്തു പോയിട്ട് ഞാൻ പറഞ്ഞു, എന്തോ വിഷയം, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോഴത്തേക്കും ആ മനുഷ്യർ ചോദിച്ചു, അയാളുടെ കൂടെ വന്നിട്ട് ചോദിച്ചു, എന്തോ സാർ, എന്തോ ഓടിയ? അന്നേരം പറയാം, എനിക്ക് ആ സ്ത്രീയുടെ മുഖത്ത് നോക്കാൻ പേടിയാ, അവരുടെ മുഖത്ത് എന്തോ ഇതുണ്ട്, എനിക്ക് അവരുടെ മുഖത്ത് നോക്കാൻ പേടി, എനിക്ക് നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം ദൈവത്തിന്റെ, കാരണം നമ്മള് ദൈവം, എനിക്ക് അന്ന് ഞാൻ ദൈവത്തെ എനിക്ക് എത്ര സൂചിച്ചാലും മതിയാകത്തില്ല. കാരണം ദൈവം നമ്മളെ ഓരോ അനുഭവത്തിൽ കൂടെ പറഞ്ഞു വിടുന്നത്, കാരണം മനുഷ്യരെല്ലാം നമ്മളെ ഉപേക്ഷിക്കും, എന്നാൽ ദൈവം നമ്മളെ ഉപേക്ഷിക്കത്തില്ല. നമ്മൾ ദൈവത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല ഇല്ലെന്നുള്ള ഒരു ഗ്യാരണ്ടി ദൈവം എനിക്ക് തന്നു. അങ്ങനെ അവിടെ വെച്ച് ആ സർപ്പഞ്ച് പറഞ്ഞു, എനിക്ക് അവരുമായിട്ട് സംസാരിക്കണം, എനിക്ക് എൻ്റെ മനസ്സിനകത്ത് പേടി അവരോട് സംസാരിക്കാൻ, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ. എന്നിട്ട് അവരുടെ ഒരു കൊച്ചു മൊബൈൽ അത് എന്നിട്ട് പറഞ്ഞു, അവർക്ക് ആർക്കെങ്കിലും ഫോൺ ചെയ്യണമെങ്കിൽ ഈ മൊബൈൽ ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അയാളുടെ മൊബൈൽ എൻ്റെ കയ്യിൽ തന്നിട്ടു. ഞാൻ പറഞ്ഞു, എനിക്ക് മൊബൈൽ വേണ്ട, കാരണം എനിക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല. അയാളുടെ മൊബൈലെ തിരിച്ചു കൊടുത്തു. അങ്ങനെ ദൈവം അത്ഭുതം അവിടെ വെച്ച് പ്രവർത്തിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചു, ഇനിയുണ്ടല്ലോ ഈ അന്നേരം എനിക്ക് ഒരു പ്രത്യേക ഒരു ഇത് വന്നു. കാരണം ഈ നമ്മൾ മനുഷ്യർ ഈ വിശ്വാസം ഇട്ടു, ഇവരെല്ലാം നമ്മളെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കേണ്ടവരെല്ലാം ആ അനുഭവത്തിൽ നമ്മളെ വിട്ടേച്ചു പോവുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ദൈവമേ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇനി ഈ വേല ചെയ്യുന്നില്ല, ഞാൻ അങ്ങ് ഞാൻ ഇനി വേല ചെയ്യുന്നില്ലെന്നുള്ള ഞാനങ്ങ് മനസ്സിനകത്ത് അങ്ങ് തീരുമാനിച്ചു. എന്നിട്ട് അവരുടെ ശവടം കഴിഞ്ഞാൽ വീട്ടിൽ വന്നത് എനിക്കറിയാം. ഭയങ്കര പനിയായിട്ട് ഞാൻ 8 ദിവസം പിന്നെ അങ്ങ് കിടന്ന്, കാരണം ഞാൻ അന്ന് ആ ശവടൊക്കെ പിറ്റേ ദിവസമാണ് നടക്കുന്നത്. അന്നെല്ലാം അവിടെ ഉറക്കളച്ച് അവിടെ പുറത്തിരുന്ന് ആ മഞ്ഞും എല്ലാം കൂടെ കൊണ്ടിട്ട് എനിക്ക് ശവക്കോട്ടയിൽ നിന്ന് ഞാൻ വീട്ടിലോട്ട് വരുന്നത് പനിയായിട്ട് 8ാമത്തെ ദിവസം ഞാൻ കണ്ണു തുറക്കുന്നത്. അപ്പോഴത്തേക്കിന് ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ വേല ചെയ്യുന്നില്ല, ഞാൻ പൂർണ്ണമായിട്ട് എൻ്റെ മനസ്സിന്റെ ഇതങ്ങ്. അപ്പോഴത്തേക്കിന് അന്നേരം ഉണ്ടല്ലോ 1 ദിനവൃത്താന്തം 28:10 തോന്നും, ആ വചനത്തിൽ കൂടെ ദൈവം എന്നോട് സംസാരിച്ചു, നീ ധൈര്യമായിട്ടിരിക്കെ, ഒരു വിശുദ്ധ മന്ദിരം പണിയാനായിട്ട് വേണ്ടി ഞാൻ നിന്നെ വിളിച്ച് വേർതിരിച്ചതാന്നൊക്കെ പറഞ്ഞ ആ ഒരു വചനം ദൈവം അന്ന് എന്നോട് സംസാരിച്ചു. അപ്പൊ എനിക്ക് ധൈര്യം കിട്ടി. ഞാൻ പറഞ്ഞു, ഇവരാരും ഞാൻ ഇനി ഒരു മനുഷ്യരുടെ ഇതിന് പോകത്തില്ല, ദൈവം എന്നെ എങ്ങനെ നടത്തുന്നു അങ്ങനെ നടക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ള അന്നൊരു പുതിയ സമർപ്പണത്തോടു കൂടി ഞാൻ പിന്നെ അവരുമായിട്ടുള്ള എല്ലാ ഇതും അങ്ങ് വിട്ടു. അവരുമായിട്ടുള്ള ഇതും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഇനി ദൈവം എന്നെ എങ്ങനെ നടത്തുന്നു അങ്ങനെ നടക്കാനായിട്ട് വേണ്ടി ഞാൻ അങ്ങ് തീരുമാനിച്ചു. അപ്പൊ അതിൻ്റെ അകത്ത് പറയാൻ ഒരു കാര്യം, എൻ്റെ ഭർത്താവ് അതുവരെയും ഒരു പുള്ളിക്കാരൻ എന്ന് പറഞ്ഞ ഒരു സപ്പോർട്ട്, ഒരു അനുകൂലമായിട്ടുള്ളൊരു സപ്പോർട്ട് അല്ലായിരുന്നു. കാരണം പുള്ളിക്കാരൻ അനാഥ മന്ദിരത്തിൽ പഠിച്ചതാണെന്ന് പറഞ്ഞാൽ ഒരു മെത്തഡിസ്റ്റ് ചർച്ചിന്റെ ഒരു ഇതില്ല പുള്ളിക്കാരൻ. അവർക്ക് ആത്മാവോ അല്ല അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഉള്ള ഒരാളില്ല. അപ്പൊ ഞാൻ ആത്മാവിൽ ആരാധിക്കും, പുള്ളിക്കാരൻ വേറെ ചർച്ചയിൽ പോകും, ഞാനും കുഞ്ഞുങ്ങളും വേറെ ചർച്ചയിൽ പോകും. കാരണം എനിക്ക് ആരാധിക്കണം. അപ്പൊ ഞാൻ പോകുമ്പോഴെല്ലാം ഞാൻ വഴിക്കൂടെ എല്ലാം കരഞ്ഞോണ്ടാ പോകുന്നത്, ദൈവമേ ഞങ്ങളെ ഒന്നിച്ച് ആരാധിക്കാനായിട്ട് വേണ്ടിയുള്ള ഒരു അനുഭവം ദൈവമേ നീ എന്താ ഒരുക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കരയും ദൈവസന്നിധിയിലിരുന്നു. അന്നേരം അങ്ങനെ ദൈവം വഴി ഇറങ്ങി, പുള്ളിക്കാരൻ്റെ മനസ്സിൽ ദൈവം ഓരോ കാര്യങ്ങൾ കൊടുത്ത് ഇടപെടാൻ തുടങ്ങി. ഇന്ന് പുള്ളിക്കാരനും ഇവിടെ പാസ്റ്ററായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്യുന്നു. അതൊക്കെ ദൈവത്തിന്റെ വലിയൊരു കരുണയാണ്. അങ്ങനെ അതുപോലെ തന്നെ എൻ്റെ പിതാവ്, ഞാൻ പറഞ്ഞല്ലോ മദ്യപാനിയായിരുന്നു, പുള്ളിക്കാരന് വേണ്ടി 30 വർഷം പ്രാർത്ഥിച്ചു. 30 വർഷം ഞാൻ ദൈവത്തിന് എഴുത്തെഴുതും. എനിക്ക് അങ്ങനത്തെ ചെറുപ്പം ഞാൻ രക്ഷിക്കപ്പെട്ട അന്ന് മുതലുള്ള ഒരു സ്വഭാവം, ഞാൻ ദൈവത്തിന് എഴുത്തെഴുതും. അതുപോലെ ഇരമ്യാ 33-ന്റെ 3-ാമത്തെ വചനം അതിനെ ആധാരമാക്കി ഞാൻ എഴുതിയിട്ട് ഞാൻ കുറേ വിഷയങ്ങൾ എഴുതി വെച്ചതിനകത്ത് ഒരു വിഷയമായിരുന്നു എൻ്റെ പിതാവിൻ്റെ മാനസാന്തരം എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ എന്തുമാത്രം പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത്രയും പിതാവ് പിന്നെയും തെറ്റായ മാർഗങ്ങളിലേക്ക് പോകുമായിരുന്നു. പക്ഷെങ്കിൽ നമ്മുടെ ദൈവം വർഷങ്ങൾ പോകട്ടെ ദിവസങ്ങളാകട്ടെ എങ്ങനെയാണെന്ന് പറഞ്ഞാലും ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നതാണ്. ചിലത് സമയങ്ങൾ പിശാച് നമുക്ക് നിരാശ കൊണ്ടുതരും. ഞാൻ ഒത്തിരിയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ലോകം മൊത്തം ശരിയാകും, പക്ഷെ എൻ്റെ പിതാവും എൻ്റെ ഭർത്താവും ശരിയാകത്തില്ല എന്ന് ഞാൻ ദൈവത്തോട് പറയുമായിരുന്നു. പക്ഷെ ദൈവം രണ്ടുപേരെയും ശരിയാക്കി. ദൈവം ഭയങ്കര, എൻ്റെ പിതാവ് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൃപയിൽ വന്ന് ഇപ്പം കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ ജൂണിലോ ഒരു ചെറിയ ആക്സിഡന്റ് പുള്ളിക്കാരന് സംഭവിച്ചു. ഈ കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കാൻ പോയി. അങ്ങനെ കാരണം ദൈവം നമ്മുടെ ഒരു പ്രാർത്ഥന പോലും കേൾക്കാതിരിക്കത്തില്ല.
നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നത് തന്നെയല്ല, ഉത്തരവും തരും. ഒത്തിരിയിടത്ത് ദൈവം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വഴികൾ തുറന്നു. ഒരുപാടിടത്ത് ഞാൻ ഒത്തിരി ഇവിടെയുള്ള ഓരോ ഗ്രാമങ്ങളിലും പോയി ട്രാക്ട്സ് കൊടുക്കാനും എല്ലാത്തിനും ദൈവം സഹായിച്ചു. ഇവിടുന്ന് ഒരു 13 കിലോമീറ്റർ അപ്പുറത്ത്, ഞാൻ മുക്തി മിഷൻ ഇവിടെ അടുത്തുണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെയൊന്നും പ്രവർത്തിക്കത്തില്ല. കാരണം അവർക്ക് തെറ്റായ ഒരു രീതി നമുക്ക് വേണ്ട. അല്ലാതെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അങ്ങനെ ഞാൻ 13, 15 അങ്ങനെയുള്ള ദൂരെയുള്ള ഗ്രാമങ്ങളിൽ പോയി ട്രാക്ട്സ് കൊടുക്കും, അങ്ങനെയുള്ള പ്രാർത്ഥന എടുക്കും, അങ്ങനെ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഒരിടത്ത് പ്രാർത്ഥനയ്ക്ക് പോയി, ഒരിടത്ത് ചെന്നപ്പോഴത്തേക്കിന് അവിടെ ഒരു സ്ത്രീ, തീരെ പാവപ്പെട്ട ഒരു സ്ത്രീ, അവർ കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷമായി. 13 വർഷമായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ലാതായപ്പോഴത്തേക്കിന് അവർക്ക് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള സാഹചര്യമൊന്നും അവർക്കില്ല, തീരെ പാവങ്ങളാ. അപ്പോഴത്തേക്കിന് അവരെ എന്നെ വഴിക്ക് വെച്ച് കണ്ടു. ഞങ്ങൾ അവരോട്ട് സംസാരിച്ചു. അവരൊരു ഹിന്ദു ഫാമിലിയാ. അപ്പോഴത്തേക്കിന് അവർ പറഞ്ഞു ഇതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക, ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യമില്ല, നിന്റെ ജീവിതം നീ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അവൾ അതൊക്കെ കേട്ട് വിശ്വസിച്ചു. അങ്ങനെ ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം അവരുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നു ഞങ്ങൾക്ക് വേണ്ടി. ആ സ്ഥലത്ത് ഇവിടുന്ന് 13 കിലോമീറ്റർ അവരുടെ വീട്ടിൽ ഞങ്ങൾ പോയി. എല്ലാം വെള്ളിയാഴ്ചയും ഞങ്ങൾ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കാൻ അവിടെ അവരുടെ ചുറ്റുപാടുള്ളവരെല്ലാവരും ഭയങ്കര പണക്കാരാണ്. അപ്പോൾ അവർക്ക് ഈ ഒച്ചയും ബഹളവും അല്ല ഇങ്ങനെ പ്രാർത്ഥിക്കുന്നൊന്നും അവർക്ക് ഇഷ്ടമില്ല. അപ്പോൾ അവർ ഞങ്ങളുടെ പേരിൽ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊണ്ടു കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ ഒരു ധർമാന്തരം ചെയ്യുക, അങ്ങനെ ചെയ്യുകയെന്ന് പറഞ്ഞു ഞങ്ങളുടെ പേരിൽ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തു. ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേനും അവിടെ പോലീസുകാർ വന്നു. പിന്നെ വേറൊരു ഒരു ലേഡി ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വന്നായിരുന്നു. അപ്പോൾ മറ്റേ പോലീസുകാർ പറഞ്ഞു ഇവരെ അറസ്റ്റ് ചെയ്യേണ്ട, ഞാൻ ഇവരെ അങ്ങ് കൊണ്ടുവന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞങ്ങളുടെ പേരുകളെല്ലാം എഴുതി. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് പറഞ്ഞു നാളെ നിങ്ങൾ 10 മണിയാകുമ്പോഴത്തേന് പോലീസ് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് ഞങ്ങളുടെ പേരുകളും എല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ദൈവമേ ഇനി എന്തായിരിക്കും, അവിടുത്തെ ആരാധന നിർത്താൻ പോവാണോ എന്നൊക്കെ. അപ്പോൾ ഒരു ന്യൂസ് പേപ്പറിനകത്ത് ജോലി ചെയ്യുന്ന ഒരു പത്രക്കാരൻ അവനും ഉണ്ട്, പിന്നെ ജൂവലറി നടത്തുന്ന ഒരു പുള്ളിക്കാരൻ. ഇവർ രണ്ടുപേരും മെയിൻ ഞങ്ങൾക്ക് കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുത്തതിനകത്ത് മെയിൻ അവരാ. അപ്പം പിറ്റേ ദിവസം ഇവരെല്ലാം വന്നിരിക്കുക, ന്യൂസ് പേപ്പറിനകത്ത് ഞങ്ങളുടെ ഫോട്ടോയൊക്കെ ഇട്ട് പേപ്പറിനകത്ത് കൊടുക്കാനുള്ള എല്ലാ സാഹചര്യവും ഇണക്കി ഇവൻ അവിടെ നിൽക്കുക. അപ്പോഴത്തേന് പിറ്റേ ദിവസം പോകണം. അപ്പം എൻ്റെ കയ്യിൽ ഞാൻ എവിടെ പോയാലും എൻ്റെ ബാഗിൻ്റെ അകത്ത് ട്രാക്സ് കാണണം. ഞാൻ ട്രാക്സ് ഇല്ലാതെ എങ്ങും പോകത്തില്ല, അതിൽ ചെറിയ പുസ്തകങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോഴത്തേക്കിന് ഞാൻ ട്രാക്സ് എല്ലാം എടുത്തു വെച്ചു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവൻ്റെ കാല് മൊത്തം ഈ മുട്ടിന് താഴെ പഴുത്ത് ഇങ്ങനെ പുഴു അരിച്ച് കിടക്കുമായിരുന്നു. അതിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ശുശ്രൂഷിച്ചു. അപ്പം അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് എൻ്റെ ബാഗിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തുടങ്ങിയതും കൊണ്ടുവന്ന അന്നത്തേതും പിന്നെ ദൈവം അത്ഭുതമായിട്ട് വിടുവിച്ചു. ആ ഒരു ഫോട്ടോ എടുത്ത് ആൽബത്തിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മോള് ഞാൻ പോലും അറിയാതെ ആ ആൽബം എൻ്റെ ബാഗിനകത്ത് എടുത്ത് വെച്ചു. എനിക്കറിയത്തില്ല അവൾ എപ്പം വെച്ചെന്ന് പോലും ഞാൻ കണ്ടില്ല. അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസ് ഞങ്ങളുടെ പേര് വിളിച്ചു അങ്ങോട്ട് വന്നു. അപ്പോഴത്തേനും ഒരു ചെറുപ്പക്കാരൻ, ഒരു പോലീസുകാരനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളെക്കുറിച്ച് കിട്ടിയേക്കുന്ന കംപ്ലൈൻറ്റ് ഭയങ്കര ഇതാണ്, നിങ്ങളിവിടെ ഒന്ന് ഹിന്ദുക്കളെ എല്ലാം ക്രിസ്ത്യാനികളാക്കുക, നിങ്ങൾ അങ്ങനെ ചെയ്യുക ഇങ്ങനെ. ഞാൻ പറഞ്ഞു സാറേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. പിന്നെ അന്നേരം ഞാൻ ട്രാക്സ് എടുക്കാനായിട്ട് വേണ്ടി ഇങ്ങനെ നോക്കിയപ്പോഴത്തേന് ഈ ആൽബം കിട്ടി. നോക്കുമ്പോഴത്തേക്കും ആൽബത്തിനകത്ത് ഈ ഫോട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ആയിരുന്നു. ഞാൻ ആ ആൽബം കാണിച്ചു. ഞാൻ പറഞ്ഞു കണ്ടോ ഇങ്ങനെയുള്ള മനുഷ്യരെ ആരെങ്കിലും നോക്കുമോ എന്ന് ചോദിച്ചു. അപ്പം അതിനകത്ത് കാണാം ഈ പുഴു കിടന്നുകൊണ്ട് അനങ്ങും ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഇത് ഇങ്ങനെ ഞാൻ കിടക്കുന്നതെല്ലാം കാണാം. എല്ലാം കാണാം, പഴുത്ത് ഭയങ്കര മണമാണ്. ഇതിലെ കൂടെ പോകുന്ന ആൾക്കാർ ചോദിക്കും ആൻറ്റി നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും എലി ചത്ത് കിടപ്പുണ്ടോ എന്ന് ചോദിക്കും. അതുപോലെ മണമാണ്. പക്ഷെ ദൈവത്തിൻ്റെ ഒരു കാരണം, ദൈവം എൻ്റെ മനസ്സിനകത്തൊരു എൻ്റെ ഒരു ഇതാണ്, എന്നെ പൊക്കാനോ അല്ല പുകഴ്ത്തുവാനോ ഒന്നും അല്ല. പക്ഷെ ദൈവം അതൊക്കെ കൈകൊണ്ട് ചെയ്യാനുള്ളൊരു കൃപ ദൈവം എനിക്ക് തന്നു. അപ്പൊ ഞാൻ ഓർത്തു നമ്മുടെ ഫാദറോ അല്ല നമ്മുടെ ആൾക്കാർ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ അവരെ വിടുവോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ അവരെ കരുതണമല്ലോ. അതുകൊണ്ട് ഇത് നമ്മുടേതാ എന്നുള്ള ഇതിൽ ഞാൻ ആ പുള്ളിക്കാരനെ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നടത്തുന്നത്. നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ പുള്ളിക്കാരനെ 4 മാസം ഇവിടെ താമസിച്ച് ശുശ്രൂഷിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഇത് കണ്ടോ ഇങ്ങനെയുള്ളവരെ നോക്കുകയും കഴിയുന്നത്. കാരണം ഇവരെ ഇങ്ങനെ നോക്കണം എന്നുണ്ടെങ്കിൽ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ദൈവസ്നേഹം കൊണ്ട് ചെയ്യുന്ന, അല്ലാതെ ഞങ്ങളെ ധർമാന്തരം ചെയ്യാനോ അല്ല ഒന്നിനും അല്ലെന്ന് പറഞ്ഞു. ഉടനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ബോംബെന്ന് എനിക്ക് പോലും അറിയത്തില്ല മെയിൻ പോലീസിന്റെ ഒക്കെ മെയിൻ ഒരു വ്യക്തി പുള്ളിക്കാരന് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു അവരുടെ പേര് കംപ്ലൈന്റ് ഒന്നും എടുക്കണ്ട, അവരെ വെറുതെ വിട്ടേക്കാൻ പറഞ്ഞു. ആരാണെന്ന് പോലും ഇന്നും എനിക്കറിയത്തില്ല.
ആ പുള്ളി അതാ. ഉടനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓട്ടം തുടങ്ങി. അപ്പോഴത്തേക്കിന് ഈ പേപ്പറുകാരൻ പറഞ്ഞ് അവർക്ക് എന്തോ ശിക്ഷ കൊടുക്കുന്ന, അവരെ എപ്പോഴാണ് കോർട്ടിൽ കൊണ്ടുവന്നൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുക, അവർക്ക് മേളിൽ നിന്ന് ഓർഡർ വന്നേക്കും അവരെ വെറുതെ വിടാൻ പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഒരു കുഴപ്പമില്ലാതെ ദൈവം ഞങ്ങളെ അവിടുന്ന് വിടിവിച്ചു. കാരണം ഒരു അറസ്റ്റും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. എന്നിട്ട് ആ പുള്ളിക്കാരൻ തന്നെ ഞങ്ങളോട് പറഞ്ഞു, ചേച്ചി 2 മാസം കൂടെ ഞാൻ ഇവിടെ ഉള്ളൂ, അത് കഴിയുമ്പോൾ വേറെ ഒരാൾ ഇവിടെ വരുന്നത്, അതുകൊണ്ട് നിങ്ങൾ കുറേ ദിവസത്തേക്ക് നീ ഇങ്ങോട്ട് പ്രാർത്ഥനയ്ക്കൊന്നും വരരുതെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഞാൻ ദൈവമായിട്ട് പറഞ്ഞു, ദൈവം നമുക്കൊരു വഴി തുറന്നു തന്നതാ, ഞാനത് മാറത്തില്ല, ഞാൻ പിശാചിനെ പേടിച്ച് ഞാനൊന്നും ചെയ്യത്തില്ല എന്നെൻ്റെ മനസ്സിനകത്ത്. അപ്പോൾ അവിടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, അത് കമ്പനി അടഞ്ഞിട്ടേക്കുമായിരുന്നു, മൊത്തം പൊളിഞ്ഞൊക്കെ കിടക്കുന്ന. അപ്പം അവിടെ വാച്ച്മാനായിട്ട് നിൽക്കുന്ന പുള്ളിക്കാട്ടി ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന. ഞാൻ പറഞ്ഞു, നമുക്ക് അവരുടെ വീട്ടിൽ പോകണം, നമുക്ക് ഈ കമ്പനി ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. മുഴുവൻ പൊളിഞ്ഞു കിടക്കുന്നതാ. പക്ഷെ അവിടെ നിന്ന് എത്ര ആരാധിച്ചെന്നാലും വഴിയിലോട്ട് കേൾക്കത്തില്ല. വഴിയുടെ അവിടെ നിന്ന് കുറെ അകത്തോട്ട് കയറി വലിയൊരു കമ്പനി, ഒരു ഇരുമ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കമ്പനി ആയിരുന്നു, അത് നിന്ന് പോയതാ. അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു അതിൻ്റെ അകത്ത് ഒത്തിരി പേര് മരിക്കുകയൊക്കെ ചെയ്തു, അതുകൊണ്ട് പിശാച് അവിടെ അകത്ത് അവിടെ ഇങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടി അങ്ങോട്ട് പോകാൻ. അപ്പം ഞങ്ങൾ അവിടെ പോയിരുന്നോണ്ട് പ്രാർത്ഥിക്കും, ആരാധിക്കും, നല്ലപോലെ അവിടെ നിന്ന് ആരാധിക്കും. ഒരു ദിവസം ദൈവം എന്നോട് പറഞ്ഞു, ഈ കമ്പനി ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞല്ലേ, ഇതിനേക്കാളും സുന്ദരമായിട്ട് ഞാനിത് പണിയാൻ പോവുകയെന്ന് പറഞ്ഞു. അത് ഈ ഞങ്ങൾ അവിടെ നിന്ന് ആരാധിക്കുന്നൊന്നും ആ കമ്പനിയിലെ മാനേജർക്കോ ആർക്കും അതിൻ്റെ ഉടമസ്ഥനോ ഒന്നും അറിയത്തില്ല. ദൈവം, കാരണം ഞാൻ ഓർക്കുമായിരുന്നു, ദൈവത്തിന്റെ പെട്ടകം ഉപദേവന്റെ വീട്ടിൽ 3 മാസം ഇരുന്നപ്പം ദൈവം അവനുള്ള എല്ലാത്തിനെയും അനുഗ്രഹിച്ചെന്ന് ദൈവത്തിന്റെ വചനം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ അവിടെ ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചു. ഇന്നിപ്പോ ഞാൻ അതിലൊക്കെ പോകുമ്പോഴത്തേക്കും ദൈവത്തെ സ്തുതിക്കുക, അതിന് ആദ്യത്തെ കമ്പനി അതിനേക്കാൾ അപ്പുറമായിട്ട് ദൈവം അത് പണിത് ഇനിയിപ്പോ അവിടെ പണി നടക്കുന്നത്. പക്ഷെ ദൈവം ആർക്കും ഒരു കടക്കാരനായിട്ട് ഇരിക്കത്തില്ല. അവര് ദൈവത്തെ അറിഞ്ഞില്ലെങ്കിലും നമുക്ക് വേണ്ടി കുറെ ദിവസം ദൈവം അവിടെ ആരാധിക്കാനായിട്ട് വേണ്ടി ഒരു വഴി തുറന്നത് കൊണ്ട് ദൈവം അതിനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഇപ്പൊ ആ സ്ഥലത്തുനിന്ന് ഒരു 4-5 ഫാമിലി ദൈവഭാഗത്ത് വരുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ച ഇപ്പൊ അവിടെ പ്രാർത്ഥന ഓരോരോ വീടുകളിലായിട്ട് മാറി മാറി പ്രാർത്ഥന വെക്കാനായിട്ട് വേണ്ടി ദൈവം സഹായിക്കുന്നു. അങ്ങനെ ഓരോരോ ഗ്രാമങ്ങളിൽ പോയി ദൈവം, വേറെ ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോഴത്തേനും ഒരു 10-14 വയസ്സുള്ള ഒരു പെങ്കൊച്ച് അവിടെ ഉണ്ടായിരുന്നു. അവിടെ കാലിന്റെ ഒരു ഇടത്തുകാലിന്റെ കൊച്ചു വിരല് അതുകൊണ്ടല്ലോ പഴുത്തിട്ട് ആ കൊച്ചു വിരൽ അങ്ങ് അടന്നു പോയി. 2 വയസ്സുള്ളപ്പോൾ മുതൽ അവർക്ക് ആ കാലിന് അങ്ങനെ വിശക്കേട് തുടങ്ങിയതാ. എന്നിട്ട് അതിൻ്റെ അകത്തൂടെ പുഴുവെല്ലാം ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഞുളയ്ക്കൊക്കെ ചെന്ന് അവരുടെ വീട്ടുകാർ പോലും അവളെ ഉപേക്ഷിച്ചിട്ടേക്കുവാ. എന്നിട്ട് ഞങ്ങൾ അവിടെ പ്രാർത്ഥന ചെയ്യപ്പോൾ എനിക്ക് ഇവിടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്കങ്ങ് ഭയങ്കര സങ്കടം വന്നു. തലയിൽ എണ്ണയൊന്നുമില്ല, കീറി പറഞ്ഞ് ഒരു ഡ്രസ്സും ഒക്കെ ഇട്ടുകൊണ്ട് ഞാൻ ഓർത്ത് ഇവളെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ഞാൻ അവളോട് ചെന്ന് ചോദിച്ചു, നിന്റെ പേരെന്താ? അവൾ പറഞ്ഞു ജയശ്രീ എന്ന് എൻ്റെ പേര്. അപ്പം പറഞ്ഞു, ഞാൻ ചോദിച്ചത് നീ എൻ്റെ കൂടെ വരുന്നോന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ചോദിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കുണ്ട് അവരുടെ വീട് ഞാൻ ഉദ്ദേശിച്ച പോലും ഒന്നും അല്ല, ഭയങ്കര പണക്കാരാ. 50 ഏക്കർ സ്ഥലമുണ്ട് അവർക്ക് സ്വന്തമായിട്ട് അവിടെ അപ്പൻ്റെ പേരില്, അത്രയാ. പക്ഷെ ഈ അസുഖം കാരണം അവർക്ക് അവരുടെ വീട്ടിൽ തന്നെ വേറെ പ്ലേറ്റ് ഗ്ലാസ് എല്ലാം വെച്ചേക്കുവാ, അവളെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഇട്ടേക്കുവാ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഈ കൊച്ചിനെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അന്നേരം അവർ പറഞ്ഞു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അവർക്ക് വേണ്ടായിരുന്നു ഇവളെ. അപ്പൊ ഞാൻ അവളെ കൊണ്ടുപോകുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇവിടെ ട്രീറ്റ്മെന്റിനുമായിട്ട് കൊണ്ടുപോവാണേ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അന്നേരം ഓർത്തു ദൈവസന്നിധി ഞാൻ അവരുടെ മുമ്പിലല്ല പറഞ്ഞു ഇവിടെ ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുപോകുവാന്ന്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നുള്ള ഇതില് ഞാൻ മിലിറ്ററി ഹോസ്പിറ്റൽ വാനവടി പൂനെക്ക് ഇപ്പുറത്താ, അവിടെ മിലിറ്ററി ഹോസ്പിറ്റലിൽ അവളെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ആദ്യം അവിടെ ചെന്നപ്പോഴത്തേക്കിനും ഡോക്ടർ പറഞ്ഞു ഇവിടെ കാല് കണ്ടിക്കണമെന്ന് പറഞ്ഞു. കാരണം പഴുപ്പ് ഇങ്ങനെ മേളോട്ട് കീറുക. അപ്പൊ ഇവള് 2 വയസ്സുള്ളപ്പം മുതൽ തുടങ്ങിയതാ അത്. അപ്പൊ ആ പഴുപ്പ് ഇങ്ങനെ മേലോട്ട് കയറും, അവിടെ കാല് കണ്ടിക്കണമെന്ന് പറഞ്ഞു. കുറെ ഗുളിയെല്ലാം തന്നിട്ട് പറഞ്ഞു 15 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ വരാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ദൈവമേ ഒരു കത്തി വെക്കാൻ സമ്മതിക്കരുത്. ഞാൻ അവളോട് പറഞ്ഞു, അവളൊരു ഹിന്ദു കുഞ്ഞാ. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, ജയശ്രീ നീ പ്രാർത്ഥിക്കുക, നിന്റെ കാലിൽ ഒരു കത്തി വെക്കാൻ സമ്മതിക്കരുത്, അതുകൊണ്ട് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പേ അവൾ 3 ദിവസം ഉപവസിച്ചു, ഞാനും 3 ദിവസം ഉപവസിച്ചു. 15 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ പോയി. അപ്പോൾ ആ ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിയിരിക്കുക, ഇങ്ങനെ നോക്കി നിന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതൊരു മിറക്കിളാണല്ലോ, ഒരു അത്ഭുതമാണല്ലോ. ഞാൻ ചോദിച്ചു എന്തോ ഡോക്ടറെ? അന്നേരം പറയാം, ഈ മേളിലോട്ട് പഴുപ്പ് കയറുന്നില്ലായിരുന്നു, ആ പഴുപ്പ് അവിടെ സ്റ്റോപ്പായി എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് അതിപ്പം മേളിലോട്ട് കയറുന്നില്ല, കരിയാൻ തുടങ്ങുവാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, കണ്ടിക്കണ്ട, ഇനി നമുക്ക് കണ്ടിക്കാനുള്ള ആ പ്ലാൻ മാറ്റി വെക്കാം, നമുക്കൊരു പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. 15 ദിവസം കഴിഞ്ഞിട്ട് 15 ദിവസത്തെ ഗുളിയൊക്കെ തന്നിട്ട് 15 ദിവസം കഴിഞ്ഞ് ഇവള് ഗുളിക കഴിക്കത്തില്ല. ഇവള് ഗുളിക അവിടെ വെച്ചു, പ്രാർത്ഥന മാത്രം. പിന്നെ അവരുടെ വീട്ടുകാരെ കാണിക്കാനായിട്ട് വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം അവള് 15 ദിവസത്തെ ഗുളി അവിടെ വെച്ചേക്കുക. ഇപ്പം പോയി പിന്നെ 15 ദിവസത്തെ ഗുളിക മേടിച്ചോണ്ട് വന്നു. കഴിക്കത്തില്ല ഗുളിക.
എന്നിട്ട് പ്രാർത്ഥിച്ചു. പിന്നെയും 15 ദിവസം കഴിഞ്ഞപ്പം പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പോകണം. അപ്പോഴത്തേക്കിന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു 3 ദിവസം ഇനി നമുക്ക് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം എന്ന് പറഞ്ഞു. 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്തോ ചെയ്യുന്നത് വീട്ടിൽ ചെന്ന്, എന്തോ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, ഞങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുന്നവരാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് ഡോക്ടർ പറഞ്ഞു, ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്യണ്ട, അതിനുള്ള ആവശ്യമില്ല, ഇത് മൊത്തം കരിഞ്ഞെന്ന് പറഞ്ഞു. അന്ന് അവൾക്ക് എൻ്റെ അടുത്ത് വരും 14 വയസ്സ് കഴിഞ്ഞു, 15 വയസ്സ് ആയിരുന്നു, 2 വയസ്സ് തുടങ്ങിയ കാര്യമാണ്. 15 വയസ്സായപ്പോഴത്തേന് ദൈവം പൂർണ്ണമായിട്ട് അവിടെ കരിച്ചു. എന്നിട്ട് എന്നോട് ഡോക്ടർ പറഞ്ഞു, ഇതൊക്കെ ശരിയാ, പക്ഷെ അവളെ കല്യാണം കഴിക്കാൻ അവൾക്ക് പിള്ളേരുണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് അവിടെ വീട്ടുകാർ പിന്നെ ഇവളെ കരിഞ്ഞു, ഇപ്പൊ കാലെല്ലാം ശരിയായപ്പോൾ അവിടെ വീട്ടുകാർ പിന്നെ എപ്പോഴും വരും കാണാൻ, ഇവളെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് വരും. അപ്പോഴത്തേന് ഇവള് പോകത്തില്ല. അവള് പറഞ്ഞു, ഞാൻ ഇനി വരത്തില്ല, എനിക്ക് ഇവിടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ കൂടെ അവളെ പ്രാർത്ഥനയ്ക്ക് ഒരു അവളെ അഭിഷേകമൊക്കെ പ്രാപിച്ചു. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടിയായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ അവിടെ പ്രാർത്ഥന ചെയ്യുമ്പോഴത്തേക്കിന് അവിടെ പപ്പായി ഇതുപോലെ ഭയങ്കര കുടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുടിയാ. അവിടെ അമ്മയ്ക്കിട്ട് ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥന കേൾപ്പോൾ ദൈവാത്മാവ് സംസാരിച്ച് അവനോട്, നീ ഇന്ന് നിന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചില്ലെങ്കിൽ ഞാൻ നിനക്ക് ചിന്തിക്കാനുള്ള സമയം പോലും ഇനി തരത്തില്ലെന്ന് വാണിംഗ് കൊടുത്തു. അന്നൊരു വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിച്ചു. അങ്ങനെ പറഞ്ഞു വെച്ചു ഞങ്ങളിങ്ങ് പോന്നു. ചിന്തിക്കാൻ വന്ന് ഞാൻ പിന്നെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, കണ്ടോ ദൈവാലയം, ഇത് ഞാനായിട്ട് സംസാരിച്ചതല്ല, ദൈവാത്മാവ് സംസാരിച്ചതാണ്. നിങ്ങൾ ഇപ്പോൾ ഇത്രയും അനുഭവങ്ങൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, ഇത്രയും അനുഭവങ്ങളെല്ലാം ആയിട്ടും നിങ്ങൾ ദൈവത്തെ അനുസരിക്കാതിരുന്നാൽ പിന്നെ നിങ്ങളെ കുടിച്ചോ പോവുകയാണെങ്കിൽ ദൈവം പറഞ്ഞു കേട്ടോ, നിങ്ങൾക്ക് ഇനി ചിന്തിക്കാൻ പോലും ഒരു അവസരം ദൈവം നിങ്ങൾക്ക് തരത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ദൈവത്തെ സ്വീകരിക്കാൻ പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞേച്ച് അതിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പോന്നു കഴിഞ്ഞു. 1 മാസമായി കാണും. അപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് വേറൊരിടത്ത് പ്രാർത്ഥനയ്ക്ക് വിളിച്ചൊരു പുതിയ സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് പോകണം. പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് വേണ്ടി ഞങ്ങളെല്ലാം ഒരുങ്ങി. അപ്പം ഇവിടെ ഒരു അമ്മച്ചി താമസിക്കണം, അമ്മച്ചിയുടെ കൂടിയായി ജയശ്രീ താമസിക്കുന്നത്. അന്ന് ഞങ്ങൾക്ക് ഒരു കുഞ്ഞു വീട്, ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞു വീട്, ഞങ്ങൾ സ്ഥലം മേടിച്ചെങ്കിൽ ഒരു കുഞ്ഞു വീടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോഴത്തേക്കിന് അതിൻ്റെ അകത്ത് എല്ലാവർക്കും കൂടെ താമസിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവൾ അമ്മച്ചിയുടെ കൂടി താമസിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് എൻ്റെ അടുത്ത് വരും. അപ്പോഴത്തേന് ഇവള് വെളുപ്പിന് 5 മണിക്ക് വന്നിട്ട് പറഞ്ഞു, നമുക്കെല്ലാം ഉണ്ടാക്കിയിട്ട് വേണ്ട പോകാൻ, ഇന്ന് പുതിയടത്ത് പ്രാർത്ഥനയ്ക്ക് ഉണ്ട്. ഇവർക്ക് പ്രാർത്ഥന ഭയങ്കര ഉത്സാഹമാണ് പോകണമെന്ന്. അപ്പം ഞാനും ഇതുപോലെ രാത്രി പ്രാർത്ഥിച്ചിരുന്നു. 4 മണിയായപ്പോൾ എനിക്കൊരു ഫോൺ വന്നു, അവിടെ പപ്പ മരിച്ചു പോയെന്ന് പറഞ്ഞുകൊണ്ട്. എങ്ങനെയാ മരിച്ചെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഇവളോട് പറയാൻ പറ്റത്തില്ല, ഇവളെ വീട്ടിലെ മൂത്തത്, ഇവളോട് എങ്ങനെ പറയുന്നത്? അപ്പൊ ഇവള് രാവിലെ പഴയതുപോലെ തന്നെ, ഞാൻ ഓർത്ത് ഇവളെ വിളിക്കുന്നില്ല, പഴയതുപോലെ തന്നെ വന്നോട്ടെ എന്നെല്ലാം വന്നു കഴിഞ്ഞു. ഞാനൊക്കെ അപ്പൊ അവള് വരുന്ന മുമ്പ് ഞാൻ ബാക്കിയുള്ള ജോലികളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവള് എന്നോട് പറഞ്ഞു, എപ്പോഴാണ് നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോകണ്ടേ? ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് പ്രാർത്ഥന അവിടുത്തെ ക്യാൻസലായി, നമുക്കുണ്ടല്ലോ നിന്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അവള് പറഞ്ഞു, വേണ്ട എനിക്ക് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല എനിക്ക് പോകണം, എനിക്കൊരു കാര്യമുണ്ട്, പോകണമെന്ന് പറഞ്ഞു. അപ്പം കുറെ കഴിഞ്ഞപ്പോഴത്തേക്കിനുണ്ട് അവിടെ അമ്മാവനും അവിടെ അപ്പൻ്റെ അനിയനും കൂടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവളെ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു, ഞാൻ അവളോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, നിങ്ങളും അവളോടായിട്ടൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല ഞങ്ങൾ കറണ്ട് ബില്ല് അടയ്ക്കാൻ വന്നാന്ന് മാത്രം പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവളെ വിളിച്ചു, അവളോട് പറഞ്ഞു വരാൻ പറഞ്ഞു. എന്നാലും പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല, ഞങ്ങൾ വരുന്നില്ലെന്ന് പറഞ്ഞു. അവൾക്ക് പിന്നെ അവിടെ വീട്ടിലോട്ട് പോകാൻ ഇഷ്ടമില്ല. അങ്ങനെ അപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞു, ജയശ്രീ നീ പൊക്കോ, പിന്നെ ഞാനും വന്നേക്കാന്ന് പറഞ്ഞു. കുറെ കഴിയുമ്പോൾ ഞാനും വന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവളെ നിർബന്ധിച്ച് അവർ കൂടെ വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവിടെ പപ്പ മരിച്ചു പോയെന്ന്. അപ്പം ദൈവം നമ്മളോടൊരു കാര്യം സംസാരിച്ചെന്നാൽ നമ്മൾ ദൈവത്തെ എത്ര ഭയപ്പെടണമെന്നുള്ള ഒരു കാര്യം അന്ന് ദൈവം എന്നെ മനസ്സിലാക്കി. ഈ പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് ഒത്തിരി സ്ഥലമുണ്ട്, അതിനകത്ത് ഈ മണല്, ഒരു സ്ഥലത്ത് ഒത്തിരി മണൽ കയറുന്ന ഉള്ളവളാ. ആ മണൽ കട്ട് വിറ്റോണ്ടിരിക്കുകയായിരുന്നു പുള്ളിക്കാരൻ. ട്രക്ക് മുഴുവൻ ഒരു വലിയ ലോറി നിറച്ച് മണൽ കയറ്റി പുള്ളിക്കാരൻ അവിടെ ഒരു മരത്തിന്റെ അവിടെ കടന്ന് ഉറങ്ങുമായിരുന്നു. ഈ ട്രക്ക് ഇങ്ങനെ ലോറി പുറകോട്ട് എടുത്തത് ഡ്രൈവർ കണ്ടില്ല ഈ പുള്ളിക്കാരൻ അവിടെ കിടക്കുവാണെന്നുള്ള വിവരം. പുള്ളിയുടെ തലയെ കൂടെ കയറി ഇറങ്ങിയാ പോയതും. ഈ തല ഇങ്ങനെയായിരുന്നത്. കാരണം ദൈവം പറഞ്ഞു, ചിന്തിക്കാനുള്ള സമയം ഞാൻ നിനക്ക് തരത്തില്ലെന്നുള്ളൊരു ശബ്ദം പറഞ്ഞായിരുന്നു. അന്ന് ദൈവത്തിന്റെ ആ ഭയങ്കര അവസ്ഥ ഞാൻ ദൈവത്തെ കണ്ട് പേടിച്ചു പോയി, ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ചു പോയി ഞാൻ. കാരണം ദൈവം നമ്മളോട് സംസാരിച്ചു. കാരണം പിന്നെ ചിന്തിക്കാനുള്ളൊരു സമയം ദൈവം അവർക്ക് കൊടുത്തില്ല. അതോടുകൂടി പിന്നെ അവരുടെ വീട്ടുകാർ അവളെ വിടാതായി. കാരണം അവളാ വീട്ടിലെ മൂത്തത്. പിന്നെ അവിടെ കല്യാണം കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു അവൾക്ക് പിള്ളേരുണ്ടാകത്തില്ലെന്ന്. ഇന്ന് നല്ലൊരു പെങ്കൊച്ചിനെ ദൈവം അവൾക്ക് കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ 13 വർഷം പിള്ളേരില്ലാതിരുന്ന ആ ഫാമിലിയെ അവർക്കും ദൈവം ഒരു നല്ലൊരു പെങ്കൊച്ചിനെ നിസ്സിന്ന് പേര് ഞാനായിട്ടത്. തീരെ പാവപ്പെട്ട വീട്ടിലായിരുന്നു പറഞ്ഞല്ലോ. ദൈവം അത്ഭുതം പ്രവർത്തിച്ച് അവർക്കും ഒരു പെൺകുഞ്ഞിനെ ദൈവം കൊടുത്തു. അവൾ ഇവിടെ ചർച്ച വരുന്നുണ്ട്, നല്ല കാണാനൊക്കെ നല്ല സുന്ദരി, നല്ല അവർക്ക് നിസ്സിന്ന് പേര് ഞാനായിട്ടത്. അങ്ങനെ എല്ലാ കാര്യത്തിലും ദൈവം അത്ഭുതകരമായിട്ട്
നടത്തി. ദൈവം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ദൈവം ചെയ്തു, പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ഓരോരുത്തർക്ക് മുമ്പും അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ നോക്കുന്നത്. പക്ഷെങ്കിൽ അവിടുന്ന് ദൈവം അത്ഭുതകരമായിട്ട് വിടുവിച്ചു. ഒത്തിരി സ്ഥലത്ത് ദൈവം കൊണ്ടുപോയി. ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ വചനം പറയാനായിട്ട് വേണ്ടി ദൈവം സഹായിക്കുന്നു. ഇന്നിപ്പോൾ നമ്മുടെ ഇവിടെ മറാഠി ഒരു ചർച്ച് ദൈവം തുടങ്ങാനായിട്ട് വേണ്ടി ദൈവം സഹായിച്ചു. മറാഠിയിലാണ്, മലയാളികൾ ഒരെണ്ണം പോലും ഇല്ല. മലയാളി പാസ്റ്റർമാരൊക്കെ ഞാൻ വിളിക്കും, ബോംബെയിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ വിളിക്കും. അവർ വരും, ആരാധനയൊക്കെ എടുക്കും. പക്ഷേ എല്ലാം മറാഠിയിലാണ്. നമ്മുടെ ചർച്ചിൽ ഇതുപോലെ മറാഠികളുണ്ട്, യുപിക്കാരുണ്ട്, പഞ്ചാബി ഉണ്ട്, എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു ചർച്ചാണ്. ദൈവം തന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഈ കൊറോണയുടെ സമയത്തോ കുറെ പേര് അങ്ങ് മാറിപ്പോയി. കാരണം 2 വർഷം അവരുമായിട്ട് യാതൊരു റിലേഷനും. കാരണം നമ്മുടെ ഇവിടെ ചർച്ചയിൽ വരുന്നവരൊക്കെ ഒത്തിരി ദൂരേന്ന് വരുന്നവരാ, ഒരുപാട് ദൂരേന്ന് വരുന്നവരാ. അതുങ്ങളെല്ലാം പാവങ്ങളാണ്. ഇങ്ങോട്ട് വരണമെങ്കിൽ പിന്നെ റിട്ടേൺ അവർക്ക് തിരിച്ചു കൊടുക്കണം. അങ്ങനെ ഉള്ള ഒരിതാ. പിന്നെ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇത് തുടങ്ങിയേക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നമ്മളെ കൊണ്ട് തുടങ്ങിച്ച ഒരു പൈസയ്ക്ക് വേണ്ടിയോ അല്ല ഒരു ഉദ്ദേശം. എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരാത്മാവെങ്കിലും ദൈവഭാഗത്ത് വരണം. അതാ നമ്മുടെ കഷ്ടത്തിന്റെ പ്രതിഫലം ദൈവം നമുക്ക് തരുന്നത്. അല്ലാതെ കുറെ പൈസ ഉണ്ടാക്കണം. എനിക്ക് പൂനായിൽ നിന്ന് ഒരു ഓഫർ വന്നായിരുന്നു, ഞങ്ങളുമായിട്ട് ജോയിന്റ് ചെയ്യാൻ, നിനക്ക് 4 വീലർ വണ്ടി തരാം, നിനക്ക് അത് തരാം, മാസത്തിൽ ശമ്പളം തരാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവം എനിക്ക് 11 നമ്പറിന്റെ ഒരു വണ്ടി തന്നിട്ടുണ്ട്, നമ്മുടെ കാല്. അതിന് പെട്രോൾ വേണ്ട, അതിന് ഡീസൽ വേണ്ട, അതിനൊന്നും വേണ്ട. അത് എത്ര നാൾ നടക്കുന്നു അത്രയും നാളും ദൈവത്തിന് വേണ്ടി ഓടും. പക്ഷെ എനിക്ക് പൈസയ്ക്ക് വേണ്ടിയല്ല. അതുപോലെ തന്നെ മുക്തി എനിക്ക് ഓഫർ തന്നായിരുന്നു, അതിൻ്റെ അണ്ടറിൽ ജോലി ചെയ്യുക, നിനക്ക് മാസത്തിൽ നിനക്ക് ശമ്പളം തരാം. ഞാൻ പറഞ്ഞു, ഞാൻ ശമ്പളത്തിന് വേണ്ടിയല്ല, എനിക്ക് ശമ്പളമല്ല. ഞാൻ എൻ്റെ കഷ്ടതയിൽ കൂടി ഒരാളെങ്കിലും ദൈവഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ, അത് ദൈവത്തിന്റെ വരവ് വരെയും അവർ വിശ്വസ്തയോട് നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന പ്രതിഫലം അതാ. അല്ലാതെ എനിക്ക്, കാരണം ഞങ്ങളുടെ കല്ലുമല അച്ചായൻ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ലാസ്റ്റ് ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, കുഞ്ഞ്, അറിഞ്ഞ സത്യത്തിന് വേണ്ടി അവസാനത്തോളം നീ നിലനിൽക്കണം. അച്ഛൻ്റെ അവസാനത്തെ ശബ്ദം എന്നോട് പറഞ്ഞ ശബ്ദമാണ്. അറിഞ്ഞ സത്യത്തിന് വേണ്ടി അവസാനത്തോളം നമ്മൾ ഓടണം. അല്ലാതെ ഒരു പൈസയ്ക്ക് വേണ്ടിയോ ഇതിനു വേണ്ടിയോ അല്ലെ ഒരു മാൻ സന്മാൻ അല്ലെ ഒരു ബഹുമതിക്ക് വേണ്ടിയോ ആയിട്ട് ഇതല്ല. ദൈവം നമുക്ക്, ഞാൻ എപ്പോഴും പറയും, നമുക്ക് യോഗ്യതയില്ലാതെ ഒരു യോഗ്യത എൻ്റെ ജീവിതത്തിൽ ഇല്ല. എനിക്ക് മുമ്പോട്ടോ പുറകോട്ടോ നോക്കുക ഒരു യോഗ്യതയില്ല, ഒരു പഠിത്തമില്ല, ഒരു യോഗ്യതയില്ല, ഒരു കുലമേന്മയില്ല, ഒന്നുമില്ലാത്ത ഒരു യോഗ്യതയില്ലാഞ്ഞ സ്ഥലത്തുനിന്ന് ദൈവാനി ഇത്രത്തോളം ദൈവം നടത്തിയെങ്കിൽ ആ ദൈവത്തെ എന്തുമാത്രം ശ്രദ്ധിച്ചാലും എനിക്ക് മതിയാകത്തില്ല. അങ്ങനെ ദൈവം ഇന്നുവരെയും അത്ഭുതമായിട്ട് നടത്തി. എൻ്റെ സഹോദരി, ഞാൻ പറഞ്ഞ സഹോദരി, പുള്ളിക്കാരത്തിയെ ഒരു പാമ്പ് കടിച്ചിട്ട് മരിച്ചു പോയെന്ന് പറഞ്ഞതാ. ഡോക്ടർ പറഞ്ഞു രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞു. കാരണം അന്ന് അമ്മാമ്മ മരുന്നെടുക്കത്തില്ല. 10 വർഷം അമ്മാമ്മ വിശ്വാസത്തിൽ വന്നിട്ട് 10 വർഷമായി. ഞങ്ങൾ ഒരിടത്ത് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴത്തേക്കിനാണ് അമ്മാമ്മ വഴിവെച്ച് പാമ്പ് കടിച്ചത് പറഞ്ഞത് രക്താണലി എന്ന് പറയുന്ന ആ പാമ്പാ കടിച്ചത്. അമ്മാമ്മയെ പാമ്പ് കടിച്ച ഉടനെ ഓടിയപ്പോൾ തന്നെ അമ്മാമ്മയുടെ മൊത്തം ശരീരം, പല്ല് പോലും കറുത്തായിരുന്നത്, ഈ നഖമൊക്കെ കറുത്ത് കരിവാളിച്ചിരുന്നത്, മൊത്തം അമ്മാമ്മയുടെ ശരീരത്തിലെ മൊത്തം വിഷം. ഈ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ പ്രാർത്ഥിച്ച് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഇന്നും എൻ്റെ അമ്മാമ്മ ജീവനോടെ ഉണ്ട്. ഇന്ന് ദൈവത്തിന് വേണ്ടി ഉപയോഗമുള്ള ഒരു ജീവിതം ചെയ്യുവാൻ ദൈവം സഹായിക്കുന്നു. അപ്പൊ നമ്മുടെ ദൈവം എത്ര വലിയവനായ ദൈവമാണ്. അത് എൻ്റെ ജീവിതത്തില്, ഞങ്ങളുടെ കുടുംബ ജീവിതത്തില്, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ എല്ലാം ദൈവം അനുഭവിച്ചറിയാനായിട്ട് വേണ്ടി ദൈവം ഞങ്ങളെ സഹായിച്ചു. ഒരുപാട് അനുഭവം ഞാൻ കുറേയൊക്കെ മറന്നുപോയതുപോലെ എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളെല്ലാം ജീവിതത്തിൽ ആഞ്ഞടിച്ചു. ഞാൻ എപ്പോഴും ഓർക്കും, യേശു ഉണ്ടായിരുന്ന പടകിൽ കൂടെ പോലും തിരമാലകളും കൊടുങ്കാറ്റുകളും ഒക്കെ അടിച്ചു. പക്ഷെങ്കിൽ വെള്ളത്തിൽ പോകാനോ നശിക്കുവാനോ മരിക്കുവാനോ ഒന്നും ദൈവം അനുവദിച്ചില്ല. അതിന്റെ മുമ്പിൽ ഒരു കാരണമുണ്ട്. അപ്പുറത്ത് പോയി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തണം. എത്രയോ വർഷങ്ങളായി കട്ടപ്പെട്ട് കിടന്ന ആ മനുഷ്യനെ വിടിവിക്കാനായിട്ട് വേണ്ടി ദൈവത്തിന്റെ ഒരു പ്ലാന്, അത് പോകരുതെന്നോർത്ത് പിശാച് ചെയ്ത ഒരു പ്രവൃത്തിയായിരുന്നല്ലോ. അതൊക്കെ നമുക്കറിയാം. പക്ഷെ അതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. ചിലയിടത്ത് പേപ്പട്ടയിട്ട് ഓടിക്കുന്നത് പോലെ ഞങ്ങൾ ഓടിച്ച അനുഭവങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇന്ന് ദൈവം നമ്മളെ മാനിക്കുന്നു. എന്നാലും ദൈവം നമ്മളെ വിളിച്ചു, ദൈവം വിശ്വസ്തനാ. എനിക്കൊരു വിശ്വാസമുണ്ട്, ദൈവം നമ്മളെ അവസാനത്തോളം നടത്താൻ അവന് ശക്തിമാനായ ദൈവമാണ്. ദൈവം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല, ദൈവം നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. അങ്ങനെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം എൻ്റെ ജീവിതത്തിൽ കാണുവാനും അനുഭവിപ്പാനും ഒക്കെ ദൈവം സഹായിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിലും അവരും ദൈവവേല ചെയ്യണമെന്ന് എൻ്റെ ജീവിതത്തിൽ വലിയ
ആഗ്രഹമായിരുന്നു. എൻ്റെ മോളാണെങ്കിൽ ഒരിക്കലും ദൈവവേല ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം അവള് വളർന്നതും ജനിച്ചതും അല്ല ഇവിടെ. അവൾക്ക് മലയാളം അറിയത്തില്ല. ഞാൻ എന്തെങ്കിലും ഒരു മലയാള ശബ്ദം അവളോട് പറയാമെങ്കിൽ അവൾ പറയും മമ്മിയുടെ ഭാഷ എനിക്ക് വേണ്ട, മമ്മ മറാഠി പറ, മമ്മിയുടെ ഭാഷ എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ ഒരു മലയാളി പയ്യനെ കല്യാണം കഴിച്ചു. ദൈവത്തിന്റെ വേല. കാരണം ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഓരോ യോജനയുണ്ട്, ഓരോ പ്ലാനുണ്ട്. കാരണം ഞാൻ നാട്ടിൽ ജനിച്ചു വളർന്ന് എനിക്ക് മലയാളം അല്ലാത്ത ഒന്നും അറിയാതിരുന്ന എന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്ന്, അപ്പം ഈ ദൈവവേലയ്ക്ക് ചിലർ പറയല്ലോ ഭാഷയുടെ പ്രോബ്ലം അല്ല, എന്തേലും പ്രോബ്ലം. ഒരു പ്രോബ്ലം അല്ല, പ്രോബ്ലം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക, നമ്മൾ സമർപ്പിച്ചു കഴിയുമ്പം, ഞാൻ എപ്പോഴും ഇവിടെ ഉള്ളവരോടും പറയും, നമ്മൾ ഒരു സ്റ്റെപ്പ് ദൈവത്തിന് വേണ്ടി വെക്കാം, ബാക്കി സ്റ്റെപ്പ് ദൈവം നമുക്ക് വേണ്ടി വെച്ചോളും. കാരണം ഇതൊരു ഭാഷ ഒരു പ്രശ്നമായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെയൊക്കെ കാരണം ദൈവം ഇവിടെ കൊണ്ടുവന്ന് എന്നെ കുറേ പഠിപ്പിച്ചു. ഒരു ട്രെയിനിങ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ. 10 വർഷം ദൈവം എന്നെ ട്രെയിനിങ് ചെയ്തു. കാരണം ആ ട്രെയിനിങ് എനിക്ക് കേരളത്തിൽ കിട്ടത്തില്ല. കേരളത്തിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ആൾക്കാരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും അത് ചെയ്യാനൊക്കെ. ഇവിടെ വന്നപ്പോൾ ആരും ഇല്ല സപ്പോർട്ട് ചെയ്യാൻ. ഒറ്റയ്ക്കിട്ട് ദൈവം ഒരു മരുഭൂമിയുടെ ഒരു അനുഭവത്തിൽ കൊണ്ടുപോയിട്ട് ആരും ഇല്ല. ഒരു അനുഭവത്തിൽ കൂടെ കൊണ്ടുവന്ന ഒരു സഹായത്തിന് ആരുമില്ല, ആശ്രയത്തിന് ആരുമില്ല, ഒരു സ്നേഹമായിട്ട് ഒരു ശബ്ദം നമ്മളോട് സംസാരിക്കാൻ ആരുമില്ല. എന്നാ ഒന്ന് ഒരു എല്ലാവർക്കും വേണ്ടി തന്നെ ഒരു സ്നേഹമായിട്ട് ഒരു തലോടല്, അല്ലാതെ കുറെ പൈസയോ അല്ല കുറെ കിട്ടിയത് കൊണ്ടല്ല. സ്നേഹമായിട്ട് ഒരു തലോടൽ കിട്ടുവാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു ആശ്വാസമാണ്. ചില സമയങ്ങളിൽ അതിങ്ങനെ പോലും ഇല്ലാഞ്ഞ ഒരു സമയത്തും ഒറ്റയ്ക്കിട്ട് ദൈവം ഒരുപാട് പഠിപ്പിച്ചു. അങ്ങനെ അനുഭവത്തിൽ കൂടെ ദൈവം ഒരുപാട് പഠിപ്പിച്ചു. അതൊക്കെ ഞാൻ അന്നേരമൊക്കെ ഓർക്കും, ദൈവമേ ഇത് എന്തിനാ എന്നെ ഇങ്ങനെയല്ല ഇട്ട് കഷ്ടപ്പെടുന്നത്, ഞാൻ ഇത്രയും ഭാവിയായിരുന്നോ എന്നൊക്കെ ഞാൻ ദൈവത്തോട് ചോദിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഇപ്പം എനിക്ക് മനസ്സിലാകുന്നു, ഓരോരുത്തരുടെ നമ്മൾ ചെല്ലുമ്പം ഓരോരുത്തരുടെ അനുഭവം കാണുമ്പം നമുക്ക് അവരോട് സംസാരിക്കാനും അവർക്ക് ധൈര്യം കൊടുക്കാനും ഇന്നത്തെ നമ്മുടെ അനുഭവം അത് ഒക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ ചില കഷ്ടതയിൽ കൂടെ ദൈവം കടത്തി വിടുന്നത് ദൈവം അറിയാഞ്ഞിട്ടല്ല, ആ കഷ്ടതയിൽ കൂടെ നമുക്ക് ഒരു അഭ്യാസം തരുന്നതാണ്, നമ്മളെ ഒന്ന് പഠിപ്പിക്കുന്നതാ. അത് എൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ കൂടെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പം സുവിശേഷവേലയ്ക്ക് വേണ്ടി അനേക സ്ഥലങ്ങളിൽ കടന്നു പോകാനും അനേക ചർച്ചകളിൽ ഞാൻ ചിലയിടത്ത് ഓർക്കും, എന്നെക്കാളും പഠിച്ചവരും ഡിഗ്രി ഉള്ളവരും ബൈബിൾ കോളേജ് വലിയ അധ്യാപകരായിരിക്കുന്നവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു യോഗ്യത കഴിവോ ഒന്നുമില്ല. പക്ഷെങ്കിൽ ദൈവം നമ്മളെ മാനിക്കുന്നതോർത്ത് ദൈവത്തെ എത്ര സ്തുതിച്ചാലും നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. അതുപോലെ ഇവിടെ പൂനായിൽ ഒരു UBS എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അതിന്റെ മുഴുവൻ പേര് ബിബ്ലിക്കൽ സെമിനാരി UBS എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കുറെ പിള്ളേർ പഠിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ഒരു പ്രൊഫസർ ഒരു പ്രാവശ്യം അന്ന് ഞാൻ ഇവിടെ വന്നു, അവരുടെ ഫാമിലിയിൽ എന്തോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. രണ്ടുപേരും ഡൈവോഴ്സ് ആക്കാനായിട്ട് വേണ്ടിയുള്ള തീരുമാനത്തിലായിരുന്നു. ഞാൻ അവർക്ക് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറായിരുന്നു. പക്ഷെ ഇന്ന് അവർ സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് വേണ്ടി ദൈവം നമ്മളെ ഒന്നിനും യോഗ്യതയില്ലാത്ത നമ്മളെ ദൈവം അവിടെ ഉപയോഗപ്പെടുത്തി. 1-2 വചനം അവരുടെ ജീവിതം മാറ്റിമറിച്ചു. അവരൊരു വലിയൊരു പ്രൊഫസർ, അവർ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു, അവരെ മറ്റുള്ളവരെ പണിയപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ഈ സ്വന്തമായിട്ടുള്ള ജീവിതത്തിൽ വന്നു പോയ ഇതിനു വേണ്ടി അവർക്ക് വേണ്ടി പണിയാനായിട്ട് വേണ്ടി ഒരു യോഗ്യതയില്ലാത്ത നമ്മളെ ദൈവം ഉപയോഗിക്കുന്നു. അങ്ങനെ അതൊക്കെ ദൈവത്തിന്റെ ആ പ്ലാനും ദൈവത്തിന്റെ ഭക്തിയും ഒക്കെ കണ്ട് ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ ദൈവം ധാരാളം അനുഭവം ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി ഇന്നുവരെയും. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും ഒരു അസുഖം എനിക്ക് വന്നായിരുന്നു. 2 അനുഭവം കൂടെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത്. ഒന്ന്, ഞാൻ എൻ്റെ മോടെ ഡെലിവറി കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ബ്രസ്റ്റിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ആരോടും പറഞ്ഞില്ല. അപ്പോഴത്തേക്കിന് ഒരു 3-ാമത്തെ ദിവസം എൻ്റെ ആങ്ങളുടെ ഭാര്യ വന്നപ്പോഴത്തേന് പുള്ളിക്കാരത്തിക്ക് അത് മനസ്സിലായി. പുള്ളിക്കാരത്തി ഉടനെ തന്നെ എന്നോട് പറഞ്ഞു, സാലി ഇതെന്തോ ഇത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുത്, അതെന്തോ ആണെന്നൊന്നും അറിയത്തില്ലല്ലോ, ഒരു ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയത്, ആ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ അതൊരു സിമ്പിളായിട്ട് എടുത്തൊരു കേസായിരുന്നു. പക്ഷെങ്കിൽ ആ ഡോക്ടർ പറഞ്ഞു, ഇത്രയും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല, നീ വേറെ മെഡിക്കൽ കോളേജിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ പറഞ്ഞു വിട്ടു. ഞങ്ങളുടെ ആ ഭാഗത്തുള്ള എല്ലാവരും പറഞ്ഞു എനിക്ക് ക്യാൻസറായി, ഞാൻ മരിച്ചു പോകും എന്നങ്ങ് എഴുതിച്ചു. അപ്പം എൻ്റെ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ആയിട്ട് അങ്ങ് പഴുത്തിട്ടുണ്ടല്ലോ, പൊട്ടാറായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കും എനിക്ക് വേദന കാരണം എനിക്ക് ഉറക്കമില്ല. കുഞ്ഞിനെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, ഈ സൈഡിലായിരുന്നു. അപ്പം കുഞ്ഞിനെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. കുഞ്ഞ് കരഞ്ഞു കഴിയുമ്പോൾ ഞാൻ നോക്കി നിൽക്കത്തേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് കുഞ്ഞിനെ എടുക്കാൻ പറ്റത്തില്ല.
അപ്പൊ ഞാൻ ഓർത്ത് ഇതെന്തൊരു ഇതാണെന്നൊക്കെ ഞാൻ ദൈവത്തോട് ചോദിക്കുമായിരുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഡോക്ടർമാർ പോലും അതിശയിച്ചു പോയി ഇതെങ്ങനെ സംഭവിച്ചത് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അവർ ഓപ്പറേഷൻ ചെയ്തു, കുറെ അതിൻ്റെ അകത്തുനിന്ന് പഴുപ്പുകളും ഇതെല്ലാം കൂടെ കളഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു പഴുപ്പുകളൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് പഴുപ്പുകൾ വരാതിരിക്കാൻ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്? കാരണം കുഞ്ഞുണ്ടായിട്ട് അധികം ദിവസമായില്ല. അപ്പം ഈ പാല് കെട്ടുമ്പോഴത്തേന് പിന്നെ ഇതങ്ങ് കൂടുക. അങ്ങനെ വന്ന് ഒരു ഞായറാഴ്ച ദിവസം, അപ്പൊ ഒരു ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞു. എനിക്ക് ശരീരത്തിൽ ഒരു തുണി പോലും ഇടാൻ പറ്റത്തില്ല. കാരണം അതിനുള്ള ഇത് സഹിക്കാൻ പോലും ഉള്ള ഇതില്ല. എനിക്ക് വേദന കാരണം എനിക്ക് പറ്റത്തില്ല. അപ്പൊ ഞാൻ ഈ ഡബിൾ മുണ്ട്, ഏറ്റവും കനം കുറഞ്ഞത്, അതിന് ഒരു കിഴുത്തി ഉണ്ടാക്കി തലവഴി ഇട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു ഇരുട്ട് മുറിയിൽ ഇങ്ങനെ ഇരിക്കുക. കാരണം അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നു. അപ്പോൾ ഒരു ഞായറാഴ്ച അമ്മയൊക്കെ പ്രാർത്ഥനയ്ക്ക്, ഞാൻ പറഞ്ഞു അമ്മ അന്ന് വരെ ആരാധനയ്ക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് ആരാധനയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ദൈവസന്നിധി ഇരുന്ന് കരഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവമേ, നീ ഇന്ന് എനിക്കൊരു വിടുതൽ തന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതിനോടുകൂടി നീ എന്നെ അങ്ങ് എടുക്കുക, എനിക്കിതൊക്കെ ഇങ്ങനെ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ദൈവമായിട്ട് അന്ന് ഒരുപാട് കരഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എൻ്റെ ചേച്ചി അവരെല്ലാവരും വീട്ടിൽ വന്നു. ഞാനിങ്ങനെ ഇരിക്കുക. അപ്പോൾ അവരെന്നെ കാണാൻ അങ്ങോട്ട് വന്നു. അപ്പോൾ എനിക്ക് എന്തോ ഒരു പരവേശം പോലെ, അപ്പോൾ എൻ്റെ മനസ്സിലോർത്തുകൊണ്ട് ഇന്ന് ദൈവം എന്തോ എൻ്റെ ജീവിതത്തിൽ നടത്താൻ പോവുക എന്ന് എൻ്റെ ജീവിതം എനിക്കൊരു അകത്തുനിന്ന് ഒരു പ്രേരണ പോലെ വരുവാ. അപ്പം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ആൻറ്റി ഓടിയോട്ടോ, ഞാൻ പറഞ്ഞു ആൻറ്റി, ഫ്രിഡ്ജിനകത്ത് ഏറ്റവും തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ എനിക്ക് ഒരു കുപ്പി വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ആൻറ്റി വെള്ളമായിട്ട് ഇങ്ങോട്ട് വരികയും ഇത് തന്നെ അങ്ങ് പൊട്ടിയിട്ട് ഞാനും തല കറങ്ങി താഴെ വീണു. വെള്ളം കൊണ്ടുവന്ന് ആൻറ്റിയും വീണു, എല്ലാവരും അതുപോലെ. അങ്ങനെ ദൈവം അത്ഭുതമായിട്ട് അതിനകത്തുനിന്ന് എനിക്കൊരു വിടുതൽ തന്നു. അതുപോലെ തന്നെ പിന്നെ എൻ്റെ വയറ്റിനകത്ത് ഭയങ്കര വേദനയായിട്ട് ഞാൻ ഇവിടെയുള്ള ഹോസ്പിറ്റലുകളിലെല്ലാം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് 3-4 ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പറഞ്ഞു, നിനക്ക് ഓപ്പറേഷൻ ചെയ്യണം, ഓപ്പറേഷൻ ഇല്ലാതെ പര്യായം ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്ക് തെറ്റായിട്ട് ഒരു ഓപ്പറേഷൻ ഇവിടെ നമ്മുടെ ഒരു മലയാളി ഡോക്ടർ ചെയ്തായിരുന്നു. അതോടുകൂടി എൻ്റെ ശരീരത്തിന് ഒരുപാട് കംപ്ലൈൻറ്റുകളുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ വേണ്ട എന്നും പറഞ്ഞ് ഞാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചെങ്ങന്നൂരുള്ള ഒരു ഹോസ്പിറ്റലാണ്, സഞ്ജീവനി ഹോസ്പിറ്റലാണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിലെ ഒരു ലേഡി ഡോക്ടറെ കണ്ടു. അവർ പുള്ളിക്കാരത്തി ഒരു നല്ല വിശ്വാസി ഒരു ഡോക്ടറായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരത്തി എൻ്റെ റിപ്പോർട്ടെല്ലാം കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, നീ മരിക്കുന്നത് വരെ ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞെന്നെങ്കിൽ വിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചതായിരുന്നു, വേദന കാരണം എനിക്ക് ഉറക്കമില്ല, അങ്ങനത്തെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ. അപ്പോഴത്തേക്കും ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് മെഡിക്കൽ കോളേജിൽ ഒരു പ്രൊഫസറുണ്ട്. ആ പുള്ളിക്കാരനെ പോയി ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ പഠിപ്പിച്ച ഒരു പുള്ളിക്കാരൻ ഇപ്പോൾ അവിടെ മെയിനായിട്ട് ഇരിക്കുന്ന ഡോക്ടർ, ഞാൻ പുള്ളിക്കാരൻ ഒരു എഴുത്ത് തരാം, നീ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ഒരു എഴുത്ത്, ഞാൻ ആ ഡോക്ടറെ പോയി കണ്ടു. പുള്ളിക്കാരൻ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് എന്നെ എടുത്തു. അപ്പോൾ ആ റൂമിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും പുള്ളിക്കാരൻ എല്ലാം നോക്കി എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ ഗർഭപാത്രത്തിന് ഒരു കുഴപ്പമില്ല, നിന്റെ ന്യൂട്രസിന് ഒരു കുഴപ്പമില്ല, അതിൻ്റെ സൈഡിൽ കൂടി ഒരു ട്യൂബ് പോയിട്ടുണ്ട്, ആ ട്യൂബ് കുറെ പഴുത്തിരിക്കുക, അതുകൊണ്ട് നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ആ ട്യൂബ് ശരീരത്തിന്റെ എതിരെല്ലാം പോയിട്ടുണ്ടോ, അങ്ങനെ പഴുപ്പ് അതിങ്ങനെ കയറി പോകും. അതുകൊണ്ട് നമുക്ക് നിന്റെ ഗർഭപാത്രത്തിനല്ല നിന്റെ ന്യൂട്രസിന് ഒരു കുഴപ്പമില്ല, ആ ഒരു അവയവം എടുത്ത് കളയേണ്ട കാര്യമൊന്നുമില്ല, ഇതിനേ ഉള്ള പ്രശ്നം. അതുകൊണ്ട് നീ ആ സഞ്ജീവനിയിലെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു, മരിക്കുന്നത് വരെ ഗുളിക കഴിക്കണം നിനക്ക് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് ഞാൻ എന്നിട്ട് കുറെ ഗുളി അവർ തന്നു. ആ ഗുളി അവിടെ തന്നെ ഇട്ട് ഞാൻ പറഞ്ഞു, ഇനി ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും ഈ വിഷയത്തിന് വേണ്ടി ഞാൻ ഒരു ഗുളിക എടുക്കുന്നില്ല, എത്ര നാൾ പോകുന്നു അത്രയും നാൾ പൊക്കോട്ടെന്ന് അങ്ങ് വെച്ചു. അത് അവിടെ കളഞ്ഞിച്ച് വീട്ടിൽ വന്നു. ദൈവത്തിന്റെ കൃപയാല് ഇന്ന് വരെ എനിക്ക് ആ ഒരു പ്രശ്നം പിന്നെ ഉണ്ടായിട്ടില്ല. ദൈവം അത്ഭുതമായിട്ട് അന്ന് ആ വിഷയത്തിന് വേണ്ടി കാരണം നമ്മൾ ദൈവസന്നിധി യഥാർത്ഥമായിട്ട് ഒരു സമർപ്പണം കൊടുക്കുവാണെങ്കിൽ ദൈവം അത് ആമീൻ പറയും അന്നേരം തന്നെ. പിന്നെ ഇന്ന് വരെ എൻ്റെ വയറ്റിനകത്ത് ഒരു അസുഖമായിട്ട് വേദനയായിട്ട് ഇന്ന് വരെ എനിക്ക് സംഭവിച്ചിട്ടില്ല. ഇന്നും ദൈവം ആരോഗ്യത്തോടു കൂടി നടത്തുന്നു. ദൈവത്തിന് ഒത്തിരി എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഒരുപാട് അസുഖങ്ങളിൽ കൂടിയൊക്കെ ദൈവം കടന്നു വിട്ടെങ്കിലും കിടക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഒരു ഹോസ്പിറ്റലിൽ പോയി 10 ദിവസം അഡ്മിറ്റ് ആക്കാനോ ഒന്നും ദൈവം അനുവദിച്ചിട്ടില്ല. അന്നേരം തന്നെ ദൈവം നമ്മുടെ ദൈവസന്നിധിയിൽ ഇരിക്കുക, നമ്മുടെ കുറ്റങ്ങൾ ദൈവത്തോട് ഏറ്റുപറയുക, ആ സമയത്ത് തന്നെ ദൈവം നമുക്ക് വിടുതൽ തന്നുകൊണ്ടിരിക്കുക. ദൈവം അതുപോലെ ഇതുവരെയും അത്ഭുതകരമായിട്ട് അതിശയകരമായിട്ട് നടത്തുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് ദൈവവേലയിൽ ഇരിക്കുന്നു. പുള്ളിക്കാരന് ഫുൾ ടൈം മിനിസ്ട്രി അല്ല, പുള്ളിക്കാരൻ്റെ ജീവിതത്തിൽ പറഞ്ഞ പുള്ളിക്കാരൻ അപ്പനും ഇല്ല അമ്മയില്ല ആരും ഇല്ലാത്ത ഒരു ഇതായിരുന്നു. പുള്ളിക്കാരൻ്റെ അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ വളർന്നു വന്നതാ പുള്ളിക്കാരന്. ഞാൻ ഒരു അനാഥ പയ്യനെ കല്യാണം കഴിക്കാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് എനിക്ക് വീട്ടിൽ കിട്ടിയിട്ടില്ലാത്ത ഒരു സ്നേഹം ഈ പുള്ളിക്കാരിലൂടെ കിട്ടുമെന്നുള്ള. കാരണം പുള്ളിക്കാരൻ ആരും ഇല്ലല്ലോ, അപ്പം പുള്ളിക്കാരൻ്റെ സ്നേഹം മൊത്തം എനിക്ക് കിട്ടും എന്നുള്ളൊരു കണക്കുകൂട്ടലായിരുന്നു. പക്ഷെ നമ്മുടെ കണക്കുകൂട്ടലല്ല, ദൈവത്തിന്റെ കണക്കുകൂട്ടൽ. പുള്ളിക്കാരന് ആ ഒരു അനുഭവത്തിൽ കൂടെ വളർന്നു വന്നത് കൊണ്ട്
പുള്ളിക്കാരനും ചെറുപ്പം മുതലേ സ്നേഹമോ കാര്യങ്ങളോ വാത്സല്യമോ ഒന്നും കിട്ടാത്തത് കൊണ്ട് പുള്ളിക്കാരൻ്റെ മനസ്സിൽ എല്ലാവരോടും ഒരു ഭാവമായിരുന്നു. എന്നെപ്പോലെ തന്നെ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കര ദേഷ്യമായിരുന്നു. പുള്ളിക്കാരന് ജോലി കഴിഞ്ഞ് ട്രെയിൻ ഞങ്ങളുടെ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടന്നേച്ചാൽ മതി. ട്രെയിനിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ കിച്ചണിനകത്ത് ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പാത്രം താഴെ പോകുമായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെങ്കിൽ ഇന്ന് ദൈവം ആ മനുഷ്യനെ ദൈവം ഇത്രയിൽ നിന്ന് ഇപ്പൊ ഒരു 95% ദൈവം പുള്ളിക്കാരൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. ഇപ്പോൾ ഒരു 5% ഉള്ളൂ. അത് ആണുങ്ങൾക്ക് ഇച്ചിരൊക്കെ ദേഷ്യം വേണമല്ലോ, അല്ലെങ്കിൽ അവരുടെ ആണുങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവം അതുപോലെ അത്ഭുതകരമായിട്ട് ദൈവം ഞങ്ങളെ ഇന്ന് കുടുംബമായിട്ട് ഞങ്ങളെ നടത്തുന്നു. കുഞ്ഞുങ്ങളെ 2 പേരും അവരായിരിക്കുന്ന സ്ഥാനത്തും ദൈവം അത്ഭുതകരമായിട്ട് നടത്തുന്നു. അവരിൽ കൂടെയും ചെറുതായിട്ടൊക്കെ ദൈവം തൻ്റെ വേലകൾ ചെയ്തെടുക്കുന്നു. എനിക്ക് എൻ്റെ ആഗ്രഹം എൻ്റെ മോൻ ഒരു ദൈവവേല ചെയ്യുന്ന ഒരു ഫാമിലിയിൽ നിന്ന് കല്യാണം നടത്തണോ. അങ്ങനതും ദൈവം നടത്തി. അങ്ങനെ എൻ്റെ മരുമോള്, ഞാൻ അവളെ മരുമോളായിട്ടല്ല, എൻ്റെ മോളായിട്ട് തന്നെയാണ്. ഞങ്ങൾ തമ്മിൽ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഭയങ്കര ഇതാവും. എൻ്റെ മോള് പറയും, മമ്മിക്ക് എന്നെക്കാളും ഇഷ്ടമാവാം എസ്തറിനോടാന്ന് പറയും. അവിടെ പേര് രമ്യെന്ന്, പക്ഷെ ഞാൻ അവളെ വിളിക്കുന്നത് എസ്തേർ എന്നാണ്. എൻ്റെ സ്വന്തം മോള് പറയും, മമ്മിക്ക് എന്നെക്കാളും ഇഷ്ടം എസ്തറിനോടാന്ന് പറയും. കാരണം എൻ്റെ വീട്ടിൽ വന്നതാണ് അവള്. അതുകൊണ്ട് ഞാൻ അനുഭവിച്ചു, എനിക്ക് ആരും ഇല്ലാഞ്ഞ ഒരു അനുഭവം അവളുടെ ജീവിതത്തിൽ ഒരിക്കലും അവിടെ നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം ഇട്ടിട്ട് എൻ്റെ അടുത്ത് വരുമ്പം അവൾക്ക് ഞാൻ കൈത്താങ്ങൽ കൊടുക്കേണ്ട എൻ്റെ കടമയാണ്, എൻ്റെ കർത്തവ്യമാണ്. അതുകൊണ്ട് ഞാൻ അവിടെ ഞങ്ങൾ തമ്മിൽ ഇന്ന് വരെയും ദൈവം ഒരു 6 വർഷമായി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഇന്ന് വരെയും ദൈവം അത്ഭുതകരമായിട്ട് നടത്തുന്നു. കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവം അവരെ അത്ഭുതമായിട്ട് നടത്തുന്നു. ഇവിടെ ഞങ്ങളുടെ ഒരു ചെറിയ കുടിവരവ് ചർച്ചുണ്ട്. എല്ലാ ദിവസവും ഇവിടെ തിങ്കളാഴ്ച ദിവസം എല്ലാ യൗവനക്കാർക്ക് വേണ്ടി ഞങ്ങൾക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട്. ഞങ്ങൾക്ക് കടന്നു വരാൻ പറ്റുന്നവരെല്ലാം ഇവിടെ ഒന്ന് കടന്നു വന്ന് പ്രാർത്ഥിക്കും. ബുധനാഴ്ച ഇവിടെ ഞങ്ങളുടെ ചർച്ചിന് വേണ്ടി ഒരു ഉപവാസ പ്രാർത്ഥന, ചർച്ചിലെ വിഷയങ്ങൾക്കെല്ലാം എടുത്തു വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. ചൊവ്വാഴ്ച ദിവസം ഞങ്ങൾ ഔട്ട്റീച്ച് മിനിസ്ട്രിയാണ്. കാരണം ഇപ്പം കുറേ ദിവസമായിട്ട് അത് നിർത്തി വെച്ചു. കാരണം ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഇപ്പം അതായിട്ട് നടക്കുന്നില്ല. പിന്നെ വ്യാഴാഴ്ച ദിവസം ഓരോ ഫാമിലിയിൽ, വ്യാഴവും വെള്ളിയും ഓരോ ഫാമിലികളിൽ പ്രാർത്ഥനയുണ്ട്. ഞായറാഴ്ച ഇവിടെ കൂടിവരവുണ്ട്. അങ്ങനെ ഓരോരുത്തർക്ക് ദൈവം അതിനോടെ വേറെ ഏതെങ്കിലും ചർച്ചകളിൽ വിളിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമിലി വിളിക്കുകയോ ചെയ്യുവാണെങ്കിൽ അവിടെ പോകും. അങ്ങനെയൊക്കെ ദൈവം ഞങ്ങളെ കൊണ്ട് ദൈവത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവം ഇത്രത്തോളം ഞങ്ങളെ നടത്തി പരിപാലിച്ചു. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ഇവിടുത്തെ മിനിസ്ട്രിക്ക് വേണ്ടിയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എന്നെ കേട്ട എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുന്നു. പിന്നെ എന്നെ ഇതിലോട്ട് വിളിച്ച, ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പാസ്റ്ററോട് പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ നന്ദി പറയുന്നു, സ്നേഹം അറിയിക്കുന്നു. എന്നെ കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും ഒക്കെയും കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പിന്നെയും നമുക്ക് കാണാം. ഇവിടെ വെച്ച് കണ്ടില്ലെങ്കിലും എൻ്റെ ഒരു ഇതാണ്, നമുക്ക് ഇവിടെ വെച്ച് ഇനി ഈ ഭൂമിയിൽ നമുക്ക് ജീവനോടെ കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് നിത്യതയിൽ എൻ്റെ സാക്ഷി കേൾക്കുന്നവരും എല്ലാവരും നിത്യതയിൽ കാണണമെന്ന് എനിക്ക് ഒത്തിരി ഇതാണ്, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. എൻ്റെ വചനം ഇത് കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തെ അറിയാതെ ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾ ദൈവത്തെ അറിയുക. ദൈവമല്ലാതെ വേറെ ആരും നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യുന്നില്ല. മനുഷ്യരുടെ സഹായം ഒക്കെയും വ്യർത്ഥമാണ്. അവരാരും നമ്മളെ ഒന്നും സഹായിക്കത്തില്ല. മനുഷ്യരുടെ ഭരോസ അല്ല, അവരെ ആശ്രയിക്കുന്നവരെ ലജ്ജിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെയ്യരുത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക. യേശു അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ എല്ലാം പുറകെ പോയേനെ. ഞാൻ പോയതാണ്, അമ്പലത്തിൽ പോയി താലം പോലും എടുത്ത വ്യക്തിയാണ്. പക്ഷെങ്കിൽ അതിനകത്തൊന്നും ഒരു ഇതുമില്ല. ദൈവം അല്ലാതെ ആരും ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ നിങ്ങളെ യേശുവിൻ്റെ രക്ഷിതാവായും നിങ്ങൾ സ്വീകരിക്കുക, വിശ്വസിക്കുക, സ്നാനപ്പെടുക, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയുക. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയെന്ന് പറഞ്ഞാൽ, ഈ ആരോമ TV അത് ഒത്തിരി ഉപയോഗമുള്ളതാണ്. കാരണം ഞാൻ ഇതിലേക്ക് എന്നെ ക്ഷണിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അനേകരുടെ സാക്ഷി ഞാൻ ഇതിനകത്തുനിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് പേരുടെ. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം. ഞാനൊരു സാക്ഷി കേട്ടപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ചിന്തിച്ചു, ദൈവമേ ഇങ്ങനൊരു അവസരം എനിക്ക് എപ്പോഴാണ് കിട്ടുന്നതെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ പിറ്റേ ആഴ്ച പാസ്റ്റർ എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം പറയാൻ തന്നെ എനിക്ക് വാക്കുകളില്ല. കാരണം വെച്ചാൽ ഞാൻ വിശ്വസിച്ച് പോലും ഇല്ല. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ദൈവം ഉടനെ തന്നെ നമുക്ക് വേണ്ടി നടത്തി തരുന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം
പാസ്റ്ററിന്റെ മനസ്സിൽ ദൈവം ഒരുക്കിയല്ലോ. അത് അനേകരുടെ ജീവിതത്തിന് വിടുതല, നിങ്ങളുടെ ഫാമിലിക്കും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം. മലയാളം മാത്രം അറിയാവുന്ന ഒരു ആൾ, മലയാളം അറിയാത്ത ഒരു മറാഠി സഹോദരനെ വിവാഹം കഴിച്ച മഹാരാഷ്ട്രയിലേക്ക് കുടിയേറി പാർത്തു. ഇന്ന് എനിക്ക് തോന്നുന്നു മലയാളത്തേക്കാൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് മറാഠി ഭാഷയാണ്. കാരണം മറാഠി സഹോദരങ്ങളുടെ ഇടയിൽ മഹത്തായ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. എത്ര ശ്രേഷ്ഠകരമായ അനുഭവം. സുവിശേഷ വേലയ്ക്കും കുടുംബജീവിതത്തിനും ഒന്നും ഭാഷ അത്ര തടസ്സമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുടുംബജീവിതം നയിക്കാൻ ആ മനസ്സിൻ്റെ ആ ഒരു പൊരുത്തം, അല്ലെ ഒരു ഐക്യത, ഒരു കൂട്ടായ്മ മാത്രം കുടുംബജീവിതം നയിക്കുവാൻ മതി. അതുപോലെ തന്നെയാണ് ഭാഷ. സുവിശേഷ വേല ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാഷൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് ഭാഷയും ഏത് ഭാഷക്കാരുടെ ഇടയിലും നമുക്ക് പോയി കർത്താവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിയും. സുവിശേഷ വേലയെന്ന് പറയുന്നത് ഭാഷയിലൂടെ മാത്രമല്ല, അത് പ്രവൃത്തിയിലൂടെയാണ്. ഓരോ ഭാഷക്കാരുടെ ഇടയിലും ഓരോ ദേശക്കാരുടെ ഇടയിലും യേശു കാണിച്ചു തന്ന ആ നല്ല മാതൃക, ആ ഒരു ആതുര സേവനം നാം ചെയ്താൽ അവിടെയൊന്നും ഭാഷയുടെ ആവശ്യമില്ല. മുറിഞ്ഞ മുറിവുകളിൽ അല്പം എണ്ണ പകർന്ന് കൊടുത്താൽ അത് സുവിശേഷ വേലയുടെ ഭാഗമാണ്. വിശക്കുന്നവൻ ഒരു നേരം ആഹാരം കൊടുത്താൽ അവിടെ ഭാഷയുടെ ആവശ്യമില്ല, അവിടെ സുവിശേഷ വേലയാണ്. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മളായിരിക്കുന്നയിടത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് മുഴങ്കാലുകൾ മടക്കുവാൻ കഴിയുമെങ്കിൽ അവിടെയും ഭാഷയുടെ ആവശ്യമില്ല. അവിടെ ദൈവത്തിൻ്റെ സ്നേഹം, ക്രൂശിലെ സ്നേഹം, അതാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. പ്രിയ സാലി സിസ്റ്റർ മഹാരാഷ്ട്രയിൽ പൂനായിൽ മുക്തി മിഷൻ സംഘടനയിൽ അവിടെ അനാഥനായി വളർന്നു വന്നതായ ആ ഒരു അനാഥ കുട്ടിയെ വിവാഹം കഴിച്ചു. അതുതന്നെ വലിയൊരു സുവിശേഷ വേലയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുമ്പോൾ അവിടെ ഭാഷയോ വേഷമോ പാരമ്പര്യമോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പണമോ പിടിപാടോ ഒന്നിനും അവിടെ വലിയ പ്രസക്തിയില്ല. പകരം കർത്താവിൻ്റെ സ്നേഹമാണ്, കർത്താവിൻ്റെ ആ ഒരു ക്രൂശിലെ ആ ഒരു കൽപ്പനയാണ്, അനുസരണമാണ് അതിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരുന്നത്. ഇന്ന് അനേകർക്ക് ആശ്വാസമായിരിക്കുവാൻ, പ്രത്യേകിച്ച് എയ്ഡ്സ് രോഗം പോലെയുള്ള മാരക രോഗം പിടിച്ച അനേകർക്ക് ആശ്വാസമായിരിക്കുവാനും മലയാള ഭാഷ അല്ലാത്ത, മാതൃഭാഷയല്ലാത്ത അനേകരുടെ ഇടയിൽ സുവിശേഷ വേല ചെയ്യുവാനും അനേകരെ കർത്താവിലേക്ക് നടത്തുവാനും ഒക്കെ പ്രിയ സഹോദരിയെയും കുടുംബത്തെയും മക്കൾ മരുമക്കൾ എല്ലാവരും ഈ സുവിശേഷ ദൗത്യത്തിൻ്റെ പങ്കാളികളായിരിക്കുവാൻ ഒരർത്ഥം ഓരോ നിലകളിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ അറിയുവാനും കേൾക്കുവാനും കഴിഞ്ഞല്ലോ. പ്രിയ കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെയും ശുശ്രൂഷ മണ്ഡലങ്ങളെയും ദൈവം പിന്നെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വിവിധ മേഖലകൾ, വിവിധ ഇടങ്ങളിൽ സുവിശേഷത്തിൻ്റെ വെളിച്ചം, ആ പ്രകാശം അല്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ദീപം പരത്തുവാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവസന്നിധിയിൽ ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ആമേൻ. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. അരുമ ടിവിയുടെ ഓരോ പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹവും പ്രചോദനവും ആമേനെ നിങ്ങളെ കർത്താവിലേക്ക് അടുപ്പിക്കുന്നതിനും പര്യാപ്തമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുക, ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പ്രിയ സാലി സിസ്റ്റർ ആമേൻ ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താഴ്ചയും കർത്താവെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്ന പ്രചാസ്തുതിക്കുന്ന ദൈവമേ,
പ്രിയപിതാ, ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കി തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഹല്ലേലൂയ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമേ നിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അവരുടെ ഹല്ലേലൂയ ബുദ്ധിയെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളെ ഹല്ലേലൂയ സാക്ഷി പറഞ്ഞു എന്നുള്ളതല്ല കർത്താവേ, ഞങ്ങളെ ഉയർത്തി കാണിക്കുവാനും ഒന്നുമല്ല. സ്വർഗത്തിലെ ദൈവമേ, നിന്നെ ഉയർത്തി കാണിക്കുവാൻ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ മറ്റുള്ളവരുമായിട്ടുള്ള ഷെയർ ചെയ്യുവാൻ, അത് കേൾക്കുന്നവരെ കാണുന്നവരെ കർത്താവെ അവരുടെയൊക്കെയും ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണം. ഇതിന്റെ പിമ്പിൽ പ്രവർത്തിച്ച കർത്താവിന്റെ ദാസനെയും കുടുംബമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവിടുന്ന് പ്രവർത്തിച്ചാട്ട് അവരുടെ എല്ലാ മിനിസ്ട്രികളെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണം. വേണ്ടുന്നതായ എല്ലാ ആത്മീയ ഭൗതിക സർവ്വ സഹായങ്ങളും കൊടുത്ത് സ്വർഗം എല്ലാവരും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ, മാനിച്ചാട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ച പ്രിയ സാലി സിസ്റ്ററിനുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ദൈവ സൗഖ്യാരോഗ്യം ദീർഘായുസ്യം തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരോടുള്ളതായ നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അതെല്ലാം നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം ഞങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വിവരം ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com